ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ രാത്രി 10:45 തൊട്ട് ഇന്ന് വൈകിട്ട് 5:45 വരെ എന്തൊക്കെ ഉണ്ടായെന്ന്. പിന്നെയും അതിലത്തെ എല്ലാം കണ്ട് പറയട്ടട വിഡ്ഢി, നീ പ്രൂഫ് കൊണ്ട് വിഡ്ഢിത്തം കൊണ്ടുപോവാ. അപ്പം എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. മനസ്സിലാവണ്ട? അതിന് വേണ്ടി നീ വരുത്തിക്കാൻ വേണ്ടി എല്ലാം നല്ല രീതിയിൽ തന്നെ പറയണേ. നീ ആദ്യത്തെ സെൻറ്റൻസ് കേട്ടിട്ട് ബാക്കി കേൾക്കാതിരിക്കരുത്. മനസ്സിലാവണ്ട? ഇവിടെ ബഹളം വെച്ചിട്ട് നിൻ്റെ പോലെ കൊത്രക്കുളി ആദിവാസികൾ ഡ്രഗ് അഡിക്റ്റിനെ പോലെ ആരും പറയാൻ പോകണല്ലേ. ഞാൻ അവിടെ ഒരു നിങ്ങളുടെ ചോദിക്കാം, നിങ്ങൾക്ക് ഒരാൾ കണ്ടാൽ തിരിച്ചറിയില്ല, മുഖം കണ്ടാൽ തിരിച്ചറിയോ? ഇല്ല. വേറെ ആരും പറയിപ്പിച്ച് വിഡിത്തം ആയതുകൊണ്ട് പളി വിടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല, ആരാന്നും കൂടി അറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ചോദിച്ചു വരുമ്പോൾ അതിനുള്ള മറുപടി സാധാ രീതിയിൽ പറയുള്ളൂ. അവിടെ ഒച്ച കുട്ടികൾ എന്നാ പറയാം, ഹിന്ദി കുട്ടികൾ അവരപ്പകത്താവും. ഇത് സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, കോപ്പി ചെയ്യണതല്ല. അപ്പം നിനക്ക് ആരോട് സംസാരിക്കണം, ആരെ കുറിച്ച് പറയണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ സ്വയം തലയ്ക്ക് സുഖമില്ലെന്ന് അർത്ഥം. ഈ വൃത്തിഹീനമായ ശിഖണ്ഡികൾ അരച്ചിട്ട് മുസ്ലിംസും മാമുക്കോയും ബാക്കിയുള്ളവരും ബോധമില്ലാണ്ട് പറയിപ്പിച്ച് പറയണവർ. ഇവിടെ ആരെങ്കിലും പറയിപ്പിക്കണ്ട. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാർ പറയോ? ഇല്ല. ഷോർട്ട്സ് വാക്കുകൾ പറഞ്ഞവരെന്താ? നിങ്ങൾ ഞാൻ ക്യാൻഡിസ്റ്റും കൊഡിസ്റ്റും പ്രിഡിസ്റ്റും ഡ്രഗ് അഡിസ്റ്റും എല്ലാ വക ക്ഷീണവും പാവം നടക്കണവർ. അവരാണ് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ, ചിന്താഭാരം കൊണ്ടുള്ളവർ, തലയ്ക്ക് സുഖമില്ലാത്തവർ, പ്യൂരോന്നും നടക്കണവർ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം, ലോകമൊത്ത് കേൾക്കേണ്ട അതും ചെയ്യും. മനസ്സിലാവണ്ട? അതിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ അപ്പോഴേക്കും മറന്നു കാര്യങ്ങൾ. ഇന്നലെ രാത്രി 10:30 തൊട്ട് 5:30 വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം സാധാ രീതിയിൽ വന്നു. അപ്പോൾ ധൈര്യത്തോടെ തന്നെ വന്നത്. തമാശ ഒരു ഉള്ളിൽ ചിരി വരും. നിങ്ങൾ മുഖത്ത് സംസാരിക്കാണ്ട് ഒരു വെടുത്തം ഒപ്പിക്കണം. ആ സമയത്ത് ഒരു വെടുത്തം ഇരന്ന് കൂട്ടി വാങ്ങാനായിട്ട് തോൽക്കാനായിട്ട് ഒരുപെട്ടിരിക്കണം വിഡ്ഢികൾ. മനസ്സിലാവണം? ഇവിടെ 10 മൈക്കും വെച്ചിട്ട് 10 മൈക്ക് വെച്ചത് തന്നെ അതിൻ്റെ വലിയ മാഗ്നിഫൈഡ് സ്പീക്കറും ഇത്ര ഫോൺ സ്പീക്കറും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ജൂബിലി മിഷൻ വരെ കേൾക്കും. ഇത് ഇവിടെ വെച്ച് പറഞ്ഞ റൂമിൽ ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ. മനസ്സിലാവണ്ട? ഇത് റെക്കോർഡിങ്ങാണ് ചെയ്യണേ. നിന്റെ വിഡിത്തത്തിന് വരുത്തിക്കാനുള്ള അതിന് വേണ്ടിയാണ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയണേ. മനസ്സിലാവണ്ട? അതിനർത്ഥം നിന്റെ MDMA ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടതല്ല. MDMA കുറിച്ച് നടക്കുന്നവരാണ് MDMA പറഞ്ഞ് നടക്കുന്നവർ. MDMA ശബ്ദങ്ങളും വൃത്തികെട്ട വാക്കുകൾ ഞാൻ സോഷ്യൽ വാക്കുകൾ പറഞ്ഞ് വൃത്തികെട്ട് ഗോസിപ്പിക്കല്ലേ, അത് അവരെ ചെയ്യുക. അത് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് അവർ കേൾക്കേണ്ട കാര്യമില്ല. മനസ്സിലായാലോ? ഞാൻ കേൾക്കണമില്ല. മനസ്സിലാവേണ്ടത് എനിക്ക്. ഇത് റെക്കോർഡിങ് ചെയ്യാൻ കാരണം ആ സ്പഷ്ടമായ രീതിയിൽ പറയണതുകൊണ്ട് ഇതിൽ പറയുന്നതാണ്. നേരിട്ട് കാക്കി ഇട്ട MDMA ഡ്രഗ് അഡിക്ഷൻ നടക്കണ ആക്ടിങ് ആണ്, ഫേക്ക് സിറ്റുവേഷൻ ആണ്. അവരോട് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയും, ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷനാണ്. മനസ്സിലാവണ്ട? ഇവിടെ വിവരമുള്ള കാര്യങ്ങളാണ് പറയണേ. നിന്റെ പോലെ ശോഷിച്ചത് വൃത്തികേടും കഴിച്ച് ഡിസ്കസ് ചെയ്ത് തലയ്ക്ക് സുഖമില്ല പെൻറ്റിക്സ് പറഞ്ഞിട്ട് തലയ്ക്ക് ബോധമില്ലാണ്ട് കിടന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് അട്ടൻസ് ചെയ്ത് സ്വയം മരുന്ന് കൂട്ടി വാങ്ങണം പോലെ അല്ല അത്. മനസ്സിലാവണ്ട നിനക്ക്? ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല. ഇത്ര പാൻറ് ഷർട്ട് ഇത്ര ഉയരണ്ടായിട്ട് ഈ നിറകെട്ട വിവരമില്ലാത്ത ശിഖണ്ഡികളെയും മൃഗങ്ങളെയും വൃത്തിഹീനമായ മൃഗങ്ങളെയും ചെടുങ്ങളും മന്ദബുദ്ധികളെ ആരാധിക്കാനാണ് നിങ്ങൾ പടു വിഡ്ഢികളാണ്. ജനിച്ചതോ കുറ്റം, നിരങ്ങി നീങ്ങുന്നതോ തെറ്റ്. വേസ്റ്റായിട്ട് ആത്മാവിൽ പുനർജന്മമില്ല നിങ്ങൾക്കറിയാം. ഒരു കാര്യം അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ആരും സാധാരണ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് എന്തെങ്കിലും എടുത്താണ്ട് പെട്ടെന്ന് ഇതിനെ ഇവിടെ ആരും അങ്ങനെ കാടെന്ന് വിളിക്കാൻ എന്തെങ്കിലും അത് ബാക്കി മീനിങ് പറയണ്ട, അത് പറയാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആരാണ് നല്ല പറയുള്ളൂ. അവിടെ നിന്നെ തന്നെ പറയണേ എന്ന് പറയുമോ? ഇല്ല. ഇത് ബോധത്തോടെ പറയണതായിട്ട് അധികം കളിക്കരുത്. വേറെ വിഡിത്തത്തിൻ്റെ ബാക്കി ഞാൻ ഗോവയും തെലുങ്കും അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം ലാസ്റ്റ് വരെ പറയാം. എത്ര ബോധക്കുറവുണ്ട് നിനക്ക്? വല്ല ഹിന്ദിക്കാർ ഇത് പറയുമോ? നിങ്ങൾക്ക് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാം. ഞാനും കേട്ടു, എനിക്കറിയില്ല ഒരു സുപ്രഭാതത്തിൽ പറയാം, എനിക്കറിയില്ല ആരെക്കുറിച്ച് പറയണേ. ഒരു മുഖം കണ്ട തിരിച്ചറിയില്ല എന്ന് ചോദിച്ചപ്പോൾ മുഖം തിരിച്ചറിയില്ല. നമ്മൾ മുകളിൽ ഒരു ഹാരിസ് ഉണ്ടായിരുന്നു, പിന്നെ ഹാരിസ് മറ്റേത്. അത് ശരി, നിങ്ങൾ പുറത്തേക്ക് പോകാം. ശരി. അപ്പം നിങ്ങൾക്കുള്ള കാര്യം അറിയില്ല, നിങ്ങൾക്ക് ധൈര്യമില്ല. ധൈര്യമില്ലാത്തവർ പേടി തുറമാരിക്ക് തന്നെയല്ലേ പറയാം. അവർ ഡ്രഗ് അടിച്ച് കൊടുത്ത ടൈം ചിന്തമാരൊക്കെ ആയിട്ട് ഒരു 40 വർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പെടും.
മനസ്സിലുണ്ടോ? ഗുഡ്ക കഴിച്ചവർ ഇത് പറയില്ലേ, സ്വന്തമായിട്ട് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാറിയില്ല, ബോധത്തോടെ എന്തെങ്കിലും ചെയ്യാറിയില്ല, തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, പങ്കുവയ്ക്കാതെ അറിയില്ല. നീ വൃത്തികെട്ട ഒരു ലാംഗ്വേജ്, നീ എനിക്ക് ഫീസ് തരണ്ട. ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം പറഞ്ഞു, എന്തെങ്കിലും പങ്കുവയ്ക്കാൻ സ്നേഹിക്കാതെ പറഞ്ഞു. ഇവിടെ സ്പിരിച്വൽ പ്രൈഡ് ഞാൻ പറഞ്ഞു, നീ എനിക്ക് ഫീസ് തരണ്ട, ഞാൻ നിന്റെ മാഷാവാനായിട്ട്. വാക്കുകൾ സൂക്ഷിച്ചു വയ്ക്കുക. ഏത് വയസ്സന്മാരായാലും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പക്വതയിലാണ് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണെങ്കിലും. ഡ്രഗ് പറഞ്ഞാൽ ഗുഡ്ക, സിഗരറ്റ്, ബീഡി, ബാക്കി എല്ലാ കുപ്പികളും പെടും, കള്ളും. മനസ്സിലാവണ്ട? നീ എനിക്ക് കാശ് തരണ്ട, ഞാൻ നിന്റെ മാഷാവാനായിട്ട്. ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്തവരുടെ ഇവിടെ ആ ഒരു പ്രസൻസിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത പ്രസൻസ് ഞാൻ ബാക്കി പറയാം. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് റെക്കോർഡ് പറയുമ്പോൾ, അതിനു വേണ്ടി വരുത്തിക്കാൻ വേണ്ടി പറയുമ്പോൾ, അതിനു വേണ്ടി ആണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് പറയുമ്പോൾ, MDMA കോണങ്ങളൊന്നും എനിക്ക് ഈ ശബ്ദങ്ങളും കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത് കഴിച്ച് നടന്നതല്ല. ഒരു പരീക്ഷയെ തോറ്റുകൊണ്ട് ധൈര്യമാണ് നടന്നു, അതുപോലെയല്ല. നീ പേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നീ തന്നെ പെടും. നിന്റെ ശോഷിച്ചാവസ്ഥ നിന്റെ ശോഷിച്ചാവ്. ഞാൻ ഇങ്ങനെ ധൈര്യം ഇല്ലാണ്ട് ആരെക്കുറിച്ചും എന്നെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ച് പോലും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റേറ്റ്മെന്റ് പറയണേ. സ്റ്റേറ്റ്മെന്റിൽ പറയണ അർത്ഥമുണ്ട്. മായും വക്കീൽമാരും MDMAയും മാമുക്കോയ ഇത് പറയില്ല. അവർ മെറ്റീരിയലിസ്റ്റിക്കാണ് പറയണേ. ഇവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വല്ല പറയണ്ട. ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പറയണത്. ദ്രവ്യാഗ്രഹം, ദ്രവ്യകൾ എന്തെങ്കിലും കുറിച്ച്, ഡ്രഗ് അഡിക്സിൻ്റെ എന്തെങ്കിലും അതിനെക്കുറിച്ച്, അതാണ് ഞാൻ പറയണത്. ഇവിടെ ഡൈവോഴ്സ് അതിനെക്കുറിച്ചാണ് പറയണത്. അവൻ ഡൈവോഴ്സ് ചെയ്തു, അവൻ പിൽസ് കഴിച്ചു, അവൻ അബോർഷൻ ചെയ്തു. നീയും ഡ്രഗ് അടിച്ച് നടന്നോ, ഞാനും ഡ്രഗ് അടിച്ച് നടക്കാം, നമുക്ക് വിലയിലാണ് ചാവും. നീ കുറേ നാൾ ഞാൻ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. നീ ഛർദ്ദിക്കണ പോലെ പറയും. കുറേ നാൾ നീ ചത്ത് കഴിഞ്ഞാൽ ഞാൻ അട്ടസിരിക്കും, ഞാനായിരുന്നു ഒട്ടിച്ചാകും. എന്തിനിപ്പോൾ ജനിച്ചിട്ട് എന്തിനു കാര്യം? ഇങ്ങനെയാണോ ഞാൻ പറയണേ? ഞാൻ പറയുന്നത്, നീ എന്തിനാണ് ജനിച്ചിട്ട്, നീ വിവരമില്ലാത്ത വൃത്തിഹീനമായ ശിഖണ്ഡികൾ അരച്ചിട്ട് നീ ജനിച്ചിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് ഞാൻ പറയാം. നിന്നോട് ജനിച്ചിട്ട് നീ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് നീ ജനിച്ചിട്ട് വല്ല കാര്യമുണ്ട്, ചത്തോ? അങ്ങനെയാണ് പറയണേ. ഞാനും ഡ്രഗ് അടിച്ച് നടക്കാം, ഗുഡ്ക അടിച്ച് നടക്കാം, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഉള്ള കാര്യം, ശരിക്കുള്ള കാര്യം പറയുമ്പോൾ അതറിയില്ല. ഒരു കാര്യം ഒരു ലെവൽ വെച്ച് സമീപം ലെവൽ വെച്ച് ചോദിക്കും, അതിനനുസരിച്ച് പറയണ രീതി പറയണത്. ഇവിടെ 3-4 മൈക്കും വെച്ച് സ്പീക്കർ മാഗ്നേഷൻ ഇവിടെ നമുക്ക് കേട്ടോ. ഞാൻ ലോകം മൊത്തം കേൾക്കണം, അവിടെ വരെ കേൾക്കണം പോലെ ലോകം മൊത്തം കേൾക്കും. ആവശ്യമില്ലാത്തൊരു പ്രസൻസ് ഇല്ല. ഇവിടെ ബാപ്റ്റിസം ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റി റോമൻ കാത്തലിക് അല്ല, ഹിന്ദുസ് അല്ല, മുസ്ലിംസ് അല്ല. ശരിക്കുള്ള ബാപ്റ്റിസം ചെയ്തിട്ട് എല്ലാ കൊറോണയും ആ ഭാഗത്തൊക്കെ എല്ലാ ചേഞ്ചസും അതിനനുസരിച്ച് പറയട്ടട വെടി അതിനനുസരിച്ച് വന്നിട്ട് ശിഖണ്ഡികളെ ആരാധിക്കണവരെ ക്രിസ്ത്യാനിറ്റിയുടെ സയൻസൊക്കെ ഉഷാറായി കാണിക്കുമോ? വൃത്തികെട്ട ഫേക്ക് പേരുകളുള്ളവർ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് ബാപ്റ്റിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും നോക്കിയിരിക്കേണ്ട കാര്യം? ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാ. ഇവിടെ ഈ റൂമിൽ ഞാൻ അവിടെ നിന്ന് പറയാനില്ല, വേറെ ഈ റൂമിൽ ഈ ചെറിയൊരു റൂമിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഹിന്ദുസും ഇങ്ങനെയുള്ള വൃത്തികെട്ട മാനോന്മാരും പറഞ്ഞിട്ടുണ്ട്. എത്ര പാൻറ് ഷർട്ട് ഇട്ടിട്ട് വായിന്ന് വൃത്തികേട് പറഞ്ഞു തന്നിട്ടും വായിന്ന് വളി വിട്ട നാവും വെച്ച് നടക്കണ, വളി വിട്ട മോന്തി കൊണ്ട് നടക്കണ, സോ തന്തേനെയും തള്ളേനെയും മക്കളെയും കൊല്ലിക്കണ ആയിരുന്നു കുട്ടി പറഞ്ഞു. നിങ്ങൾ ശരിയെ പറയണ, ഞാൻ പറയില്ല, നിങ്ങൾ ശരിയല്ല എന്ന് പറയില്ലായിരുന്നു. നിങ്ങളെ ഹിന്ദി കുട്ടികൾ വായിന്ന് വളി വിടുന്നെന്താ? നിങ്ങളെ പോലത്തെ വളിഞ്ഞ ശിഖണ്ഡികളെ ആരാധിക്കണ ചിടുങ്ങളെ വരെയല്ലേ ഈ മാനോന്റെ കുണ്ടി നോക്കാൻ പോകുന്നത് അല്ലേ? വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കണവര് അല്ലേ? ശരിക്കുള്ള കാര്യമല്ല പറയണേ. ഞാൻ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടന്നത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങളെന്താ പറയാ, മാനോൺ ഏറ്റവും വലിയ ദൈവമെന്നല്ല പറയാ. ഈ വൃത്തികെട്ട ചാവാൻ കിടക്കണ ഈ ശവത്തിന് ആരെയും ദൈവം എന്ന് പറയുമോ? അതിന്റെ ഭാര്യയുടെ വായിന്ന് വളി വിട്ട നാവ് വരുന്ന കണ്ടുണ്ട്. അതിന്റെ മോന്റെ റിലോ സൈമന്റെ അണ്ടി ചെറുതായ മോത നോക്കി സീജറയുടെ സ്വയം പേടിച്ചാവുന്നത്. ഞാൻ എന്ത് സ്നേഹം കൊടുത്താൽ തിരിച്ച് പ്രതീക്ഷയാണ് സ്നേഹിച്ചാലും പറയേണ്ടത് പറയും. അല്ല അപ്പം പറയണ കാര്യമല്ല പറഞ്ഞത്, പിന്നെ പറയേണ്ട കാര്യമല്ല പറഞ്ഞത്. ഇത് റെക്കോർഡ് ചെയ്യും കൂടിയാണ്. മനസ്സിലാക്കുള്ള ബോധമല്ലേ? നിന്റെ വായന വളി വിട്ട നാവാണെങ്കിൽ ഞാൻ പിന്നെ പറയാതിരിക്കുമോ? ഞാൻ നിന്നെ അങ്ങോട്ട് ഒന്നും പറഞ്ഞ് ഇവിടെ ഫ്ലാറ്റിലും ഇവിടെ താഴെ നിന്നെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാണ്ട് നീ ഓരോ വളി വിട്ട നാവ് പറഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാണ്ട് വേറെ ആരെയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് പിന്നെ പറയേണ്ടത്? മുഖത്തേക്ക് സംസാരിക്കാൻ ധൈര്യമില്ല നിനക്ക്? ഒരു കാര്യം ഫുള്ളായിട്ട് ഇന്നലെ 10 തൊട്ട് 5 വരെ കണ്ടു. വീണ്ടും ആ വളി വിട്ട നാവ് ഉപയോഗിക്കണ കാര്യം എന്തത്? ഒരു ധൈര്യത കൂട്ടി വാങ്ങിയ ശവങ്ങൾ മനിയും അതിനൊക്കെ പറഞ്ഞിരിക്കാൻ നാണാവില്ലേ?
ഇടയ്ക്ക് അവരുടെ മോന്ത നീ കാണണ്ട. നിന്റെ ഭാര്യയുടെ മോന്ത വൃത്തികെട്ട കുരുട്ട് ഫേക്ക് പേരുള്ള ജൂൺ 22 ജൂൺ ജനിച്ച ഏത് ഫേക്ക് ജനുവരി 1 ഏതോ വൃത്തികെട്ട മോന്തയാണ്, കറുത്ത ആദിവാസിയാണെങ്കിൽ അതാണ് ഞാൻ. കുരുട്ട് ശവങ്ങളുടെ മോന്തയാണ് എൻ്റെ. ബാക്കി പറയാൻ വരുമ്പോഴും ഇപ്പോൾ ഒരു കാര്യം ആരെ പറയണം എന്താ പറയണം മനസ്സിലാക്കുന്ന ബോധമല്ലേ? ഒരു വീഡിയോ പ്രൂഫ് കൊണ്ടുവാ, അപ്പൊ എനിക്ക് ആ ബാക്കി എല്ലാം കൂടി ചകഞ്ഞ് എടുത്തങ്ങോട്ട് പറയാം. അവൻ്റെ ഷിജിനും മാമുക്കോയും ബെല്ലടിച്ച് കുടിച്ച് ഡ്രഗ് തലേദിവസം വന്ന് കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡിയും സിഗരറ്റ് വെച്ചിരിക്കും. ഒരു സ്പഷ്ടമായിട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിത്താ. എടാ ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ശരിക്കുള്ള കാര്യം കേൾക്കുമ്പോൾ വൃത്തികെട്ട റോമൻ കാത്തലിക്സ്, വൃത്തികെട്ട പാദ്രികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ വിഗ്രഹങ്ങൾ ആരംഭിച്ച റോമൻ കാത്തലിക്സ്, ക്രിസ്ത്യാനിറ്റി അല്ലാത്ത ഹിന്ദുസും റോമൻ കാത്തലിക്സും മുസ്ലിംസും ഇവിടെ ഇരിക്കേണ്ട പ്രസൻസിന്റെ ആവശ്യമില്ല. പോയി ചാവാൻ നോക്ക്. 30 ബില്യൺ ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഭൂമിക്ക് ഭാരമായിട്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യമില്ല എവിടെയാണെങ്കിലും. 2 ബില്യൺ പെന്തക്കോസ്തും യഹൂദിയരും യഹൂദി ക്രിസ്ത്യൻസും ഉണ്ട്, അത് ഏറ്റവും പെർഫെക്റ്റ്. മനസ്സിലാവണ്ട? നിന്റെ പോലെ വിപരീതം ചെയ്യണം. ബൈബിൾ ഇല്ലാതെ വല്ല തലക്ക് സുഖമില്ലാത്ത നിന്റെ കൂടെ MTN പഴി നടക്കണവർ ഇത് പറയില്ല. ഇവിടെ 3 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്നോളൂ എന്ന് പറയാം. അല്ല നിങ്ങൾ ഇവിടെ കുറെ നാളുണ്ടായിരുന്നു 3 വർഷം. ഓ ഞാൻ കുറെ നാളുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയോ ഞാൻ ഇവിടെ കുറെ നാളുണ്ടായിരുന്നു എന്ന്? ആ അറിയാം, ഞങ്ങൾക്ക് അറിയാം. അന്ന് അറിയാണ്ട് അങ്ങ് 3 വർഷം അതിനൊക്കെ ഒന്ന് സാധാ രീതിയിൽ വന്ന് സംസാരിക്കാൻ അറിയില്ലേ? ഞാനാണോ നിങ്ങൾ ഒളിച്ച് നോക്കുന്നത്? ആ ഇപ്പോഴാണോ 3 വർഷം പലപ്പോഴും ഞാൻ ബെല്ലടിച്ച് തോണ്ടി സംസാരിക്കാൻ ഹാരിസ് ഭയങ്കര ധൈര്യം ഇല്ലാത്തതാണ്, ശരിക്കുള്ള കാര്യം മനസ്സിലാക്കാൻ അറിയില്ല. അപ്പൊ എന്തൊരു ചെയ്യേണ്ടത്? പെണ്ണും പിലിച്ച അബോർഷനും പ്രഗ്നന്റും അബോർഷനും ഇത് പറയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായി. യൂട്രസും കുടിച്ചിട്ട് ചക്ക കെട്ട് നടക്കാനില്ലാണ്ട് അപ്പൊ പറയാ. അപ്പൊ എങ്ങനെ പറയാ? ഹിന്ദി കുട്ടികളത് പറയോ? മലയാളി MD ഇപ്പൊ തന്നെ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ പറവിയുണ്ട് നിനക്ക്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ പറ്റാണ്ട് തൂറാൻ പോയിട്ട് എല്ലാ ദിവസം മണിക്കൂറും തൂറാൻ പോയിട്ട് പുലർച്ചെ ഇരുന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണേ, അല്ലെ ഇതിന്റെ ഡ്രഗ് അടിച്ച് നടക്കണ തലയ്ക്ക് സുഖമില്ലാത്തവരെ കുറിച്ചല്ല പറയണേ, അവരുടെ തെറ്റിനെ കുറിച്ച് പറയണം. അല്ല ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരെ ഏറ്റവും ധൈര്യമുള്ളവരെന്നല്ല പറയണത്. വെഡ്ഡികളായിട്ട് ഇതുള്ളവരെ കുറിച്ച് പറയാൻ ചെയ്യും. വെഡ്ഡികൾ ആൾക്കാരായിട്ട് ഇതില്ലാത്തവര്. മനസ്സിലാവണ്ട? അപ്പൊ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അമ്മ സാധാരണ രീതിയിൽ ഇപ്പൊ 3 വർഷം നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഭയങ്കര അറിവാണ് അല്ലേ? ഓ ഞാൻ ഇപ്പൊ ആരെ കുറിച്ച് പറയണേ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങള് അപ്പൊ ഞാൻ പറയാം എനിക്കറിയില്ല നിങ്ങൾ ആരെ കുറിച്ച് പറയണേ എന്നാ ഞാൻ ചോദിക്കുള്ളൂ. ഞാൻ അങ്ങനെ അന്ന് തൊട്ട് അങ്ങനെയാണ്. ഞാൻ പറയാം എന്നെ കുറിച്ച് എന്നെ അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെയും ബാക്കിയുള്ള പറയട്ടെ ഇതൊക്കെ പറഞ്ഞാണ്ട് ഇനിയും കണ്ടിന്യൂറ്റി ആയിട്ട് എന്താ പറയണത്? ഇപ്പൊ ഒരു ഇതിൽ അവിടെ നിൽക്കരുത്. ഇത് എവിടെ വരെ ചിന്തയുടെ എവിടെ വിചാരം എവിടെ ഏത് തോത് വരെ പോകണമെന്ന് മനസ്സിലാക്കാം. എന്തായാലും നിർത്തി പറയണമെന്ന് മനസ്സിലാക്കാം. അധികം ഒന്നും പറയാനില്ല, അത് പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് നിങ്ങൾ വരാത്തത്. ഇപ്പം നിങ്ങൾ ബെല്ലടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാരിസ് എല്ലാം ചോദിച്ചാൽ അപ്പം ഏത് ഹാരിസ്? 3 വർഷമായില്ലേ? അപ്പം വർഷമല്ലേ? ഏത് ഹാരിസ്? മുകളിലൊരു ഹാരിസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുഖം മനസ്സിലുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മറ്റോ എക്സലൻസ് പറഞ്ഞാൽ മറ്റേ ഹാരിസ് മറ്റേ ഷാർഖാൻ കൈ ഷാർഖാൻ കൈ ശരിയാ ഭയങ്കര ശരിയുള്ള കാര്യങ്ങൾ പറയണേ. ഫേക്ക് പേരും ഫേക്ക് ബർത്ത് റേറ്റും ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ചെറിയ കുരുന്ന മന്ദബുദ്ധികളോ ബോധമില്ലാത്തവര് ശരിക്കുള്ള അവർ പറഞ്ഞ കേൾക്കില്ല. വിപരീതം ഡ്രഗ് അഡിക്ട്സ് പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് റേപ്പ് ചെയ്യണം അവരായിട്ടൊക്കെ അഭിനയിക്കും, എന്നിട്ട് ഇല്ലാണ്ടാവും. ഡ്രഗ് അഡിക്ട്സ് മാത്രം പറഞ്ഞു തന്നാലേ പറയുള്ളൂ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാറിയില്ല. അപ്പൊ അത് പിന്നെ എന്താന്ന് എന്ത് വേറെ എന്തൊക്കെ പറയാനുള്ളേ? നാച്ചുറൽ ആയിട്ട് പേരെന്ത് ഫേക്ക് ബൂസ് അഭിനയിച്ച് കാണിക്കുന്നത് പറപ്പിച്ച്
വിവരമില്ലാത്ത വാക്കുകൾ പറയും താങ്കളുടെ ഷോർട്സ് ഡിസ്കസ് ചെയ്യാണ്ട്. ഓ ശരി. ആ ആ ആ അറിയാം. ഇപ്പോഴെ പറ്റിയുള്ള പറയാൻ. അപ്പം പണ്ടൊക്കെ എന്തായിരുന്നു കുഴപ്പം പറയാനായിട്ട്? അപ്പം അതിന് വൈകുന്നേരം ഓ മറ്റേത് ആ ശരി ബാക്കി 91 90s 2000 2005 മനക്കളെ ശരിയാ ശരിയായിരുന്നു അതൊക്കെ ശരിയാ. ഇവരോടൊന്നും ചെയ്യാൻ തോന്നില്ല. ആ ശരി ശരി അതൊക്കെ നിങ്ങളുടെ ലാസ്റ്റ് ഞാൻ ചിലപ്പോൾ ശരി പറയാം അതൊക്കെ നിങ്ങളുടെ തോന്നലൊക്കെ ആയിരിക്കും. ശരി പൊക്കോ അവിടെ കുറഞ്ഞ ഇതിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വീട് മാറിക്കും. ഓക്കെ ശരി ഇത്രേ പറയുള്ളൂ. അതുകൊണ്ട് പറയും എനിക്ക് എന്നെ എല്ലാവരും അറിയണം നിർബന്ധമില്ല. അതുപോലെ ഞാൻ യേശു അല്ലാണ്ട് ഒറ്റയ്ക്ക് ഫീലിങ്ങും ആവരണയാണ്. അല്ലാണ്ട് ഒറ്റയ്ക്ക് ഫീലിംഗ് ധൈര്യമാണ്ട് കുടിച്ച് നടക്കണം. വിഷമം വരണവരും ക്ഷീണം വരണം പെട്ടെന്ന് ഡ്രഗ് അടിച്ച് കുടിച്ച് അവിടെ ഒരു അടിയുടെ അവിടെ പെടും. മനസ്സിലാവണ്ട. അതുകൊണ്ട് നിന്റെ MDMAയും വൃത്തിയായിട്ട് കുരുട്ട് മോന്തയും കുരുട്ട് ബുദ്ധിയും വളിവിട്ട മോന്തയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചിലവാവില്ല. മനസ്സിലാവും. ഒരു ബോധത്തോടെ ചെയ്യണ കാര്യങ്ങളാണ്. ബോധത്തോടെ ഡിസ്കസ് ചെയ്യുക, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ബോധത്തോടെ ഡിസ്കസ് ചെയ്യുക. അല്ല ചതി ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നത് അങ്ങനെയില്ല. ബോധത്തോടെ ഭക്ഷണം ഉണ്ടാക്കുക, ബോധത്തോടെ ഷോപ്പിംഗ് ചെയ്യുക, ബോധത്തോടെ ശോഷിച്ച വാക്കുകൾ പറയാണ്ട് സ്കൂളിങ് നടത്തുക, ബോധത്തോടെ കുക്കിംഗ് ചെയ്യുക. ബാക്കി എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കുക, വളർത്തി കൊണ്ടുവരിക, തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, പങ്കുവയ്ക്കുക. അതാണ് വരേണ്ടത്. മനസ്സിലാവുണ്ടോ? ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുക. വിവാഹത്തിൻ്റെ ഉടമ്പടി അല്ലെ നീ മഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആവണമെന്നില്ല. മനസ്സിലായ? നീ മഞ്ഞാണെങ്കിൽ നിന്റെ വായിന്ന് സ്ലറി സ്പീച്ച് വരാം. സ്ലറി സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം ബന്ധം അതിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവും. സ്ലറി പറയിപ്പിച്ച് പറയണതാണത്. ഇവിടെ പറയിപ്പിച്ച് ആരോട് പറഞ്ഞിട്ടും ഇല്ല, പറയിപ്പിക്കാണ്ട് പറയുന്നതാണത്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് ഷിജീനും മാമുക്കോയും 5 അടി 6 ഇഞ്ചുള്ളവരും അങ്ങനെയുള്ളവർ ഇവിടെ പേടില്ല. അബോർഷൻ ചെയ്ത് നടക്കണവരും പിലിസും ഡൈവോഴ്സ് ചെയ്ത് നടക്കണവരും. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? അത് ശരിക്കുള്ളത് നല്ല ബോധ്യത്തോടെ ധൈര്യത്തോടെ ചെയ്യേണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്ത് നടക്കണം. അത് ഇവിടെ നടക്കും ചെയ്യും. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ആ നടക്കും. നടന്നില്ലെങ്കിൽ ഓക്കെ, നടന്നാലും ഓക്കെ. മനസ്സിലായി? ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി, പക്ഷേ പിന്നെ നമുക്ക് ഒരു സമയം നമുക്ക് വേണ്ട, നമുക്കത് വേണ്ട. പിന്നെ തോന്നാണ്ടിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിച്ച് വരണ രീതിയും ബോധത്തോടെ ചെയ്യുന്നതും വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുലർച്ചെ 3 മണിക്ക് ഈ വഴിക്കൂടെ പോകുമ്പോൾ ഹോൺ അടിക്കണവർ. പുലർച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോഴല്ല വഴിക്കൂടെ വലിയ ഹോൺ അടിക്കുക എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത്. അതിനർത്ഥം എന്താ? അവർക്ക് തലയ്ക്ക് MDMA ആണ്, തലയ്ക്ക് സുഖമില്ലാന്ന്. അതും കുറേ കാര്യങ്ങൾ, അത് വേറെ ഞാൻ പറയാം. അപ്പോൾ എന്താണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഇങ്ങനെയുള്ള നിങ്ങൾ ഇപ്പോഴാണോ ഞാൻ പറഞ്ഞു നിങ്ങൾ അന്ന് സാധാ രീതിയിൽ സംസാരിച്ചോടെ നിങ്ങൾക്ക് മുമ്പേ അറിയണം. അപ്പം ഇപ്പോഴാണ് നിങ്ങൾ അറിയണം. നിങ്ങൾ ഇപ്പോഴാണ് ഇൻക്വിലാബ് സിന്ദാബാദിൻ്റെ മീനിങ് ഞാൻ അങ്ങനത്തെ വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കാത്ത കാരണം ഷിഗണ്ഡികളെ ആരാധിച്ചിട്ട് ഹിന്ദി കുട്ടികളുടെ പോലെ മലയാളി MDMAകളുടെ പോലത്തെ വൃത്തിഹീന ഷിഗണ്ഡികളെ ആരച്ചിട്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കാത്ത കാരണം ഞാൻ അതിനെക്കുറിച്ച് മീനിങ് ഞാൻ പിന്നെ വൈകിട്ടാണ് അതിൻ്റെ മീനിങ് നോക്കിയത്. അത് നിങ്ങളതിനെ കണ്ടു. അപ്പം നിങ്ങൾക്ക് ശരിക്കുള്ള ജീവിക്കാൻ അർഹത നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നേരെ വിപരീതമായിരുന്നു. ഞങ്ങൾക്കായിരുന്നു കൂട്ടി വാങ്ങുന്ന ഇഷ്ടം, ഡ്രഗ് അടിച്ച് നടക്കുന്നത് തന്തേനെ തള്ളയെ മക്കളെ ആയിരുന്നു കൂട്ടി MDMA കഴിപ്പിക്കുന്ന ഇഷ്ടം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇൻക്വിലാബ് സിന്ദാബാദ് അല്ല, നിങ്ങൾ വേറെ മുർദാബാദ്. നിങ്ങൾ ഫുൾ തംസ് ഡൗൺ ആണ്. മനസ്സിലാവണ്ട? അത് ഇൻക്വിലാബ് സിന്ദാബാദായിട്ട് കണക്ക് കൂട്ടില്ലേ. പിന്നെന്താ പറഞ്ഞേ? അപ്പം അത് പറയട്ടെ. ഓ നിങ്ങളപ്പോൾ വെഡി പ്രൂഫായിട്ട് വന്നു, നിങ്ങളതിനെ ഒളി നോക്കുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങളതിനോട് ശരി ഇവിടെ ക്യാമറയോടെ ഒന്ന് കാണിച്ചെന്ന് എവിടെയാന്ന്? ഇവിടെ ഒന്നും കാണില്ല. അതൊക്കെ ഉണ്ട്. ഓ അപ്പം അതൊക്കെ ശരി. അപ്പം ഇത്ര നാള് പെന്നും ഷീനൊന്നല്ല. മനസ്സിലാവണ്ട? ഓ അങ്ങനെ ഞാൻ ഇവിടെ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാ. അതുപോലെ ഞാൻ പറയായിരിക്കും. അപ്പോൾ ഒളിഞ്ഞ് നോക്കണത് ഞാൻ നിന്റെ തൂർന്ന് മുളന്ന് ബാക്കി പറയട്ടെ. ഇവർ തുടക്കം മാത്രം നീ കേട്ടിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ തൂർന്ന് മുളന്ന് നോക്കിയിരിക്കണ്ട ഇല്ല. നീ എൻ്റെ തൂർന്ന് മുളന്ന് നോക്കിയിരിക്കുന്നുണ്ട്. നീ എൻ്റെ മൊബൈൽ ഞാൻ പറയട്ടെ, ബാക്കി എല്ലാം കൂടി പറയട്ടെ. നീ എൻ്റെ മൊബൈലും അവിടെ തുടക്കം വരെ എത്തും. നീ എൻ്റെ മൊബൈലത്തെ പാസ്വേഡും ഒളിഞ്ഞ് നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ മൊബൈലും പാസ്വേഡും ഒളിഞ്ഞ് നോക്കണ്ട. പെണ്ണായാലും ആണായാലും ബോയാണെങ്കിലും ഗേളാണെങ്കിലും ഒരാളും എല്ലാവരും അറിഞ്ഞിട്ടും ഇവിടെ എല്ലാവരും അറിയുന്നുണ്ട്. എന്നിട്ട് എന്നെ അറിയിക്കാണ്ട് ഒളിഞ്ഞ് നോക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. എൻ്റെ തെറ്റാണോ? ഞാൻ നിങ്ങളെ ഒളിഞ്ഞ് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ തൂർന്ന് മുളന്ന് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ആലോചിച്ചല്ലേ? നിങ്ങളുടെ മൊബൈൽ പാസ്വേഡൊക്കെ ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എപ്പോഴും നിങ്ങൾ മൊബൈലൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ
നിങ്ങൾ പറയും അയ്യോ എൻ്റെ മൊബൈൽ പോയി ആര് കൊണ്ടുപോയെന്ന് അറിയില്ല, ഒളിഞ്ഞ് നോക്കിയത് ആരാന്ന് എനിക്കൊന്നും അറിയില്ല എന്നല്ലേ പറയുള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവം എനിക്കറിയില്ല, പോയി പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് ചെയ്യും, ആരാന്ന് പോലീസിക്ക് അറിയില്ല എന്നറിയാം, നിങ്ങൾ മറച്ചു വെക്കണോ, അതിനല്ലേ പറയുള്ളൂ. അപ്പം നിങ്ങളായിട്ട് നിങ്ങളെ വെഡി പ്രൂഫായിട്ട് കൊണ്ടുവന്നല്ലേ. അപ്പം ഞാൻ ബാക്കി കൂടി പറയാം, മനസ്സിലായ. അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഇപ്പോൾ ഛത്തീസ്ഗഡ് ഇംഗ്ലണ്ടിൽ പോയി, അത് പിന്നെ വീട്ടിൽ 3 പേര് വന്നിട്ടുണ്ട്, പിന്നെ പുറത്ത് എവിടെ പോയപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം മൊബൈൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ പറയട്ടെ. അപ്പോഴാണ് നിങ്ങൾ മുണ്ട് പൊക്കി ഓടുന്നതും കാക്കി ഇതുണ്ടല്ലോ ഫേക്ക് യൂണിഫോം, കാക്കി യൂണിഫോം, അതിൽ മൂത്രം മുള്ളി ഓടാൻ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുക. അപ്പം നേരിട്ട് പറയുമ്പോഴും കുറച്ച് നല്ല ആഗ്രഹമായിരിക്കും. ഇത് പറയിപ്പിക്കാണ്ട് പറയുന്നതാണ്. പറയിപ്പിച്ച് പറഞ്ഞ കുറേ ഡ്രഗ് അഡിക്ട്സ് ബോധമില്ലാത്തവരുണ്ട്, അതിന് കൈയടിക്കണവർ പലരുണ്ട്. അതല്ല ഫുൾ ബോധത്തോടെ പറയേണ്ട നീ കളിക്കരുത്. അപ്പം എൻ്റെ ഇങ്ങനെ മൊബൈൽ കുറവായി പോയിട്ടുണ്ട്. അപ്പം അന്നേ എനിക്ക് ഈ ഇവിടെ ക്യാമറ സ്ട്രീം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോപ്പിയും എല്ലാം ഉണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വയസ്സോട്ടും നിങ്ങൾ പറയണം. ഞാൻ പറയട്ടെ, ഞാൻ കുടിച്ചിട്ടൊക്കെ അടിക്കാനും ഷോർട്സ് വാക്കുകൾ ഫാമിലിയെ കുറിച്ച് പറയാൻ പോയിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റ്? എൻ്റെ ഭാഗത്ത് എന്താ ആൾക്കാർ ഇതിലുള്ള ഇല്ല എന്നൊക്കെ പറയുന്നത്? നിങ്ങളാണ് വിഡ്ഢികളായിട്ട് ഇതിലുള്ളതും ആൾക്കാർ ഇതില്ലാത്തതും, കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കുന്നതും തമ്മിൽ കൊലിക്കുന്നതും. ഞാൻ ആർക്കും ഷോർട്സ് അവന് ഡ്രഗ് അടിക്കില്ല ഞാൻ പറഞ്ഞു നടന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ ബോധത്തോടെ ഞാൻ ഇരിക്കുക, എൻ്റെ കയ്യിൽ ക്യാമറ കണക്ഷൻ തന്ന എന്തായിരുന്നു കുഴപ്പം? ശരി. അപ്പോൾ ഞാൻ ഈ മൊബൈലും കണക്ഷൻസ് ഇങ്ങനത്തെ കുറേ പോയിന്റ് എൻ്റെ കൈ മൊബൈൽ അന്ന് എത്ര മൊബൈൽ പോയിട്ട് എത്ര മൊബൈൽ മാറി, കുറേ കാശ് മേടിച്ചാൽ എനിക്ക് അങ്ങനെ മൊബൈൽ കളഞ്ഞ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഇങ്ങനെ ഫാമിലിക്ക് അറിയണ്ടെങ്കിൽ ഫാമിലി ക്യാമറ കണക്ഷൻ ഇതുണ്ട്, വീട്ടിലിങ്ങനെ എപ്പോഴും മൊബൈൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാൻ പറയേണ്ടത് ഫാമിലി ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക്. ഞാൻ ഫുൾ ബോധത്തോടെ ഇരിക്കണം. കുടിച്ചിട്ട് കളിക്കാൻ പോയാൽ അവരുടെ പോലെ മഞ്ഞാവാൻ പോയാൽ ഞാൻ മഞ്ഞ ആയവരാണ് കുടിച്ചിട്ട് അക്കടിച്ച് ഈ ക്യാമറ കണക്ഷൻ നോക്കിയിരിക്കുന്നത്. കുടിച്ചിട്ട് അക്കടിച്ചിരിക്കണ തലയ്ക്ക് സുഖമില്ലാത്ത MDMA കഴിച്ച് നടക്കണവരാണ് മൊബൈൽ കണക്ഷൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ തെറ്റല്ലേ? മൊബൈൽ എൻ്റെ ഒളി നോക്കുന്നുണ്ടാക്കി പാസ്വേഡ് എടുക്കുക മൊബൈൽ എടുത്തുകൊണ്ട് പോയി അവരുടെ തെറ്റല്ലേ? അവരല്ലേ തെറ്റ്, അവരുടെ പോലീസ് പഠിക്കേണ്ട, അവർ എന്തെങ്കിലും ആവേണ്ടത് ഞാനാണോ? ഇനി പറയും പോലീസ് മൂത്രം ഉള്ളി പാൻറ്റിൽ മൂത്രം ചോദിച്ചു പോകും, ഞാൻ അവർ വൃത്തിയാക്കേണ്ടി വരുമോ? എന്നാൽ നീ ചിന്തിക്കും. നീ വെഡ്ഡി പ്രൂഫ് കൊണ്ടുപോവാ, ആ സമയത്ത് വരുന്ന കൊണ്ടുവയ്ക്ക്, വെട്ടിത്തോണ്ടേക്ക്. എന്തൊരു കുഞ്ചിവാര്യര് ഷിഗണ്ടികളെ അരച്ച് കുടിച്ച് നടക്കണവരെ അബോർഷൻ ഡൈവേഴ്സാ. അതാണ് ഇവിടെ നടക്കുന്നത്. തിരിച്ചു വിളിച്ചു പറഞ്ഞു, നീ എന്തൊരു പടു വെടിയാടി. എന്തൊരു മൊബൈൽ കണക്ഷൻ നിന്റെ ഒളിഞ്ഞ ക്യാമറ നോക്കണ്ടെങ്കിൽ നീ എൻ്റെ ഭാഗത്ത് തെറ്റാ, അത് ഞാൻ നോക്കണല്ലേ. ഈ മൊബൈൽ ക്യാമറ കണക്ഷനൊക്കെ പോയിട്ട് അന്ന് ഈ ഫാമിലി പറഞ്ഞിരുന്നെങ്കിൽ കോപ്പി ഉണ്ടെങ്കിൽ അന്ന് പറയേണ്ടതല്ലേ, ഇങ്ങനെ നോക്കാം മൊബൈൽ പോയി അന്ന് നമുക്ക് നോക്കാം അവർ പറയേണ്ടതല്ലേ. മൊബൈൽ കണ്ടുപിടിക്കും ക്യാമറ എല്ലാം ഇങ്ങനെ ക്യാമറ എവിടെ ക്യാമറ കാണില്ല, അത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും, മനസ്സിലാക്കാം. എവിടെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ആ മൊബൈൽ തന്നെ തിരിച്ചിട്ടു. വേറെ പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നാ? 5 മൊബൈൽ അങ്ങനെ പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അപ്പം എനിക്കെങ്ങനെ അറിയാം ഒളിഞ്ഞ് നോക്കിയവരെ തന്നെയാണ് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ ഇവരെന്നെ നോക്കണേ, ഇവരുടെ തെറ്റല്ലത്. ഇവർ നോക്കി എൻ്റെ അടുത്ത് പറയാത്തത്. അപ്പം അന്നേ മൊബൈൽ കിട്ടി പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം തന്നെ ആ മൊബൈൽ ആരാന്ന് കണ്ടുപിടിച്ച് അവരെ പോലീസ് ഏൽപ്പിച്ച് എനിക്ക് കിട്ടിയ മതിയായിരുന്നില്ലേ? അപ്പം അന്ന് തൊട്ടുള്ള നിങ്ങൾ തെറ്റോർക്ക്, എന്നിട്ട് നിങ്ങൾ വെഡ്ഡി പ്രൂഫ് എടുത്തുകൊണ്ട് കൊണ്ടുപോകാം. പിന്നെ ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് 27 ഇയേഴ്സിൽ എനിക്ക് മൊബൈലും ലാപ്ടോപ്പ് കിട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പറയും നിങ്ങൾ വെഡ്ഡി പ്രൂഫ് കൊണ്ടുവരല്ലേ. പിന്നെ ഞാൻ മൂത്തവനായിട്ട് ഞാൻ കുടിച്ചിട്ട് അക്കടിച്ച് സർക്കിളിൽ നിങ്ങൾ മഞ്ഞ കൂന്ന് ഇവിടെ വരണല്ലേ. ഞാൻ ഷോർട്സ് വാക്കുകൾ പറയണല്ലേ. സ്പഷ്ടമായിട്ട് ബോധത്തോടെ പറയണത് കളിക്കാൻ നിന്നാൽ നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇരിക്കും. മനസ്സിലാവും നിങ്ങൾക്ക്? നിന്റെ ഗുഡ് കാഴ്ച ആത്മഹത്യ ചെയ്യണവരും റോമൻ കാത്തലിക്കും ഹിന്ദുസും മുസ്ലിംസും അല്ലേ ഇവിടെ പറയണത്. നിനക്ക് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ കേൾക്കാൻ ആരോചകം ചോർച്ചലുണ്ടെങ്കിൽ നീ ഇതൊക്കെ ഓഫ് ചെയ്ത് പൂവായി കിടന്ന് ഉറങ്ങിയിട്ട് നിന്റെ സമാധാനം ഉറങ്ങിയിട്ട് പോവാൻ നോക്ക്. ആ സമയത്ത് പോലും പറയാതിരിക്കാൻ. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും കേൾക്കാൻ ബാധിച്ചതല്ല. ഇവർ കേൾക്കണം ചൊറിച്ചിലുണ്ടെങ്കിൽ വിപരീതം ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ തൊലഞ്ഞ് ഭൂമിയിൽ തന്നെ പൊക്കോട്ടെ. മനസ്സിലാവണക്ക്? ഭൂമിയിൽ നിങ്ങൾ ഭാര്യയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ശരിക്കുള്ള കാര്യം പറയണേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നോ അതാ ശരിയെന്നല്ല ഞാൻ പറയുന്നത്. നിന്റെ വൃത്തിയുടെ പോലീസുകാർ വരെ വീട്ടിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. അത് മറന്നിട്ട് ഇവിടെയും കിടന്ന് കസറാൻ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ രീതിയിലായിരുന്നു തൊട്ടി വന്നത്.
നിന്റെ വൃത്തികെട്ട ശവമ്പലം ഉണ്ടല്ലോ അത് ഒരു കീഴ് മറിഞ്ഞ് ഇല്ലാണ്ടാവും. പ്രത്യേകിച്ച് ശിഖണ്ഡികളെ ആരാധിക്കണം സാർ. എനിക്കിത് ഫുള്ളൊരു 25 മിനിറ്റ് ഒന്നും പറയേണ്ടി വരില്ല. അപ്പ പറഞ്ഞു ഈ സാധാരണ എന്താണ് സാർ. എനിക്ക് പിന്നെ പറഞ്ഞു ഞാൻ ടെലിസേഴ്സ് ഈ ക്യാമറ കണക്ഷൻ തരുന്നു തന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തിനോട് പറഞ്ഞു എനിക്ക് ക്യാമറ കണക്ഷൻ വേണ്ട ഡാഡി, എനിക്ക് മനസ്സിലാവും, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഡിസ്കണക്ട് ചെയ്തോ എന്ന് പറഞ്ഞുണ്ട്. അവർ പറഞ്ഞു എന്ന് തന്നെ പറയും, മോള് തന്നെ ചെയ്യും. ഇന്നസെന്റിന്റെ ഓർമ്മയുണ്ടോ നിനക്ക്? സുകുമാരി ബാക്കി എന്താ വെച്ചാൽ ഓരോ ആൻറ്റികളെ ഓരോ കണക്ക് റോസ് ആൻറ്റി, ബേബി ആൻറ്റി, അഖിലാൻറ്റി, ആ ഫോട്ടോ ഒക്കെ നോക്കുക ആരോടെ സാമ്യത എന്നൊക്കെ. അതൊക്കെ പറയാം, ഫുള്ളായിട്ട് പറയാം, ബാക്കി പറയട്ടെ. എന്നിട്ട് അതനുസരിച്ച് പറയുന്നു. ഗാർഡ് കൂടുന്നു ഇവിടെ പറഞ്ഞാൽ ഇവിടെ ചിലവാവില്ല എന്ന് പറഞ്ഞ ഞാൻ. നിന്റെ ഹിന്ദി വാക്കുകൾ ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഗുഡ് കഴിക്കണ ഹിന്ദിക്കാരെ കോപ്പി ചെയ്യോ? നിന്റെ തലയുണ്ടല്ലോ ബ്രെയിൻ, കിറങ്ങിയിരിക്കണ ബ്രെയിൻ, അത് ആദ്യം നേരെയാക്ക്. ബൂസായ ബ്രെയിൻ ഉണ്ടല്ലോ അത് നേരെയാക്ക്. ഹിന്ദി കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഗോവ എന്ന് പറഞ്ഞ കൊങ്കൺ അവിടെ സ്റ്റാർട്ട് ആയിട്ട് ഗോവ കർണാടക നോക്കണ്ട, മാംഗ്ലൂർ അവിടെ നിന്ന് വന്ന് മലബാർ കേരള അന്ന് 95, 90, 98 നിങ്ങൾ വേറെ ഇവിടെ മറാഠി അവിടെ ഷിപ്പിൽ ഹിന്ദി പറഞ്ഞാൽ എനിക്ക് നോക്കണ്ടാവില്ല. 48 വയസ്സ് 58 വയസ്സും 38 എനിക്ക് ഞാൻ 1 വയസ്സും 11 വയസ്സേക്കും അതിന്റെ കണക്ഷൻ കാര്യങ്ങൾ വരുന്നതും 90സിലത്തെ കാര്യങ്ങൾ ഒരു 80s അവർ പറയില്ല. അത് വരുമ്പോൾ പറയട്ടെ, അടുത്ത് പറയട്ടെ. ആ സമയത്ത് ഇവിടെ 1988 ഇവിടെ ഒരു ഹിന്ദി, പഴയ മലയാളം അതുപോലെ തന്നെ ഗോവയിൽ ആരും ഹിന്ദി എന്ന് പറയാനുള്ളത്. കൊങ്കണി പോർച്ചുഗീസ് മലയാളം ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ ബർത്ത്ഡേ വിഷയം അതുകൊണ്ടാണ് സ്ട്രെങ്ത് ആയിട്ടുള്ള ആൾക്കാരോടാണ് നിൽക്കുക, അവരെയാണ് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ ഈ ശിഖണ്ഡികളെ ആരാധിക്കണം, വൃത്തിഹീന ശിഖണ്ഡികളെ ആരാധിക്കണം. 2008 ആണ് 88 ബാക്കി 2008 വെറുതെ കാണിക്കേണ്ട കാര്യമില്ല. ശരിയായിരിക്കാം, തോൽക്കണം പിടിച്ച മോന്തായിരിക്കാം. ജൂയിഷ് 20 സെഞ്ചുറിയും കഴിഞ്ഞിട്ട് ഇതായതായിരിക്കാം, ഹിന്ദു ആയതായിരിക്കാം. കുറേ സെഞ്ചുറി മാറി അങ്ങനെ ഒരു മുഖം സ്പെഷ്യൽ ആൾ വരുമ്പോൾ അങ്ങനെ വന്നൊന്നും വരും. പക്ഷെ അവർ കാണിക്കുന്നത് വേറെ രീതിയിലാണെങ്കിലും സെൽഫിഷ് വേയിലാണ് കാണിക്കലും. ഒരാളെ കാണിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആരും ഞാൻ പറയട്ടെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ആരും പറയിപ്പിക്കാണ്ട് ചെയ്യുന്ന രീതിയും ഒരു സ്ഥലത്തിനനുസരിച്ച് പറയുന്ന രീതിയൊക്കെ വരും. അല്ലെങ്കിൽ ഗോവയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ മലയാള സിനിമ അവിടെ ഷൂട്ട് ചെയ്യില്ല. അത് പറഞ്ഞു. മനസ്സിലായ? ഇപ്പം ഞാൻ എന്താ പറഞ്ഞ മൊബൈലിൻ്റെ കാര്യം. മൊബൈലിൽ ഫോൺ എന്തെങ്കിലും അന്നേ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഡാഡി, ഡിസ്കണക്ട് ചെയ്തോ, എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഇപ്പം അന്ന് അവിടെ വൃത്തികെട്ട സ്ഥലത്ത് ഞങ്ങളൊരു നെറ്റിയിലടിച്ച് ചോര ഫുള്ളും ഇവിടെ നെറ്റിയിൽ ഫുള്ളും പടർന്ന് അതവർ കാണിച്ചു തരും. നെറ്റി ഇവിടെ പറഞ്ഞ മുഖം ഫുള്ള് ഇത് വന്നു. അതിന് പ്രൂഫുണ്ട്. അന്ന് പോലീസിന് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നല്ലോ. എന്നിട്ട് ഈ പടുവെടികൾ എന്തൊരു ചെയ്തുകൊണ്ടിരിക്കണേ? അന്ന് ആ വൃത്തികെട്ട ശവനെ കൊലിച്ച് ഇവിടെ ബോധം കട വന്ന് ഉച്ചനേരത്ത് ഭക്ഷണം 2 നേരം രാവിലെയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് ചോര ഫുള്ള് ആർഡക്കിയത് അന്ന് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാണ്ട്. അന്ന് ഏതാ വർഷം? 2009, 2010 ദേവദാസ് സിനിമ 2005 ഇറങ്ങി. എന്നിട്ട് ആ സമയത്ത് ഇറങ്ങിയിട്ട് ഞാൻ പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്തില്ലല്ലോ. അവരല്ല എന്നെ അടിച്ച്, ഞാൻ തന്നെ ചെയ്താ. എൻ്റെ അടുത്ത് ചേർന്ന് ആക്രോശിച്ച് വന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക? അതിന് രാവിലെ വൈകിട്ട് ഇങ്ങനെ വൃത്തികെട്ട ഭക്ഷണം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനാകെ 500 രൂപ മേടിക്കണം ഇവിടെ നിന്ന് ഒരാഴ്ചത്തേക്ക്. ഞാൻ പറഞ്ഞു ഞാൻ അത് കാശ് ഉപയോഗിക്കാറില്ല, വേറെ സാധനം രക്ഷിക്കണം. എന്നിട്ട് എഴുതിയിട്ട് ആകർഷിച്ച് ചെയ്യേണ്ട വലിയ കാര്യമുണ്ട്. ഇപ്പോഴത്തെ വേറെ അത് വേറെ. അപ്പോൾ വൃത്തികെട്ട ബാംഗ്ലൂർ മുസ്ലിമും ഹിന്ദുസും കലർന്ന് എത്രയ്ക്കും വൃത്തികെട്ട ബാഡ്ലി മോട്ടിവേറ്റഡ് ആണോ? ഇപ്പോൾ അബുദാബിയിലുണ്ടവർ. അബുദാബിയിൽ ബോംബ് കൊണ്ട് എല്ലായിടത്തും കൊണ്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ എല്ലാവരും കൂടി. ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ അവരോട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയോ? ഇവരാണ് അടിച്ചത് സ്റ്റിച്ച്. ഞാൻ അത്രയ്ക്കും വേറെ പറയും. ഈ വൃത്തികെട്ട ശവം ആക്ട് ചെയ്തു. ഈ വൃത്തികെട്ട ശവം എടുപ്പിച്ചിട്ട് ആക്ട് ചെയ്ത് അവൻ വെട്ടി. ആ അഭിലഷണ് കൊഞ്ഞയ്ക്ക് പിടിച്ചു അല്ലേ? എന്നിട്ട് ഈ വൃത്തികെട്ട അഭിഷാണ് ഫ്രണ്ട് റിക്വസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് ഫോളോ ചെയ്യിപ്പിക്കണമാക്കി. അതിനെ ബ്ലോക്ക് ചെയ്തു ആ ശവം അബുദാബിയിൽ നിന്ന്. എപ്പോൾ ഈ വാറൊക്കെ തുടങ്ങുന്ന മുമ്പ് ഈ വുമൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, യഹൂദിയറിലും ക്രിസ്ത്യാനിറ്റിയിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ആ സമയത്ത് അതിന് ഇവിടെയൊക്കെ പോയി സംസാരിക്കുന്ന മുമ്പ് അതിനു മുമ്പ്. ഇപ്പോൾ അവർ ഗൾഫ് യുദ്ധത്തിൽ ചിലപ്പോൾ തിരിച്ചു പോകുന്നുണ്ടോ വന്നിട്ടുണ്ടോ, ഫേക്ക് സിറ്റുവേഷൻ യുദ്ധമാണ് എന്തായാലും ആയിക്കോട്ടെ.
അതുകൊണ്ട് ചോദിക്കണം, നീ ഏത് പെഡിനെയാണ്? നീ ഇത്രയ്ക്കും എന്നോട് ദ്രോഹം ചെയ്തിട്ട് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാണ്ട്, നീ ഇത്രയ്ക്ക് എന്നെ ദ്രോഹം ചെയ്തിട്ട് ഞാൻ നിന്നെ ദ്രോഹിക്കാണ്ട് ഇപ്പോഴും ഇരിക്കണം. നിനക്ക് ഇപ്പോഴും മനസ്സിലായി ആർക്കും സ്ട്രെങ്ത് കൂടുതൽ. വേറെ ഡ്രഗ് അഡിക്ട്സ് കുറിച്ച് നിന്റെ കൂടെ ഡ്രഗ് അഡിക്സ് നടക്കുന്നവരാണെങ്കിലും, പെണ്ണുങ്ങളും ഷിഗണ്ടികളും പെലിസ പോർഷൻ നടക്കുന്നവരാണെങ്കിലും, യൂട്രസ് ഉള്ളവർ, അതൊക്കെ എന്താ ചെയ്യുക? അപ്പം തന്നെ കംപ്ലൈൻറ്റ്, ചിലപ്പോൾ നിന്നെ കൊല്ലുക ചെയ്യും. ഇത് ചെയ്യണതിന് ഡ്രഗ് അഡിക്റ്റ് കുറിച്ച് നടക്കുന്നവർ എന്താ ചെയ്യുക? എന്തായിരിക്കും ചെയ്യുക? നിന്റെ കൂടെ ഇരിക്കണവർ, തമ്മിൽ കൊല്ലിക്കണവർ, വൃത്തിഹീനമായ ഷിഗണ്ടികളെ ആരാധിക്കണവർ, റോമൻ കാത്തലിക്സ് മുസ്ലിംസ് ചെയ്യണവർ, വിപരീതം. അപ്പം എത്രത്തോളം അങ്ങനെ ഡ്രഗ് അഡിക്ട്സ് അപ്പം അവിടെ വീഴും. ഞാൻ അത്രയ്ക്ക് ഒരു കാര്യം ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ശരി, സെക്കൻഡ് ടൈം പോയി എല്ലാം പബ്ലിഷ് ചെയ്തു, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, കേരളം എന്തെങ്കിലും വന്നോട്ടെ, കൊറോണയും പണ്ടാരവും എല്ലാം വന്നോട്ടെ, പറഞ്ഞ രീതിയിൽ ഒക്കെ പറഞ്ഞു. ഇൻ എ റീസെൻറ്റ് സിറ്റുവേഷൻ മില്യൺസ് പീപ്പിൾ, ചന്ന സാന്ദ്ര എഴുതി ശാന്തിനഗറിൽ, ഇൻ എ റീസെൻറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ വിൽ ഡൈ ഓൾ ടുഗദർ. പിന്നെ സുനാമി ഡസൻ ഹാവ് ടു കം ഫ്രം ഷോർ ഇറ്റ് സെൽഫ്, ഇറ്റ് വിൽ കം ഫ്രം വിതിൻ ഇൻസൈഡ്. അത് ഓക്കെ, ശരി. ബാക്കി എന്താ വെച്ചാൽ വിത്ത് മൈ ഡൈ ഒക്കെ പറഞ്ഞു. ബാക്കി എല്ലാം മറ്റേ ഹരിത സോങ് അതൊക്കെ എല്ലാം നേരിട്ടില്ല. അത് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓഗസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ തന്നെ ബാംഗ്ലൂർ വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ ചേർത്ത് ഓഗസ്റ്റ് 2008 ബാപ്റ്റിസം കഴിഞ്ഞിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു. സ്റ്റോറിയും എല്ലാ പാട്ടുകളും മ്യൂസിക്കും ഡിലീറ്റ് ചെയ്തു. എന്നുവെച്ചാൽ 2008 കേരള പ്രൊഡ്യൂസും കൊറോണയുടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ബാക്കി പോട്ടെ, ഡിലീറ്റ് ചെയ്തു 5 സൈറ്റിൽ നിന്ന്. അല്ലാണ്ട് അവരോട് ഞാൻ പേഴ്സണലായിട്ട് റിവെഞ്ച് എടുക്കാൻ പോയാ അബുദാബിന്ന് ഓടാൻ നിൽക്കണ ആരായാലും. അതാണ് ഡ്രഗ് അഡിക്ട്സ്. വൃത്തിഹീനമായ ഷിഗണ്ടികളെ അരച്ചിട്ട് മൂമനും ഷിജീനും ബാക്കിയുള്ളവരും ബോധമില്ലാണ്ട് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ചാൽ മാത്രമേ പറയാനുള്ളൂ. പറയിപ്പിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ സെക്കൻഡ് ടൈം പോയപ്പോഴെല്ലാം എല്ലാം ചെയ്ത് സ്വന്തമായിട്ടല്ലേ ചെയ്തത്. ആ മേലഡോലിനെ പാടുന്നത് നോക്കിയാൽ നീ ഫുള്ളായിട്ട് അതൊക്കെ എല്ലാം കൂടി പാടിയത്. ആരെയും പറയും ഇങ്ങനെ പാചകം ശരിയാവേ, അപ്പോഴാണ് പാടിയത്. അവിടെ ഫുൾ കന്നഡ തെളുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ. അവരൊരു ഇങ്ങനത്തെ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഫുള്ളായിട്ട് പാടുകയുണ്ട്, അവർ പൊതുപ്പ് തുടങ്ങി സ്പൈസ് ചെയ്യുള്ളൂ. വേറൊരു വൃത്തിയായിട്ട വാക്ക് നേരിട്ട് പറയില്ല അവർ. ചന്നസാന്ദ്രയാണോ, ഉത്തരങ്ങളിൽ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ആയിക്കോട്ടെ. വേറെ ഏതോ ചന്ദ്ര കൊടുത്തിരിക്കുക. ഒരു കണ്ടിന്യൂറ്റിയോടെ മനസ്സിലാക്കാൻ പഠിക്കണേ. 7 വർഷം 2017 ഇങ്ങനെ പോണേന്ന്, 21 years 24 ഏജ് കഴിഞ്ഞിട്ട്. പിന്നെ സെക്കൻഡ് ടൈം 2021 ഇങ്ങനെ പോണേ, തേർഡ് ടൈം. ബ്രഹ്മസാന്ദ്ര എടാ വൃത്തികട സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാൻ പാടില്ല. അവിടെ സഹിച്ച് നിൽക്കുന്നത് വ്യത്യാസമുണ്ട്. നിന്റെ പോലെ അവിടെ നിന്ന് കുടിച്ചിട്ട് അവിടെ ചക്ക് കെട്ടി മുഞ്ഞ ഭാഷയാണെങ്കിൽ ഡിസ്കസ് ചെയ്ത് ആയിരുന്നു കൂട്ടി സാവണ പോലെ അല്ലത്. ആരും എന്ത് വാക്ക് എവിടെ ഉപയോഗിക്കണം. നീ ചുക്ക പറഞ്ഞ് ഞാൻ തിരിച്ച് ആ വാക്ക് ഉപയോഗിക്കില്ലേ. ആര് സ്ട്രെങ്ത് ആയി നിൽക്കണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാണ്ട് ഞാൻ ചെക്കാപ്പ് നടന്നിട്ടല്ലേ ഇത് പറയണേ. അങ്ങനെയുള്ളവർക്ക് ഈ ഇതൊന്നും പറയാൻ സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയണേ. അത് ഇനി ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സോറി ഉണ്ടെങ്കിൽ പോവാ നോക്ക്. ഇവിടെ മൈക്കും 10 മൈക്കും 3 മൈക്കും വെച്ചിട്ട് സ്പീക്കർ ഇത്ര വലിയ മാക്സിമം സ്പീക്കർ അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ജൂബിലി മിഷൻ്റെ അപ്പുറത്ത് വരെ കേൾക്കും. ലോകം മൊത്തം കേൾക്കണ കാര്യം വേറെ പറഞ്ഞത്. അപ്പം നിങ്ങളായിട്ട് പ്രൂഫ് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങളായിട്ട് പ്രൂഫ് കൊണ്ടുവന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അതുപോലെ ഈ വഴിക്കൂടെ നിറച്ച് അത് മറ്റേ ഞാൻ ഇതുവരെ ഇപ്പം നിങ്ങൾ കംപ്ലൈൻറ്റ് നെടുപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ ആ റിവ്യൂ സൈറ്റിൽ ഈ വഴി കൂടെ ഫോണും സൺഡേ വീക്കെൻഡിൽ സാറ്റർഡേ ഉച്ചയ്ക്ക് 4 മണി, പുലർച്ചെ 2 മണി 3 മണിക്കും സൺഡേ 3 മണി വിളിച്ചിരിക്കും നിറച്ച് ഡ്രഗ് അഡിക്ട്സ് പിള്ളേർ ഹൗള് ചെയ്ത് പോകുന്നുണ്ട്. കൂവിയും വേറെ എന്തൊക്കെ വാക്കണം എനിക്ക് തിരിയുള്ള അവരെന്ന് പറയണേന്ന് അവിടെ. അപ്പം അത് അതെന്തുകൊണ്ടാണ് ഇത്? അത് അവിടെ പോലീസുകാർ കാത്തിരുന്ന് അവരാരും കണ്ടുപിടിച്ച് തടഞ്ഞു നിർത്തി അവരെ എവിടുന്ന വരണേ, ഏത് വീട്ടിൽ നിന്നാണ് വരണേന്ന് മനസ്സിലാക്കി. അതാണ് അവരുടെ കടമ ചെയ്യേണ്ടത്. യഹോവയുടെ നെയിമിൽ പറയണ്ടെങ്കിലും അവരുടെ കടമ അതാണ്. ഏത് വീട്ടിൽ നിന്ന് വരണം, അവരുടെ ബെഡ്റൂമിൽ എത്ര ഡ്രഗ് അഡിക്റ്റ് MDMA ഗ്രൂപ്പ് അവിടെ അതിൻ്റെ ഉള്ളിൽ ബെഡിൻ്റെ വിളിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അത് നിർത്തലാക്കാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഡ്രഗ് അഡിക്ട്സ് കുറെ ഒച്ച വെച്ച് ബഹളം വെച്ച് ആ സമയത്ത് ഓരോ വെടിത്തം അങ്ങോട്ട് ചോദിക്കേണ്ട ഓരോ വാക്കുകളും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവരെ സഹായിച്ച് ഡ്രഗ് അഡിക്ട്സ് നടക്കണ കുടിച്ച് നടക്കണ പോലീസുകാർ ഈ ഡ്രഗ് അഡിക്ട്സ് നടക്കണ അവരെയും ഹെൽപ്പ് ചെയ്തിട്ടെന്ന കാര്യം.
മൊത്തം ഈ കംപ്ലൈൻറ്റ് ഡ്രഗ് അടിച്ച് അവരുടെ വായന പറഞ്ഞ വാക്കില്ല ഞാൻ വായന അവർക്ക് തന്നെ പറയുന്നത് അവർക്ക് തിരിയണല്ലേ. എന്ത് രീതിയാണെങ്കിലും എവിടെ എന്ത് പറയുകയാണെങ്കിലും വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണ മുസ്ലിംസ് അഫ്താബ് നിക്വാബ് ഇങ്ങനെ തന്നതിന് നാളെ ഏതോ ഇവിടെ സമയത്ത് അരനോട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചേച്ചീനെ ഭ്രാന്തിയാക്കിയിട്ട് പറയിപ്പിച്ച് ബോധമില്ലാണ്ട് ഒരു തലസം ബെല്ലടിച്ച് കുടിച്ച് നടക്കാനും ഫ്രൈഡ് റൈസ് ഗുഡ്ക വീണോട്ടെ ഞങ്ങൾ ഗുഡ്ക കഴിച്ച ഫ്രൈഡ് റൈസ് അല്ലേ ഛർദിയും വേണ്ട അത് എല്ലാം കൂട്ടി കഴിച്ചത് ഞങ്ങൾ ഛർദിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ബാത്റൂമിൽ. അങ്ങനെ കുറേ വർഷങ്ങളും ആഴ്ചകളും മാസങ്ങളും തീർന്നുണ്ടാവും. അപ്പം നീ വെറുതെ ആവശ്യമില്ലാണ്ട് നീ റോങ് പേഴ്സൺ ആണെങ്കിൽ നീ സമ്മതിക്കുക നീ തെറ്റാന്ന്. ശരിക്കുള്ളവനായിട്ട് തട്ടിച്ച് നിൽക്കാൻ നിൽക്കുന്ന ആയിട്ടില്ല നിനക്ക് മനസ്സിലാവും. നിനക്ക് എത്ര എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ബോധത്തോടെ സംസാരിച്ചാലും നിനക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ബാപ്റ്റിസം ചെയ്ത വീട്ടിൽ നിന്റെ പ്രസൻസിന്റെ ആവശ്യമില്ല. ആ വീട്ടിൽ തലേന്ന് അത് പറയാറിയില്ല അത് പടു ബീരു എന്നാണ് അർത്ഥം. എടാ ബാപ്റ്റിസം ചെയ്ത സ്ഥലത്ത് നിനക്ക് ഒരു കോപ്പി ചെയ്തിട്ട് അതിൽ അതിഷ്ടം നിൽക്കാണ്ട് ശോഷിച്ച വാക്കുകൾ പറയാണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വൃത്തിയോട് ഡിസ്കസ് ചെയ്യാണ്ട് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിനക്ക് അതിനെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ റോമൻ കാത്തലിക് ആണ്, നീ ഹിന്ദു ആണെങ്കിൽ, നീ മുസ്ലിം ആണെങ്കിൽ, നീ ബാപ്റ്റിസം ചെയ്ത പൂർണ്ണ ക്രിസ്ത്യനിൽ അഡ്ജസ്റ്റ് നിൽക്കണ ഒരു റൂമിൽ നിന്റെ പ്രസൻസിന്റെ ആവശ്യമില്ല. നിന്റെ ബെഡി ഡ്രഗ് അഡിക്ഷൻ കംപ്ലൈന്റ് ആവശ്യം. നീ പൊക്കോ. ഈ ഭൂമിക്ക് ഇങ്ങനെയുള്ള ഭാരങ്ങളായ ശവങ്ങൾ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഏത് വൃത്തികെട്ട മെറ്റീരിയലിസ്റ്റിക്കാ എന്തായാലും മെറ്റീരിയലിസ്റ്റിക് ശവങ്ങളെ മെറ്റീരിയലിസ്റ്റിക് ഫിയറിംഗ് ഇല്ലാന്ന് പറഞ്ഞു. അത് നിന്റെ തെറ്റാണ്. മെറ്റീരിയലിസ്റ്റിക് ഫിയറും ശിഖണ്ഡികളും മൃഗങ്ങളെ ആരാധിക്കുന്നത്. ഇവിടെ റെക്കോർഡ് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചാണ് നിന്റെ ഹിന്ദി കുട്ടിയും ബാക്കിയുള്ളതിനെ കുറിച്ചല്ലേ പറയണത്. ഞാൻ അവർ പറയണ രീതിയല്ലേ ഞാൻ ഇവിടെ പറയുന്നത്. നിന്റെ മുസ്ലിമും ഹിന്ദു റോമൻ കാത്തലിക്കും പലരും ഉണ്ടാവും. ഞാൻ ബാക്കി ആദ്യമേ തൊട്ടുള്ള അവിടേക്ക് വരാം. എന്തുകൊണ്ട് നിങ്ങൾ മഞ്ഞാണ്, നിങ്ങൾ നോണ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ടെമ്പോയിൽ കയറിയല്ല വന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ഉന്തി തള്ളി വിട്ടതായിരിക്കും. അതുകൊണ്ടാണ് ഓരോ സമയം കറക്റ്റ് ഞാൻ കൊട്ടിഘോഷിച്ച് നടക്കണല്ലേ ഓരോ സമയം അതിനനുസരിച്ച് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു May 29 അല്ലേ മഴ പെയ്യുള്ളൂ. May 2 തൊട്ട് May 9 വരെ മഴ പെയ്താ. ഇനിയിപ്പോൾ മഴ പെയ്യുണ്ടായാ ഇല്ല. ഇനി കുറേ നാൾ മഴ ഉണ്ടാവില്ല. ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ വല്ല സാറ്റലൈറ്റ് ജിയോ സ്റ്റോം വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. May 2 തൊട്ട് May 9 വരെ കറക്റ്റായിട്ട് മഴയും ഇടിമിന്നലുണ്ടായാ. ഞാൻ പറഞ്ഞു May 29 അല്ലേ മഴ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പം April 25 തൊട്ട് ഞാൻ പറയുന്നുണ്ട്. April 21 തൊട്ട് അങ്ങോട്ട് ആ വൃത്തികെട്ട വെടിക്കെട്ട് ചാമ്പലായില്ലേ, വെടിക്കെട്ടൊക്കെ നിർത്തല്ലേ May 27 ഉണ്ടായില്ല. അപ്പം May 21 പറഞ്ഞിട്ടുണ്ട്. May 29 അല്ല മഴ പെയ്യുള്ളൂ. അപ്പോഴേക്കും നല്ല മഴ തണുപ്പൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റും ജൂലൈ ജൂണും. അപ്പോൾ May 2 തൊട്ട് May 9 വരെ നാന മരിച്ച ദിവസം May 9 വരെ പെയ്തു. കറക്റ്റായിട്ട് പെയ്തില്ലേ, ഇടിമിന്നലും മഴയെല്ലാം വന്നു. May 2 May നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ബൂസ്റ്റ് അടിച്ച് ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് നടക്കില്ല. May 2 May 4 May 6 May 7 8 ഇടിമിന്നലെല്ലാം ഉണ്ടായുള്ളൂ. 757 ഇവിടെ കാണുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉന്തി തള്ളി വിട്ടുണ്ടാകും. ചിലപ്പോൾ ഞാൻ തന്നെ ഉന്തി തള്ളി വിട്ടുണ്ടാവുക. അതാണ് കറക്റ്റ് സമയത്ത് ജനിച്ചതാണ്. അത് നിന്റെ ഇങ്ങനെയുള്ള വിഡ്ഢി ഏത് തന്തയായാലും നിങ്ങളെല്ലാം ഒരു വിഡ്ഢി സെയിം ഗ്രൂപ്പിലല്ല കിടക്കണത്. ക്ലീശോ എല്ലാം മരുന്ന് കൂട്ടി റോമൻ കാത്തലിക് ഹിന്ദുസ് മുസ്ലിംസ് ആരെയും പറയാം. ഇങ്ങനെ ഒരു വിഡ്ഢി തന്തയിൽ തന്നെയാണ് ഉണ്ടായെന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലാവേണ്ട. അതുകൊണ്ട് ഇത് ജോസേട്ടൻ്റെ മോനാണെന്ന് പറയേണ്ട കാര്യമില്ല. അതിൽ ഒരു റെസ്പെക്റ്റും ഇല്ല. മനസ്സിലാവേണ്ട. എന്നെ ഹാരിസ് എന്ന് വിളിക്കാറ്. അതിനാണ് കോപ്പി ചെയ്യുന്നത്. അതിനാണ് പേരും സമയം കണക്ഷനായിട്ട് വരുന്നത്, പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അത് കുറേ ജീൻസ് മാറി 20 സെഞ്ചുറീസ് മാറി വന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലാണ്ട് നിന്റെ തന്ത മഞ്ഞാണെങ്കിൽ ഞാൻ മഞ്ഞാവണമെന്നില്ല. നിന്റെ മെറ്റീരിയലിസ്റ്റിക് രീതി ഞാൻ കോപ്പി ചെയ്യണല്ലേ. എൻ്റെ ജീവിതം പുതിയതായിട്ട് വരുന്നത് നവ്വേ എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്നത് വേറെ രീതിയിൽ വരണത്. മനസ്സിലാവണ്ട. അത് നിന്റെ ഉണക്ക പഠിച്ച 1947 1987 വരെ നിന്റെ പേരുകൾ ആരും കോപ്പി ചെയ്തിട്ടില്ലേ. ഒരു ഉണക്ക പഠിച്ച ഏതോ സിനിമ എവിടെയോ കണക്ഷൻ ഇല്ലാണ്ട് എവിടെ കിടക്കണോ. ഇപ്പോഴും കുറേ MTMA സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ അത് വേറെ ടൈപ്പ് 90s സിനിമകൾ ഭയങ്കര പറയണല്ലേ.
ഞാൻ സിനിമേനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതല്ല. ആരെന്ത് വേർഡ് ഉപയോഗിക്കണോ, എന്ത് മുഖം ഉപയോഗിക്കണോ, എന്ത് ഫേസിനെ കുറിച്ച് പറയണം, എന്ത് ചേഷ്ടകൾ, എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കണം, എന്താണ് അവിടുത്തെ എന്താ മെസ്സേജ് തരണം, എന്താണ് വേർഡ്സ് പറയണം, എന്താണ് അതിലത്തെ ബാക്കി എന്താണെന്ന് വെച്ചാൽ കണക്ഷനുള്ള വീട്ടുപേര് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ കുറേ കാര്യങ്ങൾ മിക്സപ്പ് ആയിട്ട് വരുന്നുണ്ട്. അത് എവിടെ വെച്ച് തുടങ്ങണം? 1989 തൊട്ടാണോ? അത് കഴിഞ്ഞ് 2091, 95, 2000, 2005 വരെയാണോ? അത് 2015 വരെയെങ്കിലും അതിനെയാണ് നോക്കേണ്ടത്. എന്ത് രീതിയാണ് കാണിക്കുക, എന്ത് ഇതാണ് മനസ്സിലാക്കാനുള്ളതാണ് കാണിക്കണത് മനസ്സിലാക്കാനായിട്ട്. ഈ കൈ പൊങ്ങില്ല. ആണ് ഹിന്ദി കുട്ടികളെയും ഏത് ഭോജ്പൂരി പാരൻസ് ഉണ്ടായവരൊക്കെ അവിടെ തങ്ങി നിൽക്കുള്ളൂ. അവരാരും കോപ്പി ചെയ്യാനും പോകണല്ലേ. മനസ്സിലാവണം നിങ്ങൾക്ക്? ഒരു കോപ്പി ചെയ്യേണ്ടത് ധൈര്യമുള്ള ഒരു കോപ്പി ചെയ്യുക. എന്നിട്ട് അയ്യോ ഞാൻ ട്രക്ക് അടിച്ച് കുടിച്ചാണ് കുറ്റം പറഞ്ഞ അങ്ങനെയുള്ളവർ ഒറ്റ വിഡ്ഢികളും കോപ്പി ചെയ്യില്ല. വിഡ്ഢികളായാലും ബൂസ് അടിച്ച് നടന്നവരായാലും ഏത് ജീൻസ് മാറി തോൽക്കാൻ പഠിച്ച മോദി യഹൂദിയായിരുന്നു ഹിന്ദുസ് ആയവരായാലും അപ്പോൾ പല ജീൻസിൻ്റെ ആത്മാവിൽ ജീൻസ് വെറുതെ ഇങ്ങനെ ഉണ്ടാവില്ല. ആ ജീൻസിനും ഒരു ഇതുള്ള സമയം വരുമ്പോൾ അവർ വല്ല വൃത്തിഹീന ശിഖണ്ഡികൾ ആരാധിക്കണവർക്ക് ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്രായേലിന് കണക്റ്റഡ് ആയിട്ടുള്ള തലാഖും തോറയും താൽമൂഡുമായിട്ട് വല്ല ബന്ധമുള്ള പേരുകളായിട്ട് വല്ല കാണിക്കേണ്ട കാര്യമുണ്ട്. അതാണ് യഹൂദിയ ജീൻ്റെ പ്രത്യേകത. യഹൂദിയ ജീൻ ഇവിടെ തൃശ്ശൂർ തള്ളം കെട്ടി നിൽക്കണ്ടേ. അത് കൂങ്കുളൂരും വൃത്തികെട്ട ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തുള്ളതല്ല. മുസ്ലിംസും ഹിന്ദുസും പാർക്കണ വൃത്തികെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അതുകൊണ്ട് ഹിന്ദുസ് മാത്രമേ ചാലക്കുടി ഇതൊന്നല്ല ഇവിടെ അടുത്ത് കിടക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു സെൻറ്റർ ഇപ്പോൾ ബെണ്ടൂർ പുതുക്കാട് ഈ ഭാഗം ഉണ്ടല്ലോ, തൃശ്ശൂർ റൗണ്ട് ഈ ഭാഗവും കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിൽ ഒരു വരുന്നത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വല്ല കറുത്ത ഉയരം കുറേ ആദിവാസികളാണ്. ഇപ്പോൾ വെളുത്ത് നല്ല ഉയരത്തിൽ കുറച്ച് കണ്ണ് ഭംഗി അങ്ങനെ വേറെ ടൈപ്പിലൊക്കെ വരണല്ലേ, അത് ജീൻസാണ്. മിക്സപ്പ് ജീൻസാണ്. കുറേ യഹൂദിയർ ജീൻസ്. അവർ യുദ്ധം ചെയ്യാൻ വന്നതൊന്നുമല്ല. നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടുത്തെ ജനറേഷനും അങ്ങനത്തെ കാര്യങ്ങൾ മറ്റു കുറേ കാര്യങ്ങൾ കൾച്ചറും റിലീജിയനല്ല അവിടുത്തെ കൾച്ചറും ഗോത്രവും എല്ലാം മനസ്സിലാക്കി എക്സ്ചേഞ്ച് ചെയ്ത് കാശും സ്പൈസ് ട്രേഡിങ്ങും എല്ലാം ചെയ്ത് അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ഒരിക്കലും തുടങ്ങില്ല. ആരെയും മുസ്ലിംസ് അവരെ ആക്രമിച്ച് നല്ല ഇരട്ടിയുടെ പണി കൊടുക്കും. അവർ ഇരട്ടിയുടെ ആണെങ്കിൽ ഏത് ഇരട്ടി പണിയാണെങ്കിലും 8 ഇരട്ടിയാണ് 3 ഇരട്ടിയാണെങ്കിലും ട്രിപ്പിൾ 8 ആണെങ്കിലും 2 ആണെങ്കിലും ടു എക്സ് 6 ആണെങ്കിലും 2+6. അപ്പം ഞാൻ പറയാം ഇപ്പൊ അത് അങ്ങനെയാണ് പറയുന്നത്. അപ്പം നീ വിചാരിച്ചു തെലുഗുടെ ഇതിന്റെ കോണത്തിൽ കയറ്റിയിരുന്ന നീ തെലുഗു സമയത്ത് 1984 ഏതോ പഴകിയ സമയത്ത് ഏതോ വൃത്തികെട്ട ആ കാട്ടുജാതി സിനിമയും ഏതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്തോ 1984 എവിടെ ഒരു ഇതില്ലല്ലോ അവിടെ. 2010 ഇറങ്ങുന്ന കറക്റ്റ് വേർഡ്സ് ഉപയോഗിക്കുന്ന തൃശ്ശൂർ കണക്ഷൻ ഉപയോഗിക്കണ സിനിമ ശരി, അതൊരു കണക്ഷൻ ഉള്ളതും മലയാളത്തിലെ ഏതോ സിനിമ ആവശ്യമില്ലാത്ത വേർഡ്സ് ഉപയോഗിക്കുന്നതും ഒരു പാട്ടിൽ മാത്രമുണ്ട്. അത് പോയി 2010 ഏതൊക്കെ ലൈഫ് വേണ്ടിയിട്ട് എന്തൊക്കെ കാണുന്നത് അതിലാണത്. അത് 1984 ആര് കോപ്പി ചെയ്താലും ഒബ്സർവ് ചെയ്ത് ആരാണ് അവിടെ കോപ്പി ചെയ്യണേ. അപ്പോൾ 1984 തെലുഗു സ്ഥലത്ത് നിങ്ങളെന്തെങ്കിലും കുടിച്ച് ട്രക്ക് അടിച്ച് കുട്ടി കഴിച്ചവിടെ കുറേ നാളെ നിർത്തിയതായിരിക്കും. സീരിയൽ എന്തെങ്കിലും രാത്രി നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വൃത്തികേട് ചെയ്യണ്ടെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അതിൽ ഫോട്ടോകൾ കുറേ ഇതാണ് പ്രൂഫാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മോൻ ഉന്തി തള്ളിവിട്ടത് നിങ്ങളല്ല, പെർഫെക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മുമ്പേ തൊട്ട് അറിയേണ്ടതൊക്കെ മനസ്സിലാവേണ്ടത്. എവിടെ ഇരുന്നാലും നിന്റെ ശരീരത്തിൽ എവിടെ ഇരുന്നാലും മനസ്സിലാവണ്ട. നിന്റെ ശരീരത്തിൽ ഞാൻ ജനിക്കണ മുമ്പ് എനിക്കെല്ലാം മനസ്സിലാവണത്. നിന്റെ ശരീരത്തിൽ എവിടെ ഇരുന്നാലും എനിക്ക് മനസ്സിലാവും നീ എന്താ ചെയ്യണമെന്ന്. നീ ഇത്ര മുതിർന്ന പക്വതയിലാണ്ട് ഇരുന്നാലും എനിക്കറിയാം നീ എവിടേക്കാന്ന്. മനസ്സിലാവണ്ട. നീ 1985 കല്യാണം കണ്ടിട്ട് 1986 ആയിക്കോട്ടെ ഏതാ കണ്ടാണോ എവിടെയെങ്കിലും ബേബിയുടെ കല്യാണം നടത്തിയിട്ട് മതി 1987 ഗ്ലോറിയയുടെ കൂടെ കല്യാണം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കണേ അതാണെങ്കിൽ ഡിസൈൻ ഉണ്ടോ. പിന്നെ നിങ്ങൾ നോണ പറയണത് അറുതി വേണം. ഞാൻ ഇവിടെ നിന്നാലും മനസ്സിലാക്കാൻ പറ്റും. നീ കൈനറ്റിക് ഹോണ്ട ഓടിച്ചിട്ട് എന്തായാലും അവിടെ നിന്ന് ഇവിടെ വരെ വരില്ലേ. നീ കൈനറ്റിക് ഹോണ്ട ഓടിച്ചിട്ട് ഇവിടെ വന്ന് ടെമ്പോയിൽ ഇരുന്നിട്ടല്ല വന്നതെന്ന് കാണിക്കാൻ വേണ്ടി കൈനറ്റിക് ഹോണ്ട ടെമ്പോയിൽ കയറ്റി വെച്ചിട്ട് കൈനറ്റിക് ഹോണ്ട ഓടിച്ച് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഞാൻ വിശ്വസിച്ചേക്കാം.
പക്ഷേ എൻ്റെ ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ വരും. എൻ്റെ അടുത്ത് നോണ പറയരുത്. കോൺഷ്യസ്ലി ഞാനത് പുറത്തേക്ക് കാണിക്കണില്ലേലും കോൺഷ്യസ്ലി ഞാനത് പുറത്തേക്ക് കാണിക്കാന്നല്ല, അത് മുഖഭാവത്തിലുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കില്ല എന്തുകൊണ്ട്. ഞാൻ പറയാം. പിന്നെ തെളികൂടെ ഞാൻ പറയാം ഗോവ വ്യത്യാസം. പിന്നെ ലോറൻസ് ഉണ്ടായില്ലേ, വീട് പണിയുടെ ടിക് ടിക് ടിക്, അത് മെയിനായിട്ട് ഉണ്ടാക്കിയത് താഴെ മുകളിലും. പഴയത് വീട് വേറെ, ഇപ്പോൾ വേറെ. അത് വെണ്ടൂര് വന്നിട്ട് എവിടെ വന്നിട്ട് ഞാനില്ലാത്തപ്പോൾ എവിടെ വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ചത്തല്ല, അല്ലെങ്കിൽ പോവായിരുന്നു, സുഖമായിട്ട് പോയിരുന്നു. ഇത് വടുക്കര രാത്രി 7 മണി 7:30 8 മണിക്കാണ് അവിടെ വന്നത്. എനിക്ക് നല്ല വീഡിയോ പോലെ പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുന്നത് മലബങ്ങയ്ക്ക് നിൽക്കുന്നത്, അവിടെ നിന്ന് കയറ്റുമ്പോൾ അത് ഏതൊരു എനിക്കറിയാം ഒരു തോമസ് ഏതൊരു മുഖമാണത്. അപ്പോൾ ആ വന്നിട്ട് വണ്ടി കയറി രാത്രി ഗേറ്റിൻ്റെ മുന്നിൽ പോകുന്നതും. പിന്നെ സ്റ്റിക്കി സീബൻ പഴയത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് കളറായിരിക്കും, മങ്ങിയ ലൈറ്റ്. പഴയ സ്റ്റിക്കി സീബൻ അവിടെ ടയറിങ് നിൽക്കി കിടക്കുന്നുണ്ട്. പഴയ വടുക്കര മങ്ങിയ ലൈറ്റ്, പുതിയ 1980 ഞാൻ പണിതാണ്. അപ്പോൾ 95 94 96 ആണെന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ട് അടുത്ത ദിവസം രാവിലെ എപ്പോഴും വൈകിട്ട് എപ്പോഴും പിന്നെ അടുത്ത ദിവസമാണ് അന്ന് തന്നെ പുലർച്ചെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്തോ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആരെ കണ്ടിട്ട്. ഞാൻ അവിടെ മുൻകണയിൽ നിൽക്കണ്ട അവിടെ. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? അവിടെ ഞാനായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും മുന്നിൽ ചാറ്റ് ചെയ്യുമ്പോഴും എനിക്കെല്ലാം നല്ല വീഡിയോ അവിടെ നിന്ന് ഞാൻ വരുന്നതും ഞാൻ നോക്കുന്നത് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സിക്കിസ്വൻ ഇങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ലേ, അങ്ങനെ ചെയ്യുന്നതും എന്നിട്ട് അവിടെ വെച്ച് മറന്നു പോകുന്നതും എന്നിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ അത് മറന്നു വെച്ച് പോയില്ലോ എന്നൊക്കെ കാണുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മനസ്സിലുണ്ടോ? നല്ല വീഡിയോ കാണാൻ പോലെ ഉണ്ട്. നിന്റെ പോലെ ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് നടക്കുന്നതല്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞ 1000 വർഷം ഒറ്റയ്ക്ക് നടന്നാലും മരുഭൂമി ഒറ്റയ്ക്ക് നടന്നാലും എനിക്കും ബോറടിക്കില്ല. ഞാൻ കുടിച്ചിട്ട് അടിക്കാൻ ഞാൻ പറയാം കുറേ പേരുണ്ടെങ്കിലും ഞാൻ കുടിച്ചിട്ട് നടക്കാൻ അതുകൊണ്ട് ഡ്രഗ് അടിച്ച് വീഡിയോ വലിച്ച് നടക്കാൻ സിഗരറ്റ് വലിച്ച് നിന്റെ പോലത്തെ വിഡിയല്ല ഞാൻ. പിൽസ് ബോധത്തോടെ ചെയ്യുള്ളൂ. പിൽസ് അബോർഷൻ ചെയ്തിട്ടില്ല, പ്രഗ്നൻ്റ് ആക്കണം പോലെ ബോധമില്ലാണ് സദ്യം എന്നിട്ടാണ് കുടിച്ചും ഡ്രഗ് അടിച്ചിലൊക്കെ ഇടും. എനിക്ക് ക്ഷീണമാണ്, എനിക്ക് മറിയും, എനിക്ക് വിഷമം വരും, എനിക്ക് കഴിഞ്ഞ് മറ്റേ ഞാൻ കഴിഞ്ഞ് പറഞ്ഞിട്ട് ഷോർട്സ് പറഞ്ഞ് ഡ്രഗ് അടിച്ച് നടക്കാൻ ഞാൻ പോകില്ല. അങ്ങനെ പോവില്ല. സിപ്പ് ഞാൻ ടേസ്റ്റ് എന്നിട്ടാണ് നോക്കാൻ വേണ്ടി പോകും. പക്ഷെ ഞാൻ കുടിച്ചിറങ്ങി ഗ്രൂപ്പിൽ ഛർദ്ദിച്ച ഫുഡും കഴിച്ച് ഛർദ്ദിച്ച് നടക്കില്ല. അപ്പം നീ തെളിവ് സമയത്ത് ഓരോ വീട്ടിലത്തെ മരുന്ന് കുട്ടി വാങ്ങിയിട്ട് വേറെ കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ തെറ്റ്. ഫാമിലിയിലുള്ള ആൻ്റോണിയാണ് നിങ്ങൾ ഏൽപ്പിച്ചത് അല്ലേ, സോഫിയയുടെ അനിയനെ അല്ലേ. അപ്പോൾ ഓരോന്ന് മനസ്സിലാക്കുക. പിന്നത്തെ കോൺട്രാക്ടറായിരുന്നു എനിക്ക് നല്ല ഓർമ്മ. എനിക്ക് മറക്കേണ്ട കാര്യമില്ല. എപ്പോൾ തൊട്ട് ആരെന്ത് പറഞ്ഞു, ആരെന്ത് മരുന്ന് പറയിപ്പിച്ചു, ഞാൻ സൗകര്യം ചെറുപ്പം പറയിപ്പിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലാവും നീ എന്നോട് പറയേണ്ട കാര്യമില്ല, നീ പറയിപ്പിച്ചതാണ്. നീ അവിടെ നിന്ന് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ട് നീ വേല ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറയണ പോലെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞ പോലെ ആക്കിയിട്ട് അതൊക്കെ നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ പറയിപ്പിച്ച് പറഞ്ഞതൊക്കെയാണ്. സോറി വൈഫിൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞത് അന്ന് എനിക്ക് എൻ്റെ ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ലേ എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? നീ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടോ? നീ എന്നെ പറയിപ്പിക്കേണ്ട കാര്യമില്ല. നീ എന്താ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞതെന്നും നീ കുറ്റീഷയുടെ സമയത്ത് ആരോട് എന്ത് പറഞ്ഞതെന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. അതിനു മുമ്പ് നീ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞേ നീ എന്നോട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നീ എവിടെ ഏത് ദൂരം എവിടെ എന്ത് പറഞ്ഞാലും എനിക്കറിയാം. മനസ്സിലാവും നിനക്ക്? നീ എന്ത് ചെയ്താലും. അപ്പോൾ നീ എന്തും എടുത്താലും ടെമ്പോയിൽ തന്നെ വന്ന് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രിയും ചെയ്തിട്ടുണ്ടെങ്കിൽ തണുപ്പത്ത് എന്തൊക്കെ വഴിക്കോടെ കർണാടക എനിക്കറിയാം. കർണാടക ഏത് കോളർ ഏത് വഴിക്കോടൊക്കെ പറയണേന്ന്. എന്തൊക്കെ ഇതിനും ചെയ്താലും ശരി പോട്ടെ. പക്ഷേ ഇതിന് നോണ പറയേണ്ട കാര്യം, നോണ പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കരുത്. ഞാൻ എത്ര ചെറുതാണ് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത്രയ്ക്കും ഇതുണ്ട്, പക്വത ഉണ്ട്. മനസ്സിലാവുണ്ടോ? ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് മൈൻഡ്. നീ എന്നോട് നോണ പറയാൻ അറുതിയാണ്. ഒരു കാര്യം ചെയ്ത് പോക്കട്ടെ, അത് വേണം തുറന്ന് പറയാം. ഞാനൊന്നും പറയാൻ പോകുന്നില്ലേ. എൻ്റെ പേഴ്സണാലിറ്റി വ്യത്യാസമുണ്ട്. ഞാൻ ചെറുതാണെങ്കിൽ എന്നോട് നീ തുറന്ന് പറഞ്ഞോ, നീ ചെയ്തത് എന്തെങ്കിലും തുറന്ന് പറഞ്ഞോ. അല്ല അനിയൻ പലത് തുറന്ന് പറയാം എൻ്റെ അടുത്ത്. തുറന്ന് പറഞ്ഞോ. ഞാൻ നിന്നെക്കുറിച്ച് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകില്ല. അതാ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇല്ല, ഞാൻ പറയൂല. നീ എന്ത് ഫാമിലിനെ കുറിച്ച് പറയില്ല. നീ വേറെ വല്ല വീട്ടിൽ പറയാം, വേറെ വീട്ടിൽ സ്വപ്നം കണ്ടിട്ട് നീ മഞ്ഞാണോ ഞാൻ മഞ്ഞാവണമെന്നില്ല. നോണ എൻ്റെ അടുത്ത് പറയരുത്. അതിന് അറുതി വേണ്ട, അറുതി വേണം. മനസ്സിലായി? നീ തുറന്ന് പറഞ്ഞു കഥ പറഞ്ഞു. നീ എൻ്റെ മുഖത്തൊക്കെ പേര് വിളിച്ച് സംസാരിക്കാറ് നിന്നെ ഇഷ്ടപ്പെടണ്ടാവും. പക്ഷെ നീ വേറെ എന്തൊക്കെയോ ചിന്തിക്കണേ. ഞാൻ പറഞ്ഞു കറുപ്പ് പിള്ളേർപ്പായിട്ട് എനിക്കൊരു വ്യത്യാസം, ഞാൻ എന്തെങ്കിലും. പക്ഷെ നീ ചിന്തിക്കണ രീതി, നിന്റെ ഹേട്രഡ്, നീ വേറെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് പറയാറിയില്ല. നീ ബെല്ലടിച്ച് തോണ്ടി എവിടെയാണെങ്കിലും സംസാരിക്കാറില്ല. പിന്നെ നീ ചത്ത് കഴിയുമ്പോൾ 1 മില്ലിസെക്കൻഡ് മുമ്പ് എൻ്റെ പേര് ഓർക്കുന്നവർ എനിക്ക് വെറുപ്പ്. എന്തോ നീ പേര് വിളിച്ച് സംസാരിക്കണേ. നിനക്ക് പേര് അറിഞ്ഞിട്ടും പേര് വിളിച്ച് സംസാരിക്കാറിയില്ല. എല്ലാം അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് പറയാറിയില്ല.
ആരെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയില്ല. മുഖം കാണുമ്പോൾ വേറെ എന്തോ നോക്കണം പോലെ. എനിക്ക് ഭൂതത്തിനെയാണോ കാണേ? തൊടാൻ പറ്റണില്ല എനിക്ക് തന്നെ. കുറെ മായും കുഞ്ചിവാര്യരും സിജീനും കുറെ പണ്ടാരം പിടിച്ച് എന്നിട്ടാണ് ഷിജിൻ്റെ കൂടെ കുറെ ഫേക്ക് പേരും ഫേക്ക് ബർത്ത് ഡേറ്റും കൊണ്ട് ഷിഗണ്ടികളെ അരച്ച് ഋത്തിഷമായ ഷിഗണ്ടികളെ അരച്ച് നടന്ന് പറപ്പിച്ച് പറയണൊരു. നിങ്ങൾ തലേദിവസം ബെല്ലടിച്ച് കുറേ പേരുണ്ടോ ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കാനൊരു കൂടെ. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തള്ളേനെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുന്നത് ദിവസം ഫുള്ളും. അതാണ് ധൈര്യം കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നത്. തലേക്ക് MDMA ഞങ്ങൾക്ക് MDMA കഴിച്ച് ഞങ്ങൾക്ക് സുഖമില്ലാണ്ടായി, അയ്യോ ചത്തു, ഞങ്ങൾ തമ്മിൽ കുളിച്ചടിച്ചു, തമ്മിൽ വിലയില്ലാണ്ട്, അയ്യോ ഞാൻ ചത്തു കഴിഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞ് രക്തം മാറുന്ന ഛർദ്ദിച്ചാലും അത് കുറേ നാൾ ഇവൻ കൊണ്ട് അട്ടച്ചായി പോയി എന്ന് പറഞ്ഞിരിക്കും. അവനെ അരുതൊട്ടി വാങ്ങും. ഞങ്ങൾക്ക് നമ്മൾ ചെയ്തതുകൊണ്ട് വിലയൊന്നും ഇല്ല, എന്തിനും വേണ്ടി ജനിച്ചതിന് ചത്തു, ഏതോ ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ചാൽ മാത്രം അവിടെ നടക്കും പറഞ്ഞു. ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും പറയാറിയില്ല. എന്താ കാര്യം? നീ എന്ത് വൃത്തികെട്ട നാടകം കളിച്ചാലും ഫേക്ക് എന്ന് കാണിച്ചാൽ എനിക്ക് മനസ്സിലാവണ്ട. അപ്പോൾ നീ ചോദിക്കണം അനുസരിച്ചിരിക്കും കാര്യം. പക്ഷെ നീ തന്നെ ബെഡി പ്രൂഫ് കൊണ്ട് നീ തന്നെ അളിഞ്ഞെളിഞ്ഞ് പോകേണ്ടി വരും. പിന്നെ ഞാൻ ആ സിറ്റുവേഷൻ വൃത്തിയാക്കേണ്ടി വരും, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും. അപ്പം എൻ്റെ അടുത്ത് നോണ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണ്ട. വേറെ ആരും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവൻ നോണയെ പറഞ്ഞതെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരാൾ നോണ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നോണയെ പറഞ്ഞിട്ടാന്ന് പറയില്ല ആരും എന്നോട്. എനിക്ക് മനസ്സിലാവും ആരെ അവരുടെ ബോഡി, അവർ ഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവരുടെ മോന്ത എവിടേക്ക് പോകണം, അവരുടെ ചേഷ്ടകൾ എങ്ങനെ പോകണം, അവരുടെ വർത്തമാനമായിട്ട് സ്റ്റൈല് വേറെ ടൈപ്പ് എങ്ങനെയൊക്കെ പോകണം കണ്ട് മനസ്സിലാക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ വന്നതാണ്. മനസ്സിലാവണം നിനക്ക്? അങ്ങനെ ഒബ്സർവ് ചെയ്യണമെന്നില്ല, മുമ്പേ എനിക്കറിയാം. ജനിക്കണ മുമ്പ് അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഗുഡ്ക കഴിക്കണവർ നമ്മുടെ വീട്ടിൽ നിലനിൽക്കാത്തതും അവർ പുതച്ച് മൂടി കൊണ്ടുപോകുന്നത്. അവനും ഓർപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞു. അപ്പം നീ തെലുങ്കു അങ്ങനത്തെ സൈഡിൽ അങ്ങനെ വല്ലതും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, കുടിച്ച് അങ്ങനത്തെ കുടിക്കും ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും ഡ്രഗ് ബീഡ് അടിച്ച് പിന്നെ രാത്രി രഹസ്യം അറിഞ്ഞ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനതറിയും. നീ 1984 1982 എന്ത് ചെയ്താലും ഞാൻ അറിയും. മനസ്സിലാവണ്ട? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായ? വിടർന്നിങ്ങനെ ഇരിക്കണല്ലോ ഒരു വേറെ രീതിയിൽ. വേറെ ലോർക്ക തൂക്കിയ മോന്താണെങ്കിൽ തലക്ക് ഉരുട്ട് ഷിജിൻ്റെ പോലെ ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവണ്ട? എന്നിട്ട് കുറേ പറയിപ്പിച്ച് ബോധമില്ലാണ്ട് ഡ്രഗ് അഡിക്സ് പറയിപ്പിച്ച് മാത്രം അതിനോട് പറയിപ്പിക്കേണ്ട ആവശ്യം. പറയിപ്പിച്ച് പറയണവരും ഡ്രഗ് അഡിക്സ് കൈയടിക്കും, ബോധമില്ലാണ്ട് വിലയില്ലാണ്ട് ഇല്ലാണ്ടാവും. എന്തിനും വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും വിപരീതം ചെയ്യണവരും വൃത്തിഹീനമായ ഷിഗണ്ടികളെ ആരാധിക്കണവരും. ഞാൻ നല്ല വിടർന്ന ഒരു തരം എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത് ആ രീതിയിലാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഞഞ്ഞാ മുഞ്ഞ അവൻ ഇഞ്ഞാ മൊഞ്ഞ മഞ്ഞാ ഞൊഞ്ഞൻ ടഗ് അടിക്കാനും ബോഡി വലിക്കാനും ധൈര്യമില്ലാണ്ട് കൊല്ലിക്കാനും പോയാൽ ഏത് സമയത്ത് എന്തുണ്ടാവണം നോക്ക്. വേറെ 17 സെപ്റ്റംബറും വേറെ വല്ല 15 ജൂണിൽ വല്ല സത്തവല്ലാരും. നീ എന്താ ഇവിടെ ഏത് സമയത്ത് എന്തുണ്ടാവണേ നോക്ക്. നിന്റെ തന്തി തള്ളി ചത്തത് എൻ്റെ ഭാഗ്യ. മനസ്സിലാവണ്ട? നിൻ്റെയോ അവരുടെ ഭാഗ്യമല്ല. അതാ എന്നെ അവിടെ കാണിക്കണേ. മനസ്സിലാവണ്ട? റോസ് ആയാലും ഒറീസ ആയാലും അരീസി ആണെങ്കിലും എല്ലാം സെയിം മീനിങ്ങാണ് വരണേ. ചോറ് എന്താണെങ്കിലും അതെൻ്റെ ഭാഗ്യ. മനസ്സിലാവണ്ട? അല്ലെങ്കിൽ അവർ വേറെ 6th വല്ല എന്താ പറയുക 12th മാർച്ചാ 13th മാർച്ചാ വേറെ 22nd നവംബറിൽ സത്താനെ. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? എൻ്റെ ഭാഗ്യത്തിനനുസരിച്ച് മരിക്കണം. അവർക്ക് മനസ്സിലാവണ്ട? നിന്റെ ഭാഗ്യമോ അവരുടെ ഭാഗ്യമല്ലത്. അത് പിന്നത്തേക്ക് നമുക്ക് നോക്കാം. ഞാൻ 11 വയസ്സായിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ പഠിക്കാതെ പുറത്തുനിന്ന് വരണ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് കൊങ്കണും അവിടെ നിന്ന് പറഞ്ഞു ഹിന്ദി ആരും പറയിപ്പിക്കണില്ലെന്ന് പറഞ്ഞു. കൊങ്കണും ഗോവ അന്ന് ഇവിടെ 97 ഹിന്ദിക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നീ ഉള്ളിൽ ചിന്തിക്കുന്നത് വരെ എനിക്ക് മനസ്സിലാവണ്ട. നീ എന്നോട് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡാഡി ദിവസം പറഞ്ഞില്ലേ ഞാൻ ചിന്തിക്കുന്നതാണെന്ന് അവർ ചിന്തിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഒരു പറഞ്ഞു വർത്താനം പറയാണ്ട് എങ്ങനെ മനസ്സിലാവുക അവർ പറഞ്ഞിരുന്നതൊക്കെ അത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറയാൻ പോവായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ല ആ സമയത്ത്. ഏതോ ഒരു 12-14 വയസ്സിൽ. ചിലപ്പോൾ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ഞാൻ രഹസ്യം പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അത് നിൻ്റെ ഇതിനനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നത്.
നിന്റെ വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കുന്നതും നിന്റെ പറയാം ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ ഐ ഡോണ്ട് വാരി ഫോർ പീപ്പിൾ. ഞാൻ പീപ്പിൾ അങ്ങനെ വേറെ ഇതാണ് അതിനനുസരിച്ചല്ലേ മാറുന്നത്. ബോധത്തോടെ ചെയ്യണത് രീതിയിൽ വരണത്, ബോധത്തോടെ നമ്മൾ കണ്ടും മനസ്സിലാക്കി സംസാരിച്ച് വരണ ആ സമയത്ത് അതാണ് ശരിയെന്ന് തോന്നുമ്പോൾ വേറെ വലിയ ചതിയും വേറെ വരണില്ലെങ്കിൽ സഹകരിച്ച് സ്കൂളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും സ്കൂളിങ്ങും ഷോപ്പിങ്ങും കുക്കിങ്ങും ബാക്കി നമുക്ക് വിവാഹത്തിനോടുപടിയാണ് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ സ്നേഹിക്കാമെങ്കിൽ ബോധത്തോടെ ചെയ്യാമെങ്കിൽ അത് അങ്ങനെ കണ്ടിട്ട് ചെയ്യും. ആ സ്ഥലത്ത് അവിടെ നടന്നിട്ട് അവിടെ നടക്കും. നടന്നില്ലെങ്കിൽ അയാളുടെ പാണ്ടക്കെട്ടും നിഴലും മിറാജിനെയും തേടി ആരും പോവില്ല പരിചയമില്ലാത്തവരെ. എവിടെ സംസാരിക്കണോ, എവിടെ കാണണോ, എവിടെ നേരിട്ട് കാണണോ അതനുസരിച്ച് നടക്കണത്. ആരെ കാണണോ, ആരുടെ മുഖം, എന്ത് ഫേസ് അതനുസരിച്ച്, ആരുടെ മുഖം അനുസരിച്ച് പണ്ട് തൊട്ട് നമുക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് ആരുടെ മുഖം നമുക്ക് സ്യൂട്ടബിൾ ആവണേ അതനുസരിച്ച് വരണത്. അതുകൊണ്ട് ആപ്പ കോപ്പ ശവങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകണല്ലേ. ഉള്ളിൽ ഹേറ്റഡ് വെച്ച് നടക്കണവർ. അപ്പം നിന്റെ തെളുഗു ആ തെളുഗു സമയത്ത് ഓരോ ചെയ്ത് കൂട്ടിയത് നിന്റെ തെളുഗു നീ ഗോവയിൽ ഒരു 30 വർഷം കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴും നീ ഗോവ തെളുഗു അനുസരിച്ചിട്ടാണ് നീ അവിടെ വന്നത്. എനിക്ക് നിന്റെ ചേഷ്ടകളും ഡ്രസ്സ് ഇടണ രീതി കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ജനിച്ച അവിടുത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ അവിടെ നിന്ന് വരണ പക്ഷേ അവിടുത്തെ പോർച്ചുഗീസ് അങ്ങനത്തെ ക്രിസ്ത്യൻ്റെ അങ്ങനത്തെ ആർക്കിടെക്ചറും അവിടുത്തെ വെസ്റ്റേൺ അവിടുത്തെ മെയിൻ ഡ്രസ്സിങ്ങും അവിടുത്തെ ഷിപ്പും വലിയ ഷിപ്പ് ഒരു പോർട്ട് ഏരിയ അവിടുത്തെ കളറും പോർച്ചുഗീസ് ടൈപ്പ് കോളനൈസേഷൻ അതൊക്കെ ഞാൻ കാണുന്നത്. ഇപ്പോൾ ഫിലോ അങ്ങനെ നോക്കുന്ന അവിടെ പോർച്ചുഗീസ് ടൈപ്പ് കൊങ്കണി സ്ത്രീ അവർ ഉപയോഗിക്കുന്ന ഭാഷ പോർച്ചുഗീസ് ലാംഗ്വേജ് അങ്ങനത്തെ ആളുടെ ഹിന്ദി പറയണല്ലോ അവിടെ. അപ്പം നീ അപ്പോഴും നിന്റെ വർക്ക് ചെയ്യണ ഹിന്ദി തെലുഗു അതാണ് തോന്നുന്നുണ്ടെങ്കിൽ നീ വിചാരിക്കുന്നത് ഗോവ തെലുങ്കുമായിട്ട് വിചാരിക്കണം. നീ അവിടെ ഇങ്ങനെ ഷാർഖാൻ ഖുഷാറുടെ പ്രസൻസ് അവിടെ ഞാൻ 1987 സ്റ്റേറ്റ് ആയിട്ട് 1988 തുടങ്ങുന്ന എനിക്ക് തുടങ്ങിയിട്ടാണ് പറഞ്ഞത്. അതല്ല കേരള ഇതെൻ്റെ ആസ്ഥാനം, ഇതെൻ്റെ സംസ്ഥാനം, ജാഗ്രത, ഇതെൻ്റെ ആസ്ഥാനം, ഇത് മറക്കരുത് പറയുന്നത്. ഇപ്പോൾ വൃത്തികെട്ട സ്ഥലത്ത് ബാംഗ്ലൂർ പോകുമ്പോഴും അതിനുള്ള ഞാൻ അവിടെ ചോദിച്ച വാക്കുകൾ പറഞ്ഞ് നടക്കണല്ലേ. 1980 സ്റ്റേറ്റ് ആയിട്ട് 1988 അത് വരുമ്പോൾ അതാണ് ജയിച്ചമ്മ അല്ലെങ്കിൽ കുറേ പറഞ്ഞേനെ അവരെന്താ ഇത് പറയും ഹരുണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഈ ഹരുണ്ട എന്ന് പറഞ്ഞാൽ തെലുങ്കുവിൽ അതായത് ഇന്ത്യൻ ലാംഗ്വേജിൽ ഹാപ്പൻഡ് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഹറുണ്ട എന്ന് പറഞ്ഞാൽ എന്താ ഹാപ്പൻഡ് അത് സംഭവിച്ചു എന്നാണ് പറയണത്. ഹരുണ്ട അതാണ് ഹരുണ്ടത്തി പറയണ രീതി പറയുന്നത്. ഹരുണ്ടത്തി എന്ന് പറഞ്ഞാൽ ഹരുണ്ടത്തി തീനെന്താ പറയണേ തീനെ പറയണത്. അത് ഒരു വേർഡും എങ്ങനെ സിനിമയുടെ വേർഡ് തീ ആളി കത്താനെ പറയണേ. ഹരുണ്ടാന്ന് പറഞ്ഞാൽ ഹാപ്പൻഡ് അത് സംഭവിച്ചു. അല്ല ഹരി എന്നൊക്കെ പറയണ അല്ല ഹരു എന്ന് പറയണത് അതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങിയ ആ സമയത്ത് തന്നെ 2011 ജിബിയുടെ കല്ലത് കൽബിയിലെത്തി പാട്ട് ഇറങ്ങിയില്ലേ കിഴക്ക് പൂക്കും. അത് എനിക്കറിയാം സിംഗിളല്ലേ പോയി പാടി കൽബിയിലെത്തി കൽബിയിലെ ബിലായി എന്ന് പറഞ്ഞാൽ കൽബിയിലെത്തി അത് കൽബിയിലെ സ്വർഗത്തിലെത്തി കൽബിയിലെത്തി ഇവിടെ എത്തി ഹരുണ്ട അതിലത്തെ തുടർച്ച അതിൽ കാണിക്കണം. അപ്പം എല്ലാ സിനിമയും മെയിൻ ആയിട്ടുള്ള സിനിമകളെ പറയണം. അതിൽ വാപ്പ കോപ്പ സിനിമകളെ കുറിച്ച് പറയണേ. അതിൽ വരുന്ന ഉപയോഗിക്കണ കൽബിയിലെത്തി എന്ന് പറയണത് എന്നുള്ള കാണിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാട്ടിറങ്ങില്ല. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി എങ്ങോ മറഞ്ഞു അതൊക്കെ പറയുന്നത് ജലമൗനം എന്നൊക്കെ പറഞ്ഞാൽ അത് വരുന്നത് ആ ടൈപ്പിലുള്ള മുഖം അങ്ങനെ കാണിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പല മുഖങ്ങൾ ആ ചൈൽഡ്ഹുഡിൽ കാണിക്കുന്നത്. ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കെ. ആ ട്രക്കിൽ ഇങ്ങനെ കണ്ണടച്ച് വരുന്നത് മുഖം വേറെയാണ്, കുറച്ചുകൂടി വളർത്ത് വേറൊരു മുഖം. പിന്നെ പുറത്ത് എവിടെയെങ്കിലും വാഗമൺ സ്ഥലത്ത് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുമ്പോൾ ലീഷർ ടൈമിന് പോകുമ്പോൾ അവിടെ വേറെ മുഖം, അത് ചേർച്ചുള്ള മുഖങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരു മുഖം വേറെ മീറിയും ആ ടൈപ്പിലുള്ള 27 ആ ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ മുഖം അവൾ വേറെ അല്ലെങ്കിൽ കാണിക്കണ ആ രീതി കാണിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇംഗ്ലണ്ടിൽ പോകണത്. ഷിക്കാർ സിനിമ ഞാൻ മലയാളം മാർച്ചിൽ കണ്ടിട്ട് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ കൊച്ചിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കൊച്ചിയിൽ നടന്നില്ല മെയ് അത് കൊച്ചിയിൽ പോകുന്നത് ആദ്യമായിട്ടല്ലേ പോണേ. തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നത് 2011. അപ്പം ചിന്തിക്കുക, നീ മഞ്ഞാണ് ഞാൻ മഞ്ഞാവണമെന്നില്ല. അപ്പം തെളുങ്ക് പോലത്തെ പറഞ്ഞിട്ട് ഈ ഗോവ തെളുങ്ക് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ആ സമയത്ത് അവിടുത്തെ റെയിൻകോട്ടും അവിടുത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എനിക്ക് അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേക വെസ്റ്റേൺ ടൈപ്പ് വരുന്നത്. അവിടുത്തെ യൂണിഫോമും അവിടുത്തെ ഇപ്പം മഴയുടെ സ്മെല്ലും ഉണ്ട്. അപ്പം റെയിൻകോട്ട് ഇടുമ്പോൾ അടുത്ത് മഴ ഒരു പ്രത്യേക തരം ഇവിടെ നാട്ടിൽ പല തരം
ഒരു തരം എന്താ പറയുക പ്ലാസ്റ്റിക് ഒരു വേറെ ടൈപ്പ് ഒരു അതിൻ്റെ ആ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ സ്കൂളിലത്തെ അന്തരീക്ഷം വേറെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വേറെ ടൈപ്പിലാണ് വരണത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ കോപ്പ പഴകിയ ശവങ്ങളുടെ സമയമല്ലേ അത്. അവിടുത്തെ വെസ്റ്റേൺ വേറെ ബീച്ചും അവിടുത്തെ അടുത്തടുത്ത് എല്ലായിടത്ത് പോകുമ്പോൾ വേറെ ടൈപ്പ് ഞാൻ കാണുന്നത്, അനുഭവിച്ചറിയുന്നത്. അവിടെ കഴിഞ്ഞാൽ തെളിവ് കൊണ്ടുവരും. നിങ്ങൾ തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യണല്ലേ. അപ്പം നീ വിചാരിക്കും എൻ്റെ മോനും കുറേ നാൾ കഴിഞ്ഞാൽ അതല്ല ആൾക്കാർക്ക് ഇതിട്ടെന്ന് പറയുന്നത്, അത് വിഡ്ഢികളായിട്ട് ഇതിട്ടെന്ന് പറയണത്. എൻ്റെ മോനും കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ പരീക്ഷയിൽ പൊട്ടും കുടിച്ചിട്ടാകും. എനിക്ക് ഇംഗ്ലീഷും മാത്സും ഞാൻ പറയും പോർച്ചുഗീസ് കൊങ്കണി ഇംഗ്ലീഷ് ഞാൻ ഫ്ലുവൻസി നല്ലോണം ഉണ്ടെങ്കിൽ മാത്സ് എഴുതി പഠിച്ച് മാർക്ക് കുറഞ്ഞ് കിട്ടണം. ബാക്കിയുള്ള മലയാളം പഠിച്ച് ഇംഗ്ലീഷ് നല്ല മാർക്ക് കിട്ടിയാലും ഞാൻ കുടിച്ചിട്ടൊക്കെ നടക്കണല്ലേ. മാർക്ക് കുറഞ്ഞ് കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കാം. 1 തൊട്ട് 20 ദിവസം ബെഡ് റെസ്റ്റ് ആയി വീണിട്ട് 2 ആഴ്ചയോടെ ലീവ് എടുക്കാം. നോട്ട്സ് കിട്ടിയിട്ടൊക്കെ അടിച്ച് ഞാൻ എല്ലാം ശ്രദ്ധിച്ച് അതിൽ വെച്ചിരിക്കണം. അപ്പം കിട്ടിയാലും പിന്നത്തേക്ക് ഫൈനൽ ലാസ്റ്റിൽ 62 കിട്ടിയാലും 49 കിട്ടിയാലും ബാക്കിയുള്ള കോപ്പി അടിച്ച ഒരു 57 55 കിട്ടുന്നത് കോപ്പി അടിച്ച് 70 കിട്ടുമ്പോൾ പിന്നെ 57 കിട്ടുന്നത് വ്യത്യാസമുണ്ട്. അപ്പം നിനക്ക് കിട്ടിയത് ഹിന്ദിയിലല്ലേ ചോദിക്കണം, മലയാളത്തിലും ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ മലയാളത്തിൽ തന്നെ പറയണത് ഫുള്ളും. അതാണ് ഈ ഫാറ്റ് നല്ല ഇതിലെങ്കിൽ നിൽക്കണേ സോഡിയോടെ. അപ്പോൾ ഒരു തിക്കപ്പാട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനവിടെ ഗോവയിൽ നിന്നുള്ളത് കാണാൻ അവിടെ നീ തെലുഗുമാണ്. അവിടെ തെലുഗ് ഫുൾ ഗോവയിൽ തെലുഗുമാണ്. സ്റ്റേഷനിൽ എല്ലാവരും സംസാരിക്കും തെലുഗും ബാക്കിയുള്ള ഹിന്ദിയൊക്കെയാണെന്ന് വിചാരിച്ചാൽ എന്നോട് ആരും സ്കൂളിൽ ഹിന്ദി സംസാരിക്കണല്ലേ. അവിടെ ഫുള്ളും കൊങ്കണി, ബാക്കിയുള്ളത് കൊങ്കണിയും പോർച്ചുഗീസും, ബാക്കി ഗോവൻ അന്തരീക്ഷത്തിലുള്ള പോർച്ചുഗീസും അതാ ടൈപ്പിൽ ബർത്ത്ഡേ പാർട്ടികളും ക്രിസ്മസും. ബാക്കി അവിടെ പൈൻ ട്രീസ് ഉണ്ട്, പണ്ട് ഇപ്പോഴത്തെ ഇല്ല. അവിടെ റോഡിൻ്റെ അരികെ എനിക്ക് റോഡിൻ്റെ അരികെ ഇവിടെ ഫ്രോഗ് പോണ്ടും അവിടെ നല്ല പൈൻ ട്രീസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഫോറിൻ സ്ഥലത്ത് കാണില്ലേ നല്ല നീളത്തിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് 4 ഉണ്ട്, 3 ഉണ്ട്. അതൊരു കുറച്ച് തണുപ്പ് ഇപ്പോഴങ്ങോട്ട് അതിൻ്റെ ഇലകളെ കൊഴിയും എന്തൊക്കെ എനിക്ക് കൊഴിയും അവിടെ തന്നെ ഉണ്ടെന്നാണ് അവിടുത്തെ ഇട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പൈൻ ട്രീ ഇങ്ങനെ നമ്മൾ അനിയത്തി പ്രാവൽ സിനിമയിൽ കാണിച്ചിട്ടില്ലേ, കുഞ്ചാക്കോ ബാബുവിന് ഒരു തരം ഡ്രൈ ട്രീയിൽ ഇങ്ങനെ ചടുന്ന അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. ഇങ്ങനെ പഞ്ഞി മാത്രം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഇലകളില്ലാത്ത മരത്തിൽ അങ്ങനെ കാണിക്കും. അതിൽ കുറച്ച് തനിച്ചു പാടിയ പാട്ടുകളെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈ ട്രീ കാണിക്കും അനിയത്തി പ്രാവിൽ. 1997 ഇറങ്ങിയത് അനിയത്തി പ്രാവ് അങ്ങനെ കാണിക്കും. എന്നിട്ട് ഡ്രൈ ഒരു വെളുത്ത അങ്ങനെ പൂശിയ പോലെ. അതൊക്കെ ഓരോ സമയത്ത് എന്താ ഒബ്സർവ് ചെയ്യണം അവർ അതനുസരിച്ച് കാണിക്കുന്നതാണ്. മനസ്സിലാവും. ഷിജിനും മാമുക്കോയും പറഞ്ഞ് എനിക്ക് 1 വയസ്സ് 2 5 വയസ്സ് 6 7 വയസ്സ് 8 വയസ്സുള്ളവരിപ്പോൾ അവർ 48 വയസ്സുള്ളവർ ആരോടെ കോപ്പി ചെയ്യണം ഈ ഷിജിയും ഓർക്ക തൂങ്ങിയ മുഖങ്ങളെ. അന്ന് അവർ കുടിച്ചിട്ടൊക്കെ അടിച്ച് കല്യാണം കഴിച്ച് മക്കളായി എന്തൊക്കെയോ ആരെ പറയിപ്പിച്ച് കള്ളും കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണവരെ പറയിപ്പിച്ച് കൈയടിപ്പിക്കല്ലേ. ഏതോ പഴകിയ സിനിമകൾ 1987 ആ സമയത്തൊക്കെ. അപ്പോൾ ആൾക്കാർ ഇതെന്ന് പറയുന്നത് ഡ്രഗ് തിരിച്ച് പ്രതിഷ്ഠ സ്നേഹിക്കാൻ സ്ട്രെങ്ത്തിൽ നടക്കുക. തിരിച്ച് ആൾക്കാർ ഇതിൽ കുറേ പരുത്തി ലോറൻസ് പരുത്തി എല്ലാവരും കൂടെ 1,000 വാങ്ങിപ്പിച്ചില്ലേ. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് പരീക്ഷ തോറ്റി. ഞാനും എൻ്റെ കാര്യം അത് ധൈര്യമല്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാം, ബോധമില്ലാണ്ട് കിടക്കാം. ആരെയും ചോദിച്ചാൽ ബോധമില്ലാണ്ട് ഛർദ്ദിച്ചു, അതല്ല ധൈര്യം. ആ സർക്കംസ്റ്റൻസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അതുകൊണ്ട് വരില്ല. അതാണ് 2012-24 വയസ്സ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ വന്നിട്ട്. അത് പിന്നെ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, വേറെ സ്ഥലത്തേക്ക് പോയി. സെക്കൻഡ് ടൈം തേർഡ് ടൈമും വേറെ എൻ്റെ ഇവിടെ തന്നെ തങ്ങി നിൽക്കണല്ലേ. വേലിപ്പാട് അവിടെ നിന്ന് വീണ്ടും യാത്ര എല്ലാ ദിവസവും 2 വർഷം വീണ്ടും ബസ്സിൽ 6 മണി തൊട്ട് 6 മണി പുലർച്ചെ തൊട്ട് രാത്രി 6 വരെ അവിടെ തന്നെയാണ് യാത്ര. അവിടെ തന്നെ 2 വർഷം. പിന്നെ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം പിന്നെ സെക്കൻഡ് ടൈം അങ്ങോട്ട് പോകണം. ഞങ്ങൾ തേർഡ് ടൈം വീണ്ടും അവർ കൊറോണ ഒക്കെ വന്ന് പിന്നെ രാജസ്ഥാൻ പോകണം. അങ്ങനെയൊക്കെ ഇവിടെ തന്നെ തങ്ങി നിൽക്കണല്ലേ. പലയിടത്ത് ഇംഗ്ലണ്ട് ബാംഗ്ലൂർ 4 വർഷം 3 എവിടെയാണ്. ഇപ്പോൾ 9 വർഷം ഗോവയിലായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ താമസിച്ചത് കുറച്ചുണ്ടാവുള്ളൂ, 19 വർഷം ഉണ്ടാവുള്ളൂ. 19, 18, 17 വർഷം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പോയത് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ശരിക്കും 26, 27 വർഷമുണ്ട്. പക്ഷേ 17 വർഷം അങ്ങനെ ഇവിടെ ഉള്ളൂ. 17, 18 വർഷം. 27, 28 കൂട്ടാമെങ്കിലും 27. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കാം എന്താ ഇതൊക്കെ എന്ന്.
അപ്പം നിങ്ങളുടെ പോലെ അവിടെ നിന്ന് കാണുമ്പോൾ കുടിച്ച് ട്രക്ക് അടിച്ച് ഇവനും കുറേ നാൾ വല്ല കാലോടിഞ്ഞ് വീണ ഇവനും ട്രക്ക് അടിച്ച് കുടിച്ച് നടക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യമില്ലേ? നിങ്ങൾ വേറെ വല്ല വിഡ്ഢിയുടെ മുഖം ഓർത്ത് വെച്ചിട്ട് കുശുമ്പും കുറ്റു വെച്ചിട്ട് അങ്ങനത്തെ ഒരു മുഖത്ത് പ്രത്യേകത ആ രീതിയിൽ വരുന്നതാണ്. അത് അങ്ങനെ തന്നെ വരും. അതിന് വേറെ ഇങ്ങോട്ട് മാറി പോകും, ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകും, അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകും, കുഴച്ച് മറിച്ച് വരെ ഫുട്ബോൾ കളിച്ച് 23-4-30-32 പോലെ ഫുട്ബോൾ കളിക്കുക. അതൊന്നും സർക്കംഷൻ ചെയ്തിട്ടില്ല, വേറെ തോന്നില്ല, അത് ചെയ്യില്ല. അത് ആവശ്യമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത് പിന്നെ ഒരു സമയം ലെവലെത്തുമ്പോൾ അതിനനുസരിച്ച് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, ബൂസാവാണ്ട് ചതിയില്ലാണ്ട് ഫുൾ കമ്മ്യൂണിക്കേഷനോടെ അവിടെ വരെ എത്തിക്കേണ്ട ഇത് വരുള്ളൂ. ബാത്റൂം ഇവിടെ ഇല്ലാണ്ട് അതൊക്കെ അത് ആ രീതിയിൽ പോകും. അത് മനസ്സിൽ സബ് കോൺഷ്യസ് ഓട്ടോമാറ്റിക് മൈൻഡിൽ അങ്ങനെ ഉണ്ടാകാൻ കോൺഷ്യസിൽ കാണിക്കണില്ലെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ഫുള്ളായിട്ട് പറയുന്നത്, നിങ്ങൾ കിടന്നുറങ്ങിക്കുക സുഖമായിട്ട്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് കേൾക്കണില്ലെങ്കിൽ, നിങ്ങൾ ഹിന്ദുസ് കേട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഹിന്ദുസ് മുസ്ലിം റോം കത്തോലിക്സ് ആണ് കേൾക്കേണ്ട ആവശ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ബാധ്യസ്ഥരാവേണ്ട കാര്യമില്ല, ഇവിടെ ഭാഗമാവേണ്ട കാര്യമില്ല. ബാപ്റ്റിസ്റ്റ് ചെയ്ത ക്രിസ്ത്യാനിറ്റി റൂമിൽ നിങ്ങൾ ഹിന്ദുസും മുസ്ലിംസും ആദിവാസിയും ഷിഗണ്ടിൽ ആരാധിക്കുന്ന റോമൻ കത്തോലിക്സ് ആണെങ്കിൽ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട. സാധാരണ സംസാരിക്കാൻ ഇത്ര വന്നത്തോട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മുർദാബാദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രഗ് അടിച്ച പോലീസുകാർ ഫേക്ക് സിറ്റുവേഷൻ ഇറക്കിയിട്ട് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അതിലൊരു കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മൈക്കും പിടിച്ചിട്ട് 4 മണിക്ക് അവിടെ വരെ ജൂബിലി മിഷൻ്റെ അപ്പുറത്ത് വരെ അവിടുത്തെ വരെ കേൾക്കാനായിട്ട് പറവട്ടാനി പള്ളി വരെ കേൾക്കണ്ടല്ലേ. അത് പറവട്ടാനി വിമലനാഥ പള്ളിയുണ്ട്. എനിക്കത് അറിഞ്ഞിട്ട് ഞാനിരിക്കണം, എനിക്കറിയാം. മെറീൻ ജോസിനോട് വിമലനാഥ പള്ളിയുടെ പ്രിയദർശി നഗറിൻ്റെ ആ ഭാഗത്ത് അപ്പുറത്തെ നീല മഞ്ഞ ഓയിൽ പെയിൻ്റ് ഇട്ട ആ വീട് വരെ കേൾക്കാനായിട്ട് 5-10 മാഗ്നിഫിഷ്യൻ്റ് സ്പീക്കർ വെച്ച് ഇവിടെ 4-10 മൈക്കിലാണ് ഞാൻ പറയണത്. അപ്പം നിങ്ങൾ വെഡ്ഡി പ്രൂഫും കൊണ്ടുകൂടെ വന്നു കഴിഞ്ഞാൽ പലതും കേൾക്കേണ്ടി വരും. മൊബൈൽ മോഷണം ബാക്കിയെല്ലാം കൂടിയും എല്ലാം ഒരുമിച്ച് എനിക്ക് മറവി രോഗമൊന്നുമില്ല. ഉറങ്ങി ഞാൻ മറക്കും വിചാരിക്കേണ്ട. പറയാണ്ട് സ്പഷ്ടമായിട്ട് ആരുടെ മുഖം കണ്ടാലും എനിക്ക് പെട്ടെന്ന് വരും. അവിടെ ഞാൻ ഉറക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അതെനിക്ക് പഠിച്ചു വരേണ്ട കാര്യമില്ല. ഇപ്പോഴും ഞാൻ പറയണേ അത് നിങ്ങൾ വിഡ്ഢി ചോദ്യം ചോദിച്ചു വരുമ്പോൾ, അല്ലാണ്ട് ഞാനായിട്ടും അറിയില്ല. പിന്നെ പറയട്ടെ, നിങ്ങളെനിക്ക് ഫീസൊന്നും തരണമല്ലോ മാഷാവാനായിട്ട്. ഞാൻ പറയാം, തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ശരി. പക്ഷെ നിങ്ങളെനിക്ക് ഫീസൊന്നും തരണമല്ലോ ഈ വിഡ്ഢി പേര് വയ്ക്കാൻ. മാഷ് എന്ത് മാഷ്? 10 വർഷം ജീവിക്കണ കുരങ്ങെന്നാണ് മറ്റേ തിരിച്ച് പ്രതീക്ഷിക്കണം സ്നേഹിക്കുന്നതും തേജസ്സും 100 വയസ്സ് 200, 300, 400 വയസ്സ് വരെ ജീവിക്കണ ഏഷ്ണി പരിഭാഗമുണ്ട് ആൽഫ്യം ബാക്കി മനുഷ്യരൊക്കെ ഉണ്ടായത്. 10 വർഷം ജീവിക്കണ കുരങ്ങെന്ന് വലിയ കണ്ടുപിടുത്തമായി. പിന്നെയല്ലേ പരീക്ഷ പൊട്ടി ട്രക്കടിച്ച് നടക്കുന്നത് എല്ലാവരും. ശരി, അത് നിങ്ങളും മാഷന്മാരും അത് വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ഫീസ് മേടിക്കണ മാഷന്മാർ, വീട്ടിൽ കുടിച്ചും 10 കുപ്പിയും സിഗരറ്റും വീട് വെച്ച് നടക്കണ, വീട്ടിൽ നിറച്ച് പുകയായിട്ട് നടക്കണ മാഷന്മാർ, അവർ ഇങ്ങനെ പറയുള്ളൂ, ഇതൊന്നും പറയില്ല. അവരെന്താ പറയുക, 10 വർഷം ജീവിക്കണ കുരങ്ങെന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. ഏഷ്ണിയും പരിപാടി ശ്രീകണ്ഠിയിൽ ആരാധിക്കണവർ പരീക്ഷ പൊട്ടി ട്രക്കടിച്ച് നടക്കണോ ഇത് കേട്ടോ എല്ലാവരും വെഡിത്താന്ന് മനസ്സിലാക്കി കിട്ടും. എനിക്ക് മനസ്സിലാവും ആരെവിടെ പറയണമെന്ന്. അപ്പോൾ ഈ തിരിച്ച് തേജസ്സുള്ളവരും ആൽഫ്യം എന്തായാലും പുറമേ മൃഗങ്ങളെ പരിപാലിക്കണവരും മൃഗങ്ങളെ ആക്രമിക്കാത്തവരും ആയുസ്സുള്ളവരൊക്കെ 10 വർഷം ജീവിക്കണ കുരങ്ങെന്നുണ്ടായെന്ന് പറഞ്ഞാൽ അവർ 10 വർഷം ജീവിക്കണ കുരങ്ങെന്നാണ് 100 വയസ്സ് 200 വയസ്സ് 300 വയസ്സ് 400 വയസ്സ് വരെ ജീവിക്കണ മനുഷ്യരുണ്ടായിക്കണേ. ശരിയാ, ഭയങ്കര ശരിയാകും. ചിലർ പറയും മീനുകളെന്ന് ഉണ്ടായിക്കണേ. അത് അതിനേക്കാളും വലിയ ശരിയാണ്. അത് അതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാവും. അന്ന് മക്കളെയൊന്നും ഉണ്ടാക്കണ്ടെന്നുള്ള രീതി നടക്കണം. പിന്നെയാണ് ഏഷ്ണി പരിഭവവും കുറ്റബോധവും മറ്റേതൊക്കെ വന്നിട്ടുണ്ടാകുക. അങ്ങനെ തന്നെയാണ്. ആമസോണിലാണെങ്കിലും കോൺഗോ ബേസിലാണെങ്കിലും മെഡിറ്ററേനിയൻ ഏരിയയിലാണെങ്കിലും എവിടെ വെച്ച് തുടക്കമാണെങ്കിലും പിന്നെ വ്യാപിച്ചതാണെങ്കിലും ഇന്ത്യയിൽ നിന്നും ശ്രീകണ്ഠികൾ ആരാധിക്കുന്നതും മൃഗങ്ങളെ ആരാധിക്കുന്നതും തേജസ് നഷ്ടപ്പെട്ടതും മൃഗങ്ങളെ ആക്രമിച്ച മൃഗങ്ങളെ ആരാധിക്കുന്നതും ഒക്കെ ആയതും വിഡിത്തം ശ്രീകണ്ഠി ശാപമായിട്ട് വന്നതും പലരിൽ നിന്നുണ്ടായതും ചീടുകൾ മന്ദബുദ്ധികളെ ആരാധിക്കുന്നതും അതിന് തമ്മിൽ ആരാധിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അനശ്വരമായി ആരാധിക്കരുത്. പൂർണ്ണമായിട്ടുള്ളത് മുസ്ലിംസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മുസ്ലിംസ് കുറിച്ചിട്ട് അകടിച്ച് നടക്കുന്നവരും പറയുന്നതല്ലത്. ഖുറാൻ എഴുതണ പോലെയല്ല. വിൽസ വർഷം കഴിച്ചു വരുന്ന വരുത്തിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, കുടിച്ചിട്ട് അകടിച്ചാണെന്ന്, എൻ്റെ മകൻ കുടിച്ചിട്ട് അകടിച്ചാണെന്ന് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറ കണക്ഷൻ തരാതിരിക്കണതിന് അർത്ഥമുണ്ട്.
എന്തുകൊണ്ട് നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച ആൾക്കാരുടെ കയ്യിലാണ് ക്യാമറ കഷ്ണം വെച്ചത് അല്ലേ? ഹിന്ദുസ് മുസ്ലിംസ് റോങ്ങത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന ഇല്ല. ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് എല്ലാ ദിവസവും നീ കൂട്ടുകാരെ വിളിക്കുന്നത് പറഞ്ഞ് 10 പേരെ കുറേ തടിയന്മാർ, എനിക്ക് അങ്ങനത്തെ ആവശ്യമില്ല. അവർ തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക, ബാക്കി സെലക്ട് ചെയ്ത് എങ്ങനെ മനസ്സിലാക്കാൻ പോട്ടെ തിരിച്ച് പ്രതീക്ഷ പങ്കുവയ്ക്കാന്ന് വെച്ചോട്ടെ. കുറേ തടിയന്മാർ മുഷിഞ്ഞ ഡ്രസ്സുള്ളവരുണ്ടായി പറഞ്ഞ് നടന്നിട്ട് ഒരു 10 മണിക്കൂർ ഈ റൂമിലിരുത്തിയിട്ട് സിഗരറ്റ് കുറേ 10 പാക്കറ്റ് സിഗരറ്റ്, ഒരു പാക്കറ്റിൽ എത്ര സിഗരറ്റ് ഉണ്ടാവും? ഒരു 21 സിഗരറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. 10 എണ്ണം വലിച്ച് എല്ലാവരും കൂടി വലിച്ച് ഡ്രഗും കുടിച്ച് നടന്ന് വീടിയും സിഗരറ്റും കുറേ 10 കുപ്പി കുടിച്ചിട്ട് കുറേ ഛർദ്ദിച്ച് ഫ്രൈഡ് റൈസ് വന്നാൽ ഫ്രൈഡ് റൈസ് ഇങ്ങനെ കുറേ കഴിച്ചിട്ട് അപ്പുറത്തെ തള്ള നിൽക്കുന്നുണ്ടോ, മമ്മ നിൽക്കുന്നുണ്ടോ, ഫ്രൈഡ് റൈസ് വന്നാൽ കുറേ ഛർദ്ദിക്കാൻ പോയപ്പോൾ കുറേ കുട്ടക്ക അറിയാണ്ട് തുപ്പി പോയിണ്ടോ, അറിയാണ്ട് പോയതായിരിക്കും. ചിലർ അറിഞ്ഞിട്ട് അറിയാണ്ടായി തുപ്പും. എന്നിട്ട് സിഗരറ്റ് ഛർദി തെറിച്ചു ഛർദി വീഴ കുഴപ്പമില്ല കഴിച്ചിട്ട് വീണ്ടും ഛർദ്ദിക്കും. എൻ്റെ തളകൾ പറയും എന്തെങ്കിലും വേറെ കുഴപ്പമുണ്ടായി വെള്ളം മേടിക്കാൻ കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അതും അറിയില്ല, ബോധം കെട്ട് കിടക്കും. ചതിയായി കൂട്ടുകാർ കൊണ്ടുവരും പറയും. പിന്നെ ചതി വന്നിട്ട് പറയട്ടെ, എന്നിട്ട് കൂട്ടുകാർ കൊണ്ടല്ലോ അപ്പം ഞാൻ കൊണ്ടല്ല ബോധമില്ലാണ്ട് കടന്നിട്ട് ഛർദി വീണ്ടും വൃത്തിയാക്കുള്ള ബാത്റൂം എന്നിട്ട് ബോധം മണം വമ്മിച്ച തരം വമ്മിച്ച ഛർദി മണം ഉണ്ടാവില്ലേ റൂമിൽ, ഛർദിച്ച മണം, ആ മണം ഉണ്ടാവും കൊണ്ടല്ലോ. പിന്നെ അടുത്ത ദിവസം ആഴ്ച, വെനസ്ഡേ, ബുധനാഴ്ച, സാറ്റർഡേ, സൺഡേ, ആഴ്ചകൾ തീർന്നു, മാസങ്ങൾ തീർന്നു, മഴക്കാലം തീർന്നു, ചൂടുകാലം തീർന്നു, 3 വർഷം, 4, 20 വർഷം തീർന്നു. ഇത് തന്നെ സെയിം. ഇത് ചെയ്തുകൊണ്ട് ധൈര്യമാണ് ബോധം രണ്ട് കടന്നു. കുറച്ച് ചോദിച്ചാൽ ഭാര്യമാരുടെ വിചാരം എന്താ, എൻ്റെ ഭർത്താവ് ധൈര്യമുള്ള ഡ്രഗ് അടിച്ചൊക്കെ നടക്കുന്നുണ്ട്, ഭയങ്കര ധൈര്യമുള്ള ആളാണ്, ഡ്രഗ് അടിച്ച് ബോധം ഉള്ളിൽ ഫംഗസ് ക്യാൻസർ രോഗം വരുത്തും, എന്തിനു വേണ്ടി എൻ്റെ കൂട്ടുകാരെ വരെ അട്ടഹസിച്ചിരിക്കും, പോട്ടെ ഛർദ്ദിച്ച് രക്തം ഛർദ്ദിച്ച് വാർന്ന് ചത്താലും. എന്നിട്ട് അതന്നെ അവൻ്റെ കൂട്ടുകാരെ വരായിരുന്നു കൂട്ടിച്ചാകും. എൻ്റെ ഭാര്യ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, എൻ്റെ ഭർത്താവ് അതിന് ധൈര്യമുള്ളവർ കുറേ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടായിരുന്നു, നല്ല ഭർത്താവ് ബോധമില്ലാണ്ടൊക്കെ ചെയ്യുള്ളൂ, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നതും അന്നറിയില്ല, ബോധമില്ലാണ്ട് ചതി അങ്ങനെ കുറിച്ച് അവർക്കൊന്നും ഇല്ല. ഡ്രഗ് അടിച്ച് നടക്കും. ഭയങ്കര ധൈര്യമുള്ളവരാണ്. വിപരീതം ചെയ്യും, വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കും. ഭയങ്കര ധൈര്യം, ബോധമില്ലാണ്ട് കിടക്കുന്നത് ഭയങ്കര ധൈര്യം. കുറേ നാളെ എയ്ഡ്സ് വരും, പല രോഗങ്ങൾ വരും. ഇതൊക്കെ ഭയങ്കര ബോധത്തോടെ ചെയ്യുന്നതൊക്കെ വളരെ ഭാര്യ വരെ ഞങ്ങളുടെ വായിന്ന് വളി വിടാൻ ആളുകൾ വിപരീതം ചെയ്യാനൊക്കെ ആയിട്ട് മക്കൾ വരെ അതായിട്ട് MDMA കഴിച്ച് നടക്കും. അപ്പോൾ ഇവർ പറയും MDMA മക്കളെ MDMA കഴിച്ചതാണ്, അവർക്ക് ഇങ്ങോട്ട് വിലയില്ല, തന്തയ്ക്ക് മന്ദബുദ്ധി തന്തയ്ക്ക് അങ്ങോട്ട് വിലയില്ല. അവർക്ക് പെണ്ണുങ്ങളാണ് തിരിച്ചറിയാന്ന് പറയും. ഇവർക്ക് യൂട്രസ് ഉള്ളവരും പെണ്ണുങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി തിരിയില്ല. ഹിന്ദി കുട്ടികളും പല MDMAകളും അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നടക്കും. ഇവിടെ എക്സ്റ്റേണലായിട്ട് പുറത്താണെങ്കിലും എക്സ്റ്റേണൽ വേ ആണ് അതിനെക്കുറിച്ച് പറയണത്. അവിടെ ഞാൻ ഒന്നും അകത്തേക്ക് കൊണ്ടുവരണല്ലേ, മറ്റേതായിക്കോട്ടെ കുഴപ്പമില്ല, അത് മറ്റേക്ക് കൊണ്ടുവരണല്ലേ, കുടിച്ച് നടക്കുന്നതും ഇതും ഓടിക്കുക, അത് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞു ഇത്രയ്ക്ക് ബോധം, കുരുട്ട് ബോധം നോക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ എന്തൊരു ചിന്തിക്കണം എന്താണ്. ഓട്ടോമാറ്റിക് സബ് കോൺഷ്യസ് വല്ല എന്ന് അറിയുന്നുണ്ട്, കോൺഷ്യസ്ലി ഞാൻ ചെയ്യണമെങ്കിലും ബോധത്തോടെ എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം അപ്പം തന്നെ വേറെ ഏതോ വെഡ്ഡി കേട്ടിട്ട് അവരങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അങ്ങനെയാണ്ട് അങ്ങനെ തന്നെയായി പോകും. അതിൽ സോഴ്സ് മക്കളും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകും. അതാവുമ്പോൾ ആവും, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിന് മുമ്പ് 24 വയസ്സില്ലാത്തത് സർക്കംസിഷൻ ചെയ്തിട്ടുണ്ട്, 26 വയസ്സ് അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, അതുകൊണ്ട് ഞാനാണ് പോണത്. 26 വയസ്സോടെ എടുക്കണോ, 12 വയസ്സോടെ എടുക്കണോ, 15 വയസ്സോടെ എടുക്കണോ? ഞാൻ കുടിച്ചിട്ട് കിടക്കാൻ പോയാൽ പരീക്ഷയിൽ തോറ്റെന്ന് പറഞ്ഞിട്ട് അവിടെ ബോധത്തോടെ ചെയ്യുന്നത് വളരെ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കും. അതാണ് ധൈര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുടിച്ചിട്ട് കളിച്ച് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ക്യാമറ കഷ്ണം തരാം. ബോധം ഞാൻ മൂത്തവനല്ലേ, ഞാൻ നടക്കണില്ലല്ലോ. അപ്പം നിങ്ങൾ വെഡ്ഡി പ്രൂഫും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അമ്മളായിട്ട് ഈ ഫുൾ ക്യാമറ കണക്ഷൻ എൻ്റെ കയ്യിൽ തരേണ്ടി വരും. പിന്നെ ക്രിസ്ത്യൻ കോസ്മിക് വിഷയിലും പോവും, ശിഖണ്ഡികളെ ആരാധിക്കുന്നതും ഹിന്ദുസ് മുസ്ലിം മറ്റേ വൃത്തിയാണ് ശിഖണ്ഡികളെ MDMA കഴിച്ച് ജനിച്ചതെന്നൊക്കെ വിചാരിച്ചതൊക്കെ കാറ്റത്ത് പറന്നു പോകും. അതിനു വേണ്ടിയായിരുന്നു പറഞ്ഞത്, അതിനു വേണ്ടി നിങ്ങൾ വരുത്തിക്കാനാണ് പറയും. എനിക്ക് MDMA ശബ്ദങ്ങളും നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ MDMA കഴിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ പോയിട്ടില്ലേ. എനിക്ക് നിൻ്റെ MDMAയുടെ വാക്കുകൾ കേൾക്കണില്ല. നിങ്ങൾ ആര് കാർഡ് പറയുമ്പോൾ നിങ്ങളെന്താ പറയണേ, നിങ്ങൾ ഏതോ ഹാരിസ് മുകളിലുണ്ട് അവരെ വിളിക്കണേ അല്ലേ?
എനിക്കെന്ത് ബോധമില്ല. അപ്പോൾ ഞാൻ ബോധമല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഞാൻ ബോധമില്ലാത്ത പോലെ പറയണമെന്ന് കാണിക്കാനായിട്ട് ഹാരിസ്, എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഏത് ഹാരിസ് മുകളിൽ മുഖം കണ്ട തിരിച്ചറിയോ? അപ്പോൾ അപ്പം എനിക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയില്ലേ അവർക്ക്? മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന അവർ. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ വിളിക്കേണ്ട കാര്യം? അങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്തൊരു കണ്ടികളൊക്കെ പലരും പറയും. അപ്പോൾ ഹാരിസ്, എൻ്റെ പേര് ഹാരിസ് എന്ന് പറഞ്ഞാൽ പേര് ഗാഡു എന്ന്, ആര്യ ഗാഡു എന്ന് പറഞ്ഞാൽ ഹാരിസ് മോളിൽ അല്ലേ? മലയാളി മനസ്സുണ്ടായിരുന്നു ആ മലയാളം. പിന്നെന്താ മുഖം കണ്ട് തിരിച്ചറിയാത്ത? എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും അതിനോട് പറഞ്ഞോട്ടെ. അപ്പോൾ അത് പറഞ്ഞ് ഗാഡു എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ്? ഗാഡു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഗാഡിന് ഗാഡ് എന്ന് പറയും. ഗാർഡിയൻ ഹാരിസ് ഗാഡ് അങ്ങനെ പറയും. അല്ലെങ്കിൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ്? GAD എന്ന് പറഞ്ഞാൽ അറമേക്ക് വേർഡിൽ ഡാൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്. ഗാഡ് എന്ന് പറഞ്ഞാൽ ഫോർച്യൂൺ, ലക്ക്. ഗാർഡൻ. പിന്നെ ഗാഡ് എന്ന് ഹിന്ദി തെളിപ്പോൾ ഞാൻ അങ്ങനെ വാക്കുകൾ വയ്ക്കാറില്ല. അപ്പം ഗാഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂഡ്, ബ്രോ, മേറ്റ്, ഡ്യൂഡ്, അടുത്ത് നിൽക്കണവൻ, മറ്റേ കൂട്ടുകാരൻ, ലവ്, ഫ്രണ്ട് എന്നൊക്കെ പറയും മേറ്റ്. പക്ഷേ അപ്പം അത് പറഞ്ഞോട്ടോ മോഹൻ അവരോട് സംസാരിച്ചോട്ടെ. നമുക്ക് പോയി സംസാരിച്ച് വരാം. മുകളിൽ ഹാരിസ് ഉണ്ടാ, നമുക്ക് നോക്കാം. ഇപ്പം സംസാരിക്കേണ്ട കാര്യമില്ല. ആരാണോ നമുക്കിപ്പോൾ മുഖം കണ്ട് തിരിച്ചറിയില്ലല്ലേ? പറയണ്ട. ശരി, നിങ്ങളെവിടെയുള്ളവരാ? താഴത്തെ ഫ്ലോറിൽ. പുറത്ത് അവിടെ നിന്നുള്ളവരാ? എന്താ ഇവിടെ? പോയി അവിടെ ഒന്നും നടക്കണില്ലേ? അത് വർത്താനം സംസാരിക്കും. വേറെ നമ്മൾ സംസാരിച്ച് പറഞ്ഞത് അത് വേറെ, ഇത് വേറെ, അത് വേറെ, ഇത് വേറെ, പഴകിയവർ വേറെ, അവിടെ വേറെ, ഇത് വേറെ. എല്ലാ സിറ്റുവേഷൻ എനിക്കറിയാം. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പറയണം സംസാരിക്കുന്നത്. മനസ്സിലായി? എനിക്ക് ബോധക്കേടില്ല നിൻ്റെ പോലെ ബൂസും ഡ്രഗഡ്സ് നടക്കണല്ലേ. അപ്പം നിങ്ങൾ ഉള്ള കാര്യം മൊത്തം സംസാരിക്കാണ്ട് അവിടെ മൈക്കിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോയി ചാവാൻ നോക്ക്. ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട വിവരമുള്ള കാര്യങ്ങളാണ് വരുന്നത് അല്ലേ? ഇവിടെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ബാഡ് അടിച്ച് ബാധിലാണ് ചാവ, ഗുഡ് കഴിച്ച ഫ്രൈഡ് റൈസ് നമുക്ക് കഴിക്കാം, ഛർദ്ദിക്കാം, ഇങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നിങ്ങൾ പലതും വെഡിത്താണ് ചെയ്യണേ. അത് മാറ്റാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാനുള്ള അർഹത പറയുമ്പോൾ നിങ്ങൾ വിപരീതം ചെയ്തുകൊണ്ടിരുന്ന ഇത് തന്നെ ഞങ്ങൾക്ക് തെറ്റ് മുറുകെ പിടിച്ച് അത്രയ്ക്കും വെഡ്ഡി ഷാട്ടിയാണെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഗുഡ് കഴിച്ച് ഒട്ടും ഡ്രഗ് അടിച്ച് നടക്കണില്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ മൊബൈൽ പാസ്വേഡും തുറന്നുമ്പോൾ നോക്കി, ഞങ്ങൾ തുറന്നുമ്പോൾ നോക്കിയിരുന്ന മൊബൈൽ പാസ്വേഡ് നോക്കിയാൽ നിങ്ങൾ എന്തെങ്കിലും മൊബൈൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഒരു ക്യാമറ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ആരും കട്ടുകൊണ്ട് പോകുമ്പോൾ ആരെന്ത് ചെയ്യണമെങ്കിൽ ആരും അറിയും? ഞാൻ എന്തായാലും ഡ്രഗ്സ് കൊടുത്ത് നടക്കാൻ നമ്മൾ ബോധത്തോടെ ചെയ്യണം. അപ്പോൾ എൻ്റെ ക്യാമറ കണക്ഷൻ തന്നോടെ? എനിക്ക് ആവശ്യമില്ലാണ്ട് എനിക്ക് എൻ്റെ ഡിസ്കണക്ട് ചെയ്തോ ഇങ്ങനെ മനസ്സിലാവും പറഞ്ഞെങ്കിലും ഇപ്പം നിങ്ങളായിട്ട് ചോദിച്ച് വന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസൻസിൻ്റെ ആവശ്യമില്ല. അത് ഞാനിവിടെ റെക്കോർഡ് ചെയ്യണം. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയണം. എൻ്റെ രീതിക്ക് വന്നത്, എൻ്റെ യഹൂദി അതിനനുസരിച്ച് വന്നത്, എൻ്റെ ക്രിസ്ത്യാനിറ്റിക്ക് അനുസരിച്ച്, എൻ്റെ പെന്തക്കോസ്റ്റിനനുസരിച്ച് വന്നത്. നിൻ്റെ റോമൻ ഹിന്ദുസ് മുസ്ലിംസ് അല്ല. ഏത് സമയത്ത് ആര് കാരണം എന്തുകൊണ്ട് മുങ്ങി നിവർന്നു എന്ന് മനസ്സിലാക്കാം. ആര് എന്ത് പറഞ്ഞു പിന്നെയും എല്ലാം കോപ്പി ചെയ്തിട്ട് അത് പറയാം. അപ്പോൾ ഇന്ന് കോപ്പി ചെയ്തിട്ട് ഉള്ള കാര്യം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ആക്കാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞാലും ബോധത്തോടെ ആണെങ്കിലും ബോധത്തോടെ പറഞ്ഞില്ലെങ്കിലും ബോധത്തോടെ പറഞ്ഞാലും എല്ലാം ഞാൻ തന്നെ ജയിക്കും. മനസ്സിലാവണ്ട? ചിലപ്പോൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ചായിരിക്കും. പിന്നെ എനിക്ക് പറയാമെന്നുള്ള രീതി വരുമ്പോൾ പറയും. അതെൻ്റെ ഇത് കേടല്ല. പറയേണ്ട സമയത്ത് പറയുമ്പോൾ സ്ട്രെങ്ത് തന്നെയാണ്. അത് നിങ്ങൾ ചോദിക്കണനുസരിച്ച് ഈ എടുത്ത് ചാടി പടപടെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ പോലെയല്ല ഞാൻ. അപ്പം ഇങ്ങനെ ആരെങ്കിലും മൊബൈൽ എന്തെങ്കിലും കളവ് പോയി കുറേ മൊബൈൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനന്ന് ഫാമിലി സപ്പോർട്ട് ചെയ്യേണ്ടെങ്കിൽ കോപ്പി ചെയ്യേണ്ടെങ്കിൽ അത് പറയേണ്ടതായിരുന്നു. അപ്പം മൊബൈൽ പെട്ടെന്ന് കണ്ടുപിടിച്ച് അവനെ ജയിലിലാക്കായിരുന്നു. വേറെ പുതിയ മൊബൈൽ മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ തെറ്റ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല മനസ്സിലാവാൻ പറഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾ ക്രിസ്ത്യൻ കോസ്മിക് ഫിഷൻ പോകേണ്ട രീതിയിലാക്കണ പോലെ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഖണ്ഡികളെ ആരാധിക്കണവർക്കൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ യഹൂദികളുടെ നമ്പർ സമയമായിട്ട് കണക്ഷൻ അവർ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. അത് യഹൂദി ജീൻസ് പിന്നെ തോൽക്കാൻ പിടിച്ച പല സെഞ്ചുറീസ് മാറി വരണതുകൊണ്ടാണ്. തൃശ്ശൂരിൽ നിന്ന് സൗത്ത് നോർത്ത് മാംഗ്ലൂരൊക്കെ പോണവർ കാണിക്കുന്ന അവർ സെൽഫിഷ്നെസ് ആണെങ്കിലും കുറച്ചൊക്കെ നല്ലതിനാണെങ്കിലും 90s 91 to 2005 പോലെ ആരും പറയിപ്പിക്കാണ്ട് ചെയ്യുന്നത് കുറേ കോപ്പി ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമകൾ പെർഫെക്റ്റ് ആണ്. ഇപ്പോഴത്തെ NDMA സിനിമ പോലെയല്ല, 1980s പോലെയല്ല, 1988 കഴിഞ്ഞിട്ട് ലൂപ്പ് ഹോൾ കഴിഞ്ഞിട്ട് 2005 വരെ 2015 വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിനിമകളാണ്. ഇപ്പോഴത്തെ NDMA കണ്ടു കഴിഞ്ഞാൽ പലരും ഛർദ്ദിക്കുക അത് കണ്ടിട്ട്. അവിടെ ഛർദ്ദിക്കും ഈ NDMA സിനിമകൾ കാണാൻ പോയതിന്. അപ്പോൾ
അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അതിനുള്ള താങ്ക്സ് പറഞ്ഞ എന്തുണ്ടായാലും അത് മുഖത്ത് നോക്കി പേര് വിളിച്ച് സംസാരിക്കാണ്ട് പറഞ്ഞ് എല്ലാം തന്നിട്ട് ഞാൻ പറയിപ്പിക്കാൻ അതൊക്കെ നിങ്ങൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് റഹ്മാനും ശോഭനയും ഒരു കറുത്ത ഒരു ഇരുണ്ട നിറയിട്ട് വലിഞ്ഞിട്ട് ചെറിയ ഉടുപ്പെടുത്തിട്ട് എങ്ങനെ തരം കൊത്രക്കൊള്ളി പോലത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, എനിക്ക് കണ്ടിട്ടുണ്ട്. ഞാനത് ജയൻ്റെ പാട്ടാന്ന് വിചാരിച്ചായിരുന്നു പണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മധുര കിനാവി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 1986 ഇറങ്ങിയ സിനിമ. എന്നിട്ട് പിന്നെ ആ മുഖം ഭാഗ്യലക്ഷ്മിയൊക്കെ പിന്നെ ഇറങ്ങുന്നതാണ് ഇപ്പോൾ 1989 മീൻ ഹരിഹർ നഗർ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ മുഖങ്ങൾക്ക് കോപ്പി ചെയ്യുന്നത് 91 തൊട്ട് ചേഷ്ടകൾ ആ തരം മുഖം പഠിക്കുന്നു, അതിനനുസരിച്ചുള്ള മുഖഭാവം മാറുന്നു, ആ കറുത്ത ഇരുണ്ട നിറം മാറുന്നു. 1987 ഒരു 1947 തൊട്ടൊക്കെ ഉള്ളത്, 1960 1970 1977 തൊട്ടൊക്കെ ഉള്ളത് ഇരുണ്ട നിറം. 1978 ബോണിയമിൻ്റെ പാട്ടുകൾ എന്തായാലും ഇറക്കിയിട്ടുണ്ട്. അല്ല ബേബിയും ഗ്ലോറിയുടെ പേരിൽ ഹാരിസും, ജോസും ഗ്ലാഡിസിൻ്റെ പേരിൽ ഹാരിസും. അത് 91 തൊട്ട് എല്ലാം പബ്ലിക് സപ്പൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതിൽ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പൂസേ എന്നൊക്കെ 91 92 93 94 95 പ്രത്യേക രീതിയിൽ മുഖഭാവം, നമ്മൾ ചെയ്യണ രീതി വഴക്കനുസരിച്ചുള്ള മുഖം അനുസരിച്ചുള്ള ഭാവങ്ങളും അതൊക്കെ വരുന്നത് വെസ്റ്റേൺ ടച്ചിൽ വേറെ വരണം. ഒരു 2000 വരെയെങ്കിലും താൽ, ചന്ദ്രലേഖ, അനിയത്തിപ്രാവ് ഒരു മുഖത്തിൻ്റെ പെടുത്തത്തിനനുസരിച്ച് ചിലപ്പം എൻ്റെ മുഖം വേറെ ടൈപ്പിലാവും. അപ്പോൾ അതിനനുസരിച്ച് വേറെ, ശാലിനിയാണെങ്കിൽ വേറെ, ഇപ്പോൾ സുകന്യാണെങ്കിൽ അത് ചന്ദ്രൻ പുതിയ നടിയാണ്. സുകന്യ എന്നത് പുതിയ നടിയാണ്. സുകന്യ കഴിഞ്ഞിട്ട് ബാക്കി 97 ടൈറ്റാനിക്, റോസ്, ജാക്ക്, ദിൽവാലെ ദുൽഹനിയ ले जाएंगे കാഴ്ചകൾ. അത് കഴിഞ്ഞിട്ട് 2001 തെങ്കാശി പട്ടണം, അങ്ങനത്തെ സിനിമകൾക്ക് അറിയാം, സുന്ദര പുരുഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമകൾ 2005 വരെ, ദേവദാസ് വരെ, പിന്നെ 2006 ബർസോര്. അത് കഴിഞ്ഞ് ഒരു ഈസിയിൽ പോകണനുസരിച്ച് 2015 വരെയെങ്കിലും. അപ്പം നിങ്ങളത് കോപ്പി ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാണ്ട് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ഒരു റിട്ടാർഡ് ക്രിയേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളാണ് തളർവാദ രോഗം മരുന്നൂട്ടി വാങ്ങുന്ന രീതിയിൽ പറയണേ. ഞാൻ എന്തെങ്കിലും തമാശയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കുട്ടി എന്തെങ്കിലും നിങ്ങൾ കോപ്പി ചെയ്തതിനനുസരിച്ച് കണക്കൂട്ടിയാൽ മതി. അതിന് വലിയ മറുപടി പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളെ മരുന്നൂട്ടി വന്നത് നിങ്ങളുടെ ഞാൻ ഒരു താങ്ക്ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വാട്ട് സോർട്ട് ഓഫ് റീടാർഡഡ് ക്രിയേച്ചർ ഇസ് ദിസ് എന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് റീടാർഡഡ് ക്രിയേച്ചർ. ഇത് ലോകം മൊത്തം കഴിഞ്ഞാൽ പലയിടത്ത് കമ്പനി അടിച്ചിട്ടുള്ളത് നിങ്ങൾ റീടാർഡഡ് പാരൻസ് ഉണ്ടായിക്കണേ. മനസ്സിലായോ? റീടാർഡഡ് ആയിട്ട് വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണവരെ ഏത് അശാതെ അയക്കണം നിങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് മന്ദബുദ്ധനും ആര് ബൂസ് അടിച്ച കണ്ണു വെച്ച് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ പറയുള്ളൂ, അവിടെ വരെ നടക്കുള്ളൂ. സ്വന്തമായിട്ട് നിങ്ങൾ പറയാറിയില്ല. അതാണ് റീടാർഡഡ് നേച്ചർ. മനസ്സിലായോ? ശരിക്കുള്ള കാര്യം പറയാറിയാണ്ട് ആരും പറയിപ്പിച്ച് ഡ്രഗ് അഡിക്ട്സ് പറയിപ്പിച്ചാൽ എന്തോ വളി വിട്ട പോലെ നാവ് ഉപയോഗിച്ചിട്ട് വളി വിട്ട മോന്തയും കൊണ്ട് നടന്നിട്ട് ശരിക്കുള്ളതല്ല നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്, ശരിക്കുള്ളത് മറന്നിട്ട് വളി വിട്ട മോന്ത അരുന്ന് കൂട്ടി പാരലിസിസ് പോലെ അരുന്ന് കൂട്ടി വാങ്ങിയിട്ട് അതാണ് നിങ്ങൾ റീടാർഡഡ് പാരൻസ് ഉണ്ടാവണ റീടാർഡഡ് ചിൽഡ്രൻ. അത് റീടാർഡ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല, റീടാർഡ് പാരൻസ് എന്ന് പറയാൻ പറ്റില്ല. എവിടെ എന്തിനോ വേണ്ടി ജനിച്ച് നിരങ്ങി നീങ്ങണു, വേസ്റ്റ് ആയിട്ട് ചാവണം. ഡ്രഗ്സും കുടിച്ച് ഡ്രഗ് അഡിക്സ് എന്നിട്ട് ആരും പറയിപ്പിച്ച് ഡ്രഗ് അഡിക്സ് വരും കൈയടിക്കും. അതാണ് റീടാർഡഡ് നേച്ചർ. അല്ലാണ്ട് നിങ്ങൾ ഒരാൾ കോപ്പി ചെയ്ത് നല്ല സേവിച്ച് കോപ്പി ചെയ്തിട്ട് അതിന് വിഡിത്തം പറഞ്ഞ് വായെന്ന് വളി വിട്ട പോലെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും മരുന്ന് കൊട്ടി വാങ്ങി പാരലിസിസും തളർവാദ രോഗം മരുന്ന് കൊട്ടി വാങ്ങിയ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പേര് ചോദിച്ച് വിളിക്കാൻ പോകണല്ലേ, നിങ്ങൾ അടുത്തേക്ക് ഞാനും വരാൻ പോകണല്ലേ. എന്നുവെച്ചാൽ നിങ്ങൾ ഏതോ വൃത്തികെട്ട മെറ്റീരിയലിസ്റ്റിക് സ്ഥലത്തെടുത്തതാണ്. അപ്പോൾ ആ മെറ്റീരിയലിസ്റ്റിക് സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചാവണ മുമ്പ് 1 മില്ലി സെക്കൻഡ് മുമ്പ് എൻ്റെ പേര് ഓർത്താൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്, എനിക്ക് മനസ്സിലാവും, അത്രയ്ക്ക് ഉറപ്പാണ്. എന്നുവെച്ചാൽ ശിഖണ്ഡികളെ ആരാധിക്കണവർ എന്തായാലും പുനർജന്മമില്ല, വേസ്റ്റായിട്ട് ആത്മാവില്ലാണ്ട് ചാവും ചെയ്യും, ശരീരം ഇല്ലാണ്ടാവും, മൊത്തം വേസ്റ്റ്. പറയിപ്പിച്ച് പറയുന്നത് വേസ്റ്റ്, സ്വന്തമായിട്ട് അവർക്ക് പറയാൻ അറിയില്ല. അതാണ് റീടാർഡഡ് നേച്ചർ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ 23 മിനിറ്റ് ആണെങ്കിലും ഇത്ര നേരം കൈ കൊടുക്കാൻ പിടിച്ചു നിന്നില്ലോ. ഞാൻ എന്തിനും ഇടപെട്ട് പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ കൺട്രോളിൽ ഇരിക്കണം, അത് മനസ്സിലാക്കുക. എനിക്കറിയാം കൈ ഇങ്ങനെ വിടർത്താൻ നല്ലൊരു പിടുത്തം വേദന, അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, ഒരു 2 മിനിറ്റേക്ക്. അപ്പം നിനക്കത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ 23 കിലോമീറ്റർ നടക്കുകയാണെങ്കിലും 23 കിലോമീറ്റർ ഞാൻ ഇടപെടാണ്ട് നല്ല സുഖമായിട്ട് ആ പേസ് വെച്ച് നടക്കും, ലെവൽ വെച്ച് നടക്കും. എനിക്ക് ഒടിഞ്ഞ് വെച്ചാൽ അതിങ്ങനെ ഒടിഞ്ഞ് നടക്കുന്ന രീതിയൊന്നുമില്ല. ആ രീതി നടന്ന് തിരിച്ച് വരുമ്പോൾ ഇവിടെ വന്ന് ഓട്ടോറിക്ഷ എവിടെയെങ്കിലും ബസ്സിലാണെങ്കിൽ ഇവിടെ അരമണിക്കൂർ കിടന്ന് ബാക്കി എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും തിരിച്ച് വയ്ക്കാനും ബാക്കി അവിടെ പോകാനും തിരിച്ച് പ്രതീക്ഷിക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീയാണ് 100 മീറ്റർ വരെ നടക്കില്ല.
നടന്നിട്ട് തിരിച്ച് വന്നിട്ട് തടിയും കുടവയറും കൊണ്ട് കള്ളും കുടിച്ചിട്ട് ആൾക്കാർ എ സി റൂമിൽ കള്ളിൻ്റെ മണം വെച്ചിട്ട് എ സി റൂമിൽ ആ ഛർദ്ദിച്ച മണം വെച്ചിട്ട് ഒരു 10-6 മണിക്കൂർ ഉറങ്ങും, ഷോർട്സിച്ച വളി വെട്ട നാവും കൊണ്ട്, അല്ലേ? ഇവിടെ ഹിന്ദി ആയിട്ട് ബന്ധം, ഹിന്ദിയും ഗുഡ്കളുടെ കൂടെയും ഇരുന്നിട്ട്, അല്ലേ? 23 കിലോമീറ്റർ നടക്കുന്നതും ഞാൻ 7-8 പ്രാവശ്യമൊക്കെ നടന്നത് എവിടെയൊക്കെ രാജസ്ഥാൻ, ഇംഗ്ലണ്ട്, പല സ്ഥലത്തും. നീ ഒരു 100 മീറ്റർ നടക്കാൻ പറ്റാണ്ട് ഒരു 50 മീറ്റർ വരെ 3 മീറ്റർ നടന്നിട്ട് 4 മീറ്റർ നടന്നിട്ട് എ സിയിൽ കള്ളും കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നത്, ഞാൻ ബോധത്തോടെ പിന്നെ സ്വന്തം കാര്യം ചെയ്യുന്നതും 23 കിലോമീറ്റർ നടന്നിട്ട്, ഇതിലേതാ ശരി? ഇതിലേതാ വഴക്കം? ഇതിലേതാ ഫ്ലെക്സിബിലിറ്റി? എനിക്ക് തന്നെ. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ ആരുടെ ശരീരഘടന ശരിയെന്ന്, ആരെ പെർഫെക്റ്റ് ഇതെന്ന്. നിന്റെ തെറ്റ് കൊണ്ട്, അമ്ലയും കൊണ്ട്, കുരുട്ട് ബുദ്ധിയും കൊണ്ട്, MDMA കൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ ചിലവാവില്ല. നീ ഇതിനേക്കാളും ഇരട്ടി ഇവിടെ നീ നാണം കെട്ട് തൂറിയ പോലെ പോണ്ടി വരും ചെയ്യും. നീ അതിനേക്കാളും വലിയ MDMA കഴിച്ച് ഇരട്ടി കഴിച്ച് ഹാർട്ട് അറ്റാക്ക് ആവുന്ന അറിയാം. ഡ്രഗ്സ് അടിച്ച് കുടിച്ചതിൻ്റെ കൂടെ എല്ലാ എയ്ഡ്സ് രോഗം വരുത്തി നീ ഇല്ലാണ്ടാവും. തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിത വ്യത്യാസമുണ്ട്. നീ ഇല്ലാണ്ടാവുന്ന രീതി വന്നാൽ ആത്മാവും പോകും, പുനർജന്മം ഉണ്ടാവില്ല. ഈ വക മുസ്ലിംസും ഷിജീനും വൃത്തിയുടെ അരത്തൂട്ടി വാങ്ങലേ പറയിപ്പിച്ച് മാമുക്കോയകൾ. ഈ വൃത്തിഹീന ശിഖണ്ഡികളെ അരച്ചിട്ട് ആരോ പറയിപ്പിച്ച് ഡ്രഗ് അഡിക്ട്സ് മാത്രം പറയിപ്പിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങളല്ലേ, മന്ദബുദ്ധികളല്ലേ, സ്വന്തമായിട്ടൊന്നും പറയാറിയില്ലേ. അപ്പം സ്വന്തമായിട്ടൊന്നും പറയാണ്ട് വേറെ ആർക്കോ വേണ്ടി പറയിപ്പിച്ച് നടക്കണതിന് ഒരു അർത്ഥമില്ല. വായിന്ന് വളി വിട്ടുകൊണ്ടിരുന്നാണ് നാവുകൊണ്ട് അർത്ഥമില്ല. ഞങ്ങൾക്ക് ജീവിച്ചതായിട്ട് അർത്ഥമില്ല. എന്തുകൊണ്ട് അർത്ഥമില്ലാത്തത്? സ്വന്തമായിട്ടല്ലേ നിങ്ങൾ കാണിക്കുന്നത്. ആരും കോപ്പി ചെയ്താലും എനിക്കത് കുഴപ്പമില്ല. എല്ലാവരും എല്ലാം അറിയില്ലല്ലോ. ഈ വെഡ്ഡികൾ ഓരോ വെഡിത്തം നാവിന്ന് മളിവിട്ടിട്ട് ആരും എന്താണെന്ന് അവർക്ക് അറിയില്ല. അറിയാതെ എനിക്ക് സന്തോഷമുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അത് യേശുവോടെ വരും, അങ്ങനെ ഞാൻ പറഞ്ഞു. അതങ്ങനെ തന്നെയായിരിക്കും. ഒരു യേശുവോടെ വരും അങ്ങനത്തെ കാര്യം വന്ന് കറക്റ്റായിട്ട് വന്നിട്ട് ഏതോ ഉള്ള കാര്യം മറിച്ച് വേറെ വല്ല പോലെ ആക്കി അത് അങ്ങനെയാവുമോ? ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കാൻ ബോധമില്ലാത്തവരാണോ? അപ്പം വീഴുന്നവരാണോ? കുറിച്ച് സഹിച്ച് കാര്യങ്ങൾ പുനരുദ്ധരിച്ച് പ്രവർത്തിച്ച് അങ്ങനത്തെ ഒക്കെ വരുന്നത്? ഹിന്ദിക്കാരും ഈ വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണവരാണോ? അങ്ങനെയൊക്കെ സഹിച്ചും ബാക്കി പരിമളമായ സാക്രിഫൈസും ഒള്ളി പ്രൈസ്ലെസ് സാക്രിഫൈസും തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നതും അതൊക്കെ അങ്ങനെ വരുന്നത്? സ്പിരിച്വൽ ബ്രൈഡും വിവാഹ ഉടമ്പടിയും ലാസ്റ്റ് വരെ ആൽഫ തൊട്ട് വിവാഹ ഉടമ്പടിയും ഒമേഗ വരെ കാണിക്കുന്നതൊക്കെ ഏഷ്ണിയും പരിഭവം കുറ്റബോധമാണ് അവിടെ കാണിക്കുന്നത്. കാശ് ജോലി വേർത്തൊലിച്ച് ജോലി ചെയ്ത് യുദ്ധം ഉണ്ടാക്കുക, മക്കളെ ചെടുങ്ങളെ ആരാധിക്കുക, ശിഖണ്ഡികളെ ആരാധിക്കുക, ശാപങ്ങളെ ആരാധിക്കുക. പിന്നെ ബാക്കി എന്നിട്ടാണ് ശിഖണ്ഡികളായിട്ട് ഇവിടെ ഒരു ബന്ധമില്ലല്ലോ. മൃഗങ്ങളെ ആക്രമിക്കുക, തേജസ് നഷ്ടപ്പെട്ട് മൃഗങ്ങളെ ആരാധിക്കുക, ധൈര്യം ഇല്ലാണ്ട് നടക്കുക. അവിടെ ധൈര്യം ഇല്ലാണ്ട് അവിടെ സഹിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട്. വായിന്ന് ആര് പറപ്പിച്ച് നാവിന്ന് വളി വിട്ട നാവും കൊണ്ട് വന്ന് ബോധമില്ലാണ്ട് ആയിരുന്നു കുട്ടി വാങ്ങി വളി വിട്ട മോന്തി കൊണ്ടിരിക്കുകയാണ്. അപ്പം ആര് പറയിപ്പിക്കാണ്ട് സംസാരിക്കാൻ പഠിക്കും. ആര് പറയിപ്പിച്ചു? അപ്പോൾ ഇവിടെ വന്നു ബെല്ലടിച്ചു പറഞ്ഞ വീട് മാറി വന്നതാണ്, പിന്നെ അങ്ങനെ പറയാണ്ട് ഉള്ള കാര്യം സംസാരിക്കും. ഉള്ള കാര്യം സംസാരിക്കാൻ അറിയില്ല എന്നറിയാം. നിങ്ങളുടെ ഈ കുറ്റും കുരുട്ട് ബുദ്ധിയാണല്ലോ. 90s എല്ലാം കോപ്പി ചെയ്ത സിനിമ കണ്ടിട്ട് വേറെ ഏതോ ബെഡിങ് സപ്ലൈ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി ചെയ്ത് നല്ല കോപ്പി ചെയ്തിട്ട് വേറെ തന്ത്രം സോഷ്യൽ അവസ്ഥ കാണിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണോ അതാണ് കോപ്പി ചെയ്തിട്ട് അതാണെന്ന് ചോദിച്ചിട്ട് തന്ത്രം സോഷ്യൽ അവസ്ഥ കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യം ചെയ്ത് സംസാരിച്ച് വരണ രീതി വരണത് അല്ലേ? അത് എനിക്ക് പറ്റണല്ലേ? ബെല്ലടിക്കണം. ഇവിടുത്തെ കാര്യം മാത്രമല്ല പറഞ്ഞത്, പല സ്ഥലത്തും ഇംഗ്ലണ്ട് വരെ ഞാൻ പറഞ്ഞ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് തോണ്ടി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഹിന്ദി കുട്ടികളുടെ കൂടെ കൂടുന്ന നടക്കുക പലരില്ലട അവരുടെ കൂടെ. നിങ്ങൾ സംസാരിക്കാൻ എന്തെങ്കിലും സംസാരിച്ചാൽ മതി, അത് തന്നെ സംസാരിക്കണം എന്നില്ല. കോപ്പി ചെയ്യുന്നത് പോട്ടെ, അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യം പോട്ടെ. നിങ്ങൾ കുരുട്ട് ബുദ്ധിയും നിങ്ങളുടെ ചടഞ്ഞുകൊണ്ടിരിക്കണ ആദിവാസി സ്വഭാവം സോഷ്യൽ പറ്റില്ല വേണ്ട. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും ആരെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് ചിലപ്പോൾ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് അറിയാമെങ്കിലും എല്ലാം ബോധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ നിന്നെ അറിയിപ്പിക്കണം എനിക്ക് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിന് നേരെ മറ്റേത് ഉണ്ടാക്കി പറയിപ്പിക്കുന്നതാവും. അപ്പോൾ നിങ്ങളെ പറയുമ്പോൾ എന്തെനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറയുള്ളൂ അല്ലേ? അപ്പോൾ ചിലപ്പോൾ
എനിക്ക് അങ്ങനെ നിന്നെ വലിയ രീതിയിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഡ്രഗ്സ് കുടിച്ച് ബോധമില്ലാണ്ടിരിക്കണ പോലെ. അതുകൊണ്ടോ ഞാൻ പറയാം. അപ്പം നിങ്ങൾ വേറെ എങ്ങനെയാണ് സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും തിരിച്ചു സ്നേഹിച്ച് തീർന്നു. വേറെ നിങ്ങൾ പിന്നെ വന്നില്ലെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക്. എടാ ഒരു സമയത്ത് കണ്ട് മനസ്സിലാക്കുന്നത് പിന്നത്തെ എങ്ങനെ വിളിക്കുന്നത്, ഇവിടത്തിലെ എനിക്ക് കാണുന്നത് അവിടെ കാണുന്നത് എങ്ങനെയാണ്, അതൊക്കെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ വരുന്നുണ്ട് സംസാര രീതി. അത് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, ആരും പറയിപ്പിച്ച് പറയുന്നതല്ല. സാധാ രീതിയിൽ നടന്നു വരുമ്പോൾ ഇങ്ങനെ അവിടെ എങ്ങനെയാണ് എന്നൊക്കെ സംസാരിച്ച് വേറെ എന്തെങ്കിലും അതിനുള്ള വേറെ എന്തെങ്കിലും നടക്കാൻ വേറെ നമുക്ക് പിന്നത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ വരണു. അതിൽ തിരിച്ച് സോഷിച്ച് അങ്ങനെ വരിഞ്ഞു അവർക്ക് അങ്ങനെ മഞ്ഞ അത് കാര്യം പോയി കഴിക്കാൻ പറയാം. അത് പറയില്ലേ, കൂടുതൽ ആൾക്കാരില്ലേ സോഷിച്ച വാക്കുകൾ കഴിക്കും, വെടുത്തല്ലേ. തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നതാണ് പങ്കുവയ്ക്കുക, അതിനോടുപടി ഇല്ലാണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ പറയാം. നിങ്ങൾ ചൂട് കാലത്ത് ഫാൻ ഓൺ ചെയ്ത് കിടക്കണം അല്ലേ, ജനൽ തുറന്നിട്ട് കിടന്ന് ഈ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ 3-4 മൈക്ക് വെച്ചിട്ട് പറഞ്ഞാണെങ്കിലും 4 സ്പീക്കർ, ഇവിടെ വലിയ സ്പീക്കർ, ഇത്ര പോകുന്ന സ്പീക്കർ, ചെറുതൊന്നല്ല വലുത്, ഇവിടെ നടുക്കിൽ വേറെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് സാധാ രീതിയിൽ സംസാരിക്കണേ, അല്ലാണ്ട് ഇത് ഇപ്പം ഇങ്ങനെയാണ് സംസാരിക്കണേ, അയ്യോ അങ്ങനെയാണോ പറയണേ? അത് നിങ്ങൾക്കൊരു കാര്യം സമയം അനുസരിച്ചല്ല നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. സാധാരണ സംസാരിക്കണ ഏതോ എന്ന് പറയട്ടെ, എന്തോ വേറെ കാര്യത്തിലായാലും എന്തായാലും തലയ്ക്ക് വിവരമില്ലാത്ത പോലെ ഫേക്ക് സിറ്റുവേഷൻ സൃഷ്ടിച്ചിട്ട് അത് തന്നെ സെയിം. നിങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ എന്ത് നല്ലത് സ്ട്രോങ് ആയി പറയണം, നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ നിങ്ങളുടെ പ്രോസസ് ബാപ്റ്റിസ് ചെയ്ത ഒരു റൂമിൽ നിങ്ങൾ ഹിന്ദുസും മുസ്ലിംസും എനിക്ക് പ്രശ്നം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ കാര്യത്തോടെ സംസാരിക്കണല്ലേ, നിങ്ങൾ പേരുകളിൽ സംസാരിക്കണം. അപ്പോൾ എനിക്ക് ഉള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചു സ്നേഹിക്കുന്നത് നിങ്ങളെ കുറിച്ച് നടക്കേണ്ട കാര്യമില്ല, എനിക്ക് ചെയ്യണമില്ല. നിങ്ങൾ ഹിന്ദുസ് മുസ്ലിം റോമൻ കാത്തലിക്സ് ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ആവശ്യമില്ല. ഇത്ര ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞോളൂ. വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അവിടെ പറയണം, ബൈബിളിനെ കുറിച്ച് പറയണം. ബൈബിൾ നിങ്ങളുടെ ഈ റൂമിലേക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദുസിനും മുസ്ലിംസിനും റോമൻ കാത്തലിക്സിനും ബൈബിളിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ പോലത്തെ ഉള്ളവർക്ക് സ്വയം ആത്മീയമാണ് സീജറോയി ക്ലീശോയ്ക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് താല്പര്യമില്ലെങ്കിൽ കേൾക്കാൻ താല്പര്യം, ഹിന്ദുസും മുസ്ലിംസിനും ശരിക്കുള്ള കാര്യം കേൾക്കുമ്പോൾ വിപരീതം ചെയ്യണവർക്ക് ചൊറിച്ചിൽ വരുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രസൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വിപരീതം ചെയ്ത് എരന്ന് കൂട്ടി ചാവാം. ജീവിക്കുന്ന ഉറപ്പ് കളഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ പ്രസൻസ് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വെറുതെ ആവശ്യം കംപ്ലയിൻറ്റ് ചെയ്ത് വെടിത്തം ബോധിപ്പിച്ചിട്ട് നിങ്ങൾ വരേണ്ട കാര്യമുണ്ടോ? പ്രൂഫ് കൊണ്ടുവരേണ്ട, പ്രൂഫ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? പിന്നെ ബാക്കി കാര്യം ചോദിച്ച് ബാക്കി കാര്യങ്ങൾ ക്യാമറ കണക്ഷൻ മൂത്തമല്ല എൻ്റെ കയ്യിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ക്രിസ്ത്യൻ കോസ്മിക്കേഷൻ പോയി നിങ്ങൾ ശിഖണ്ഡി ഹിന്ദുസും MDMA കഴിച്ച് ജനിച്ചതാണ് മിഥ്യ വിചാരിച്ചതൊക്കെ വേറെ ആരെയോ വെഡിയെ സ്വപ്നം കണ്ട പോലെ ആക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കുള്ളത് ആ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ വെഡിനെ സ്വപ്നം കാണേണ്ട കാര്യമില്ല. സാധാ രീതിയിൽ സംസാരിക്കണം. ഇപ്പോൾ വേറെ ഒരു കാര്യം അതുകൂടി ചേർക്കാം. ഇപ്പോൾ അതുകൂടെ ഉള്ളൂ. കറണ്ട് പോയി 2 ദിവസം കറണ്ട് പോയി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അന്ന് ഞാൻ ഈ മീറ്റർ ഏത് സ്വിച്ച് മുകളിലേക്ക് ആക്കണ താഴോട്ടാണോ എനിക്കത് മനസ്സിലായില്ലേ, ആ ഭാഗത്തേക്ക് പോയില്ലേ. ഭക്ഷണം ഇരുട്ടത്ത് 2 ദിവസം ഉണ്ടാക്കി അവിടെ കളഞ്ഞു. ചൂടാണെങ്കിലും എത്ര ചൂടാണെങ്കിലും അവിടെ കിടന്നു 2 ദിവസം, താഴേക്ക് വന്നില്ല. പിന്നെ എന്താ ഞാൻ അന്ന് വന്നിട്ട് പറഞ്ഞ മോളിൽ വന്ന് അപ്പോഴേക്കും 10 ബെല്ലടിച്ചിരുന്നു. കറണ്ട് ഇല്ലാത്ത വീട്ടിൽ അങ്ങനെ ബെല്ലടിച്ച ശബ്ദം കേൾക്കും. വേറെ ബെല്ലടിച്ചിട്ട് കേട്ടിട്ട് ശബ്ദം വാതിൽ തുറക്കാത്ത 2 ആഴ്ച വാതിൽ തുറക്കാത്ത പോലെ തൈലാണ് തുറക്കാത്ത പോലെയാണോ? അല്ല. കണ്ടിട്ടും തുറക്കാത്ത പോലെയാണോ? അല്ല. കറണ്ട് ഇല്ലാത്ത വീട്ടിൽ 10 പ്രാവശ്യം ബെല്ലടിച്ച് ആരും കേൾക്കുമോ? ഇല്ല. അവർ താഴെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, വിശക്കുണ്ട്, പാത്രങ്ങൾ കഴുകണം, ഇരുട്ടായിട്ടിരിക്കുക അടുക്കള, അപ്പോൾ പാത്രങ്ങൾ കഴുകണം, വൃത്തിയായിട്ട് കഴുകണം, അവിടെ എവിടെയും തൊട്ടും പിടിച്ച് കഴിക്കാൻ പറഞ്ഞില്ല, തൊട്ടും പിടിച്ച് കഴുകിയ കാര്യമില്ല, പാത്രങ്ങൾ കഴുകണം, ഇരുട്ടായിട്ടിരിക്കുക, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലേ, ഫ്രിഡ്ജിലത്തെ സാധനങ്ങൾ കേടായി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫ്യൂസ് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ കണക്ഷൻ മുമ്പേ എനിക്ക് തരണം. ഞാൻ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ ഇതെല്ലാം നടക്കണമല്ലോ. അന്ന് ഈ വല്ല കള്ളന്മാരും ഒറ്റയ്ക്കാണെങ്കിൽ മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫായി
കാണണ്ടെങ്കിൽ ഞാൻ മൂത്തന്നെ കോപ്പി തരണമല്ലേ. നിങ്ങൾ മിത്തേനെ ഒരു കളക്ടത്തിൽ കുടിച്ച് നടക്കണവരും പറഞ്ഞോട്ട് നല്ലൊരു ക്യാമറ കണക്ഷൻ കൊടുത്തിട്ട് അവർ ക്യാമറ മൊബൈലിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് പോക്കും ഫ്യൂസ് ഊരിയിട്ട് ഞാൻ താഴെ വന്ന് ഒരു ദിവസം പിന്നെയും പോയി. ഇൻവെർട്ടർ വന്നിട്ട് ബാക്കിയുള്ള ഹാളിലും ബാക്കി കോറിഡോറിലും ലിഫ്റ്റ് കറണ്ട് ഉണ്ട്, ഇവിടെ അകത്ത് കറണ്ടില്ല. അപ്പോൾ ഞാൻ വേഗം വാതിൽ തുറന്ന് താഴേക്ക് വന്നു. ഇൻവെർട്ടർ വന്നിട്ട് 5 മിനിറ്റായിട്ട് കറണ്ട് വന്നിട്ടില്ലേ. ഇത് മോളിക്കാനെ ഇരിക്കണം സ്വിച്ച്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അവിടെ അല്ലേ, ട്രാൻസ്ഫോമറിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ മോളിക്ക് താഴോട്ടാക്കിയിട്ട് മോളിക്ക് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ താഴെ വന്നു. ലിഫ്റ്റ് കറണ്ട് മറ്റേ ലാഭിച്ച കറണ്ട് വരണ്ടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ലിഫ്റ്റ് താഴെ എത്തിയപ്പോൾ ലിഫ്റ്റ് പാല് തുറക്കണല്ലേ. പെട്ടെന്ന് വന്നാൽ ഒറ്റയടിക്ക് ലിഫ്റ്റ് പോയ സ്പീഡിലെത്തി, ഇതൊന്നുമില്ല. അപ്പോൾ പാല് തുറക്കണല്ലേ 1 മിനിറ്റായിട്ട്. ഇത് വീണ്ടും ഞെക്കി, അപ്പോഴാണ് തുറന്നത്. അപ്പോൾ താഴെ വന്നിട്ട് അവിടെ എത്തിക്കേണ്ട കാര്യം, താഴെ വരുത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന. അപ്പോൾ എനിക്ക് വല്ല ക്യാമറ കണക്ഷൻ വല്ല അറിയണ്ടെങ്കിൽ ആര് ഫ്യൂസ് വരണേ എന്താ ചെയ്യണം എനിക്ക് അപ്പം അറിയാലോ. താഴേക്ക് പറഞ്ഞ് വരുത്തിച്ചിട്ട് ലിഫ്റ്റ് കേടാപ്പിക്കേണ്ട ലിഫ്റ്റിൻ്റെ ഫ്യൂസും ഊരിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന. അടുത്ത ദിവസം വേസ്റ്റ് കൊണ്ടുപോകാൻ ധരിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന. പിന്നെ ലിഫ്റ്റ് ശരിയാക്കിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന. അപ്പോൾ നിങ്ങളായിട്ട് ഫ്യൂസ് വരും, ഞാൻ ക്യാമറ കണക്ഷൻ നിങ്ങളായി കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്യൂസ് നിങ്ങളാണ് കണ്ടെങ്കിൽ എനിക്ക് അപ്പം മനസ്സിലാവും. നിങ്ങൾ പാസ്വേഡ് മൊബൈലിൽ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വേറെ പോലീസും വിളിച്ച് വേറെ മൊബൈൽ മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ചുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡ്രഗ് അഡിക്ട്സ് ഇവിടെ എല്ലാവർക്കും അറിയണം. ക്യാമറ കണക്ഷൻ എല്ലാവരുടെയും കൊടുക്കണമെങ്കിൽ ഞാൻ കുറിച്ച് ഡ്രഗ് അഡിക്ട്സ് നടക്കണമല്ലോ. ശരിക്കുള്ള കാര്യങ്ങൾ പറയണേ. ആൾക്കാർ ഇതിൽ 30 കണക്ഷൻ തരണ്ടേ. ആത്മഹത്യ നടക്കണം, ഗുഡ് കഴിച്ച് നിങ്ങൾ പറയിപ്പിച്ച് ഓടി നടക്കണം, ഒരു അനിയന്മാരെ കുറിച്ച് പോലെ പറഞ്ഞ് നടക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ബിൽഡി പ്രൂഫും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചോ. ബാക്കി എന്താണെന്ന് വെച്ചാൽ ബാക്കി പറഞ്ഞിട്ട് ഈ ക്യാമറ കണക്ഷൻ എല്ലാം മൊബൈലിൽ ഇരിക്കും. പിന്നെ പ്രൂഫെല്ലാം വേറെ രീതിയിൽ തേടിയിട്ടും അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കണതിൽ കാര്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫ്യൂസ് വരുന്ന കാണാമല്ലോ. ഞാൻ എന്നെ വേറെ താഴെ ഇറപ്പിക്കേണ്ട കാര്യമുണ്ട്. മോളി വന്നപ്പോൾ കറണ്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം നോക്കിയപ്പോൾ വേസ്റ്റ് മൊത്തം നിറച്ച് കഞ്ഞിമണമായിട്ട് അവിടെ കിടക്കണു വാതിലിൻ്റെ പുറത്ത്. കഞ്ഞിമണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യമാണ് അകത്തും കഞ്ഞിമണമാണ്. ആരെങ്കിലും വേറെ സാധാരണ രീതിയിൽ ജോലിക്കാരെ സംബന്ധിച്ച് പോയി അത് അവിടുത്തെ സിറ്റുവേഷൻ തീർന്നു. ഞാൻ പറയാത്ത കാര്യം എന്താണ് ചിന്തിക്കേണ്ട കാര്യം. അവിടെ കഞ്ഞിമണമായിട്ട് വേസ്റ്റ് കറണ്ട് ലിഫ്റ്റ് പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലിഫ്റ്റ് അന്ന് നോക്കിയിട്ട് 19ാമത്തെ ഫ്ലോർ 20ാം ഫ്ലോർ വന്നിട്ട് 39 അതിൽ ലിഫ്റ്റ് നോക്കാൻ വേണ്ടി പുറത്ത് ഞാൻ ചിന്തിക്കാത്ത കാര്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു മമ്മീനോട് പുറത്ത് തട്ടിയിട്ട്. എനിക്കെല്ലാം അറിയാം, ഞാൻ അതുപോലെ തന്നെ പറയും. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത പോലെ പറയും, ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, മൂമിയും ഷിജീനും മാമുക്കോയത് പറയില്ല, അവർ പറയിപ്പിച്ചേ പറയും. തലയ്ക്ക് സുഖമില്ലാത്തവർ ഡ്രഗ് അഡിക്ട്സ് പറയണം, അവർ ബോധമില്ലാണ്ട് കിടക്കുന്നിട്ട് പറയിപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിതത്തിന് അർത്ഥമില്ലാണ്ട് ചത്തട്ട് ഒരു കാര്യമില്ല. ജനിച്ചതോ വേസ്റ്റ്, ചാവുന്നതോ വേസ്റ്റ്, പുനർജന്മം ഇല്ല ഒന്നും ഇല്ലാന്ന് പിന്നെ മനസ്സിലാവും ഈ വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്ന് ലിഫ്റ്റ് ഒന്നും വെറുതെ കേടാക്കിയാണ് കാര്യം ഉണ്ടായിരുന്ന. കറണ്ട് ലാഭിച്ചിരിക്കുന്ന കറണ്ട് ലിഫ്റ്റ് താഴേക്ക് എത്തിച്ചിട്ട് ഇൻവെർട്ടർ ഓണായിട്ടും കറണ്ട് 5 മിനിറ്റ് വരുമ്പോൾ ഞാൻ ചെയ്യണം, താഴെ എന്തായാലും വരണം. കെയർ ടേക്കർ ഒരിക്കലും റൂമിലുണ്ടാവാറില്ല. കെയർ ടേക്കർ റൂമിലിരിക്കേണ്ട കെയർ ടേക്കർ വേറെ ആരുടെ റൂമിലാണ്. അതുകൂടി പ്രൂഫായിട്ട് വേറെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നാണക്കേട്. വെഡ്ഡികൾ എന്ത് ചെയ്താലും എന്ത് നാണക്കേട്, തോണ പറയണേ നാണക്കേട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ലിഫ്റ്റ് പിന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഓഫാവും വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ നടന്നു. എന്തെങ്കിലും സംസ്ഥാനം അവർ വേറെ എന്തെങ്കിലും സ്വിഗ്ഗി മേടിച്ച് പോട്ടെ. എന്നിട്ട് ഞാൻ മോളിൽ കയറി വന്നപ്പോൾ കറണ്ട് ഉണ്ട്. പിന്നെ ലിഫ്റ്റ് നിങ്ങളായിട്ട് കേടാക്കിപ്പിച്ചതിന് താഴെ വന്നിപ്പിച്ചതിന് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്നെ താഴെ ഇറക്കിപ്പിച്ചതിന് വല്ല ഗുണം ഉണ്ടായ. ഇനി ലിഫ്റ്റ് ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഫുള്ളായിട്ട് കേടായാലോ. പിന്നെ ഞാൻ അപ്പുറത്ത് ലിഫ്റ്റ് പോയി വിചാരിച്ചോ, അതും കേടായാലോ. നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു ഇലക്ട്രിസിറ്റി സിഗ്നൽ മാജിക്കൊക്കെ ഉണ്ടെന്ന്. ശരി, ഓക്കെ. അത് കേട കഴിഞ്ഞാൽ മോളിൽ നിന്ന് ആൾക്കാർ നല്ല എല്ലാ സ്റ്റെപ്സും ഇറങ്ങി എക്സസൈസ് കൂടും. ഞാൻ പറയാം സ്റ്റെപ്സ് ഇറങ്ങി എക്സസൈസ് ചെയ്യാൻ 1 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് സ്റ്റെപ്സ് ഇറങ്ങി നടക്കേണ്ടി. ലിഫ്റ്റ് 20ാമത്തെ ഫ്ലോർ 18ാമത്തെ ഫ്ലോർ 15ാമത്തെ ഫ്ലോറിൽ നിന്ന് 1ാമത്തെ നിലവർ നടക്കാൻ കയറാന്ന് പറയാൻ എന്താവും? 2 ആഴ്ച ലിഫ്റ്റ് കേടായ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളായിട്ട് നിങ്ങളുടെ ലിഫ്റ്റ് ഫ്യൂസ് ഊരരുത്. അപ്പോൾ അത്ര തന്നെ. ഒരു ഹിന്ദി കുട്ടിക്കും നിന്റെ ഹിന്ദിക്കാരിത് പറയില്ല. ഭോജ്പൂരി പാരൻസ് ഉണ്ടായി കുട്ടിക്കാഴ്ച നടക്കണവർ അവിടെ കിടക്കും. അവിടുത്തെ രീതി അതന്നെ. ഇവിടെ അങ്ങനെ ഇല്ല.
ഹിന്ദുസാണ് പ്രത്യേകിച്ച് ഭോജ്പുരി അവർക്ക് തൊലി ഇത്ര ഉണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത് വേറെ ടൈപ്പാന്ന് പറഞ്ഞു. തൃശ്ശൂരിലാണ് യഹൂദിയരുടെ ജീൻസ് അടങ്ങി പല സെഞ്ചുറീസ് മാറി മാറി ക്രിസ്ത്യാനിറ്റി ആയിട്ട് അടഞ്ഞു വരുന്നുണ്ടെങ്കിൽ റോമൻ കത്തോലിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ തന്നെ അടഞ്ഞുകൂടും. അവിടെ അവർ ബാംഗ്ലൂർ പോയി, ഇവിടെ പോയി, അവിടേക്ക് പോയി എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ കിടക്കണം, വെണ്ടൂര് കിടക്കണവർ, പുതുക്കാട്, കൊച്ചി, അല്ലെങ്കിൽ അത് ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ ഈ ഭാഗത്ത് കിടക്കണവർ, വടുക്കര അല്ലെങ്കിൽ എന്തെങ്കിലും തൃശ്ശൂർ ഈ ഭാഗത്ത് കിടക്കണവർ ഇവിടെ തന്നെ നിൽക്കണവരാണ്. അവർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവർ ഇവിടെ ബിസിനസ് ചെയ്തു, ഇവിടെ കാളവട്ടി ബിസിനസ് ചെയ്തു, ഇവിടെ തന്നെ തങ്ങി നിന്നവരാണ്. അവർക്ക് മലയാളമായിട്ട് ടച്ച്. അതുകൊണ്ടാണ് ഞാൻ മലയാളം പറയണേ. ഇവിടെ ഗൗഡ് കൂട് പറഞ്ഞു കഴിഞ്ഞ് നീ വായിന്ന് വളി വിട്ട് നാവ് കൊണ്ടു നിറഞ്ഞ് നീ അരുന്ന് കുട്ടി വാങ്ങാനല്ലാണ്ട് വളി വിട്ട മോന്തി കൊണ്ട് ഒന്നും ഉണ്ടാകുമ്പോളേ നീ ശരിയാ പറയാന്ന് വെച്ചാൽ ഞാൻ പറയില്ലായിരുന്നു ശരിയില്ല എന്ന് അല്ലേ. അപ്പോൾ സ്വയം അരുന്ന് കുട്ടി വാങ്ങുന്നത് കൊണ്ടാണ് വളി വിട്ട നാവ് അർത്ഥമില്ലാത്ത വളി വിട്ട നാവ് കൊണ്ട് നടക്കണമെന്നുണ്ട്. മലയാളി പാരൻസ് ഉണ്ടായിട്ട് മുഖത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏതോ മലയാളി MDMA കുരുട്ട് മോതകളോടും തമ്മിൽ അരുന്ന് കുട്ടി വാങ്ങിപ്പിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വായന വൃത്തികേട് വന്നിട്ട് ഉള്ളവനെ മാനിക്കാണ്ട് വിഡിത്തം വിളമ്പിയിട്ട് വിഡ്ഢികളെ മാനിച്ചിട്ട് വിഡിത്തം മരുന്ന് കൂട്ടി വാങ്ങിയിട്ട് അർത്ഥമില്ലാണ്ട് ജനിച്ചിട്ട് അർത്ഥമില്ലാണ്ട് ചത്തിട്ട് തമ്മിൽ മരുന്ന് കൂട്ടി വാങ്ങി വിലയില്ലാണ്ട് കാണിച്ചിട്ട് മരുന്ന് കൂട്ടി ചത്തിട്ട് പുനർജന്മം ഉണ്ടാവില്ല, ആത്മാവും ഉണ്ടാവില്ല, ശരീരവും പോകും. പിന്നെ വേസ്റ്റ് കാണിച്ചത് മാത്രം ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ടാവും. വേസ്റ്റ് പറയിപ്പിച്ച് ഡ്രഗ് അഡിക്സ് പറയിപ്പിച്ച് എന്തെങ്കിലും വിഡിത്ത വളിവിട്ട മോന്തയെ എന്തെങ്കിലുമൊക്കെ 91 തൊട്ട് 25 വരെ എന്തെങ്കിലും നല്ല ഇതാണെങ്കിലും ആ വേസ്റ്റ് മാത്രം അവിടെ ഉണ്ടാവും. അവിടെ പുനർജന്മം ഇല്ല, വേസ്റ്റ് ശരീരം ആരോ കാണിച്ചു, ആരും ഡ്രഗ്സ് പറപ്പിച്ചു, സ്വന്തമായിട്ടൊന്നും പറഞ്ഞില്ല, അത് മാത്രം അവിടെ ഉണ്ടാവും. ജനിച്ചതോ തെറ്റായിരിക്കും. അതാണ് റീടാർഡ് പാരൻസ് ഉണ്ടാവണം. റീടാർഡഡ് ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ പാരൻസ് എന്ന് പറയാൻ പറ്റില്ല. റീടാർഡഡ് ശോഷിച്ച അവസ്ഥ, നരകി നീ ശോഷിച്ച അവസ്ഥ, അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞു 23 കിലോമീറ്റർ നടക്കാമെന്ന് പറഞ്ഞാൽ അതെന്തായാലും ഒരു 7 മണിക്കൂർ 8 മണിക്കൂറേലും എടുക്കും. മീൻസ് ഇപ്പോൾ ഒരു രാവിലെ 9:30 തുടങ്ങിയ ഒരു വൈകിട്ട് 6:30 7:30 വരെ എങ്ങനെ ഉണ്ടോ നടത്താം. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് എത്തും വിചാരിക്കും. ചിലപ്പോൾ ഒരു 4 മണിക്കൂറിൽ എത്തും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിചയം ഉള്ള സ്ഥലം കണ്ട് പണ്ട് ചൈൽഡ്ഹുഡ് തൊട്ട് കണ്ട് ഒരു 9 വയസ്സ് തൊട്ടും 7 ഇടക്കിടക്ക് കാണുന്നതൊക്കെ ആ വഴി നടക്കുമ്പോൾ കുറച്ചൊരു പരിചയം കാണുമ്പോൾ ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തീരും. ചിലപ്പോൾ അത് കൂടുതലായിരിക്കും. അപ്പോൾ മഴക്കാലം കുറഞ്ഞ സമയത്ത് മഴ പെയ്ത് കുറേ വെയിലൊക്കെ തുറന്ന സമയത്ത് പോണതിലും കാര്യമുണ്ട്. നല്ല വഴക്കം കിട്ടും, ആ രീതിയിലാണ് പോണം. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ അല്ലാണെന്നും ആരെക്കുറിച്ചും പറയാൻ പോയിട്ടില്ല. പറയിപ്പിക്കാണ്ട് പറയാം. പിന്നെ എന്താ നിങ്ങളുടെ ഒരു ബാഡ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ബാഡ് പ്രസൻസ് ഗോസിപ്പ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാവരും ലോകം കേൾക്കുന്നത് എങ്ങനെയാണ്? ഉള്ള കാര്യം ചോദിക്കുമ്പോൾ ആരെക്കുറിച്ച് പറയണത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കും, MDMA കഴിക്കേണ്ട അവസ്ഥയാക്കും. ഞാൻ എന്താ പറയണേ, ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ചൊറിച്ചലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്യണം ഹിന്ദുസ് മുസ്ലിംസ്. നിങ്ങളത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാഡ് പ്രസൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത ആ സമയത്ത് കൊണ്ടുപോയിക്കണം. നിങ്ങളെ സ്വയം മരുന്ന് കൂട്ടി വാങ്ങണം. ഫേക്ക് സിറ്റുവേഷൻ വെച്ച് കംപ്ലയിൻസ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളായിട്ട് വേണ്ടി പ്രൂഫ് സിറ്റുവേഷൻ കൊണ്ടുവന്നാൽ പലതും എൻ്റെ കയ്യിലിരിക്കും. പലതും വന്നു കഴിഞ്ഞാൽ പല പ്രൂഫും എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അതും കൂടി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ കയ്യിൽ വെക്കേണ്ടി വരും. ഞാൻ കുടിച്ചിട്ട് അകടിച്ച് നടക്കാനും ഷോർട്സ് ബോധമില്ലാണ്ട് നടക്കാൻ പോയിട്ടില്ലേ. അതാണ് ആൾക്കാർക്ക് ഇതില്ല. ആൾക്കാർ ഇതായിട്ട് നടക്കണം, തിരിച്ച് പരിഷ്കാരം സ്നേഹിക്കുന്നത് പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ് ഡിസ്കസ് ചെയ്തിട്ട്. അല്ലാണ്ട് പണ്ടത്തെ സർക്കംഷൻ ചെയ്യാത്ത സമയത്ത് അതല്ല. അപ്പോൾ ഒരു 26 വയസ്സ് എന്ന് പറയുന്നത് വേറെ, 2000 കഴിഞ്ഞിട്ട് 1, 2, 3 കണക്ക് വെച്ചിട്ടുള്ള 26 വയസ്സ് വേറെ, ഒരു സമയത്ത് ചെറുപ്പം നിലനിർത്തി വരുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ എത്ര വയസ്സ് ബോയ് ഇത്ര ഇതുണ്ടായാലും ഏത് സമയത്താണെങ്കിലും ആ ചെറുപ്പം നിലനിർത്തി തന്നെ വരും. അതിൽ വേറെ മേക്കപ്പും വേറെ ഒന്നും അഡീഷൻ ഇല്ല. നാച്ചുറലായിട്ട് പോണേ, ഷോർട്ട്സതും കഴിക്കണല്ലേ, വൃത്തികേടും കഴിക്കണല്ലേ. അപ്പോൾ ആ ടൈപ്പിൽ തന്നെ പോകണം. തനിയെ വേണം, തനി നേച്ചറിൽ ഇതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പൊട്ടയായിട്ടും വൃത്തികേടായിട്ട് നടക്കണല്ലേ. എന്തെങ്കിലും എക്സ്റ്റേണൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കണം. ആ സമയത്തിൽ ചെയ്യേണ്ടത് ചെയ്യും. ഷോർട്സ് വാക്കുകൾ പറയാണ്ട് ചെയ്യണം.
അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ശരിക്കുള്ള കാര്യം പറയുമ്പോൾ സെൽഫിഷ്നെസ്സും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നതും വായന്ന് നാവിന്ന് വളിവിടുന്നതും തലയ്ക്ക് വരില്ലാത്ത വിഡിത്തം ഏഷണിയും പരിഭവവും കുറ്റബോധം കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ബാഡ് പ്രസൻസിൻ്റെ നിങ്ങളുടെ ആവശ്യമില്ല. ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ് ആണെങ്കിൽ വിപരീതം ചെയ്യണവരാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് കേൾക്കണം. ബാപ്റ്റിസം ഇങ്ങനെയുള്ള റൂമിലേക്ക് വരേണ്ട കാര്യമില്ല. റെക്കോർഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളവിടെ വരുത്തിക്കാനാണെങ്കിലും അതിന് വേണ്ടി പറയണമെങ്കിലും സാധാ രീതിയിൽ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ ക്ലബ് കൊണ്ട് നടക്കില്ലെങ്കിലും എം ഡി എം എ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ എം ഡി എം എ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എം ഡി എം എ ശോഷിച്ച ഗോസിപ്പും ശബ്ദങ്ങളൊന്നും ഞാൻ കേൾക്കണില്ലെങ്കിലും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കേൾക്കണമില്ല. എനിക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൊള്ളുണ്ടെങ്കിൽ നിങ്ങളുടെ ചാണക്യ തിയറി ഉണ്ടല്ലോ, ചാണക്യ തിയറി, വിഡ് തിയറി, അതിൽ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വിഡ്ഡികൾ മെറ്റീരിയലിസ്റ്റിക് ഫിയർ എനിക്കില്ല. മെറ്റീരിയലിസ്റ്റിക് ശോഷിച്ച വാക്കുകളും ഡ്രഗ്സ് നടക്കുന്നവർക്കാണ് അത് നിങ്ങളുടെ ചാണക്യ തിയറി കൊണ്ട് ആവശ്യം. അങ്ങനെ ശോഷിച്ച വാക്കുകൾ പറയാണ്ട് പെർഫെക്റ്റ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശോഷിച്ച വാക്കുകൾ അവർക്ക് കൊള്ളില്ല. അവർ ഒരു കാര്യത്തിൽ വൃത്തികേടിനും ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഡ്രഗ് അടിച്ച് കൊടുക്കാനും വിശോഷിച്ചതും പോകില്ല എന്ന് അവർ പഠിപ്പിച്ചു തന്നിട്ടില്ലേ. അപ്പോൾ പെടാതിരിക്കാൻ നോക്കുക. ആ സമയത്തും എന്താ ആവശ്യമില്ലാത്ത സമയത്ത് കൊണ്ട് ഓരോ വിഡിത്തം എഴുന്നള്ളി വെച്ചിട്ട് വിഡ്ഡി പ്രൂഫ് കൊണ്ടുവന്നിട്ട് സ്വയം മരുന്ന് കൂട്ടി വാങ്ങി സ്വയം ഇരട്ടിയുടെ എം ഡി എം കഴിച്ച് തളർന്ന് വീണ് പുനർജന്മം ഇല്ല ആത്മാവില്ലാണ്ട് ശോഷിച്ച് പുഴുത്തരിച്ച് ചാവാതിരിക്കാൻ നോക്കുക. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക എവിടെ തൊട്ടാൽ എന്താ പറയണമെന്ന്. അതുകൊണ്ട് ചെറിയ എക്സാമ്പിൾ, ഹിന്ദി കുട്കാനെയും പറഞ്ഞിട്ട് അവർക്കൊന്നും അറിവില്ല. 10 വർഷം ജീവിക്കണ കുരങ്ങെന്നാണ് എല്ലാവരും ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു വിഡിത്തം വിശ്വസിപ്പിച്ച് കുറേ മാഷ്മാരും ഡ്രഗ് കുടിച്ച് വീട്ടിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട്, കുടിച്ച് ഡ്രഗ് അടിച്ച് സിഗരറ്റ് വലിച്ച്. അതുപോലെ നിങ്ങളും പരിശീലി പൊട്ടി അതേ വിഡ്ഡി മാതൃക കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളും പെടും. തമ്മിൽ ധൈര്യമില്ലാണ്ട് ബോധമില്ലാണ്ട് കിടക്കേണ്ടി വരും, ചതിയും വഞ്ചനയും എല്ലാം കൊണ്ട് നടന്നിട്ട്. അപ്പോൾ ബോധത്തോടെ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. പിന്നെ പറയാൻ ഇത് തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ചിട്ടൊന്നല്ല, മനസ്സിലായി, നിങ്ങളുടെ കയ്യിൽ ഫീസ് മേടിച്ചിട്ടൊന്നല്ല, ഭാരിച്ച ഫീസും ലാഭിച്ച ഫീസും മേടിച്ചിട്ടല്ല ഞാൻ ഇവിടെ മാഷാവുന്നത്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ മാഷും കൂഷമൊന്നുമല്ല ഞാൻ ഇവിടെ. ഒരു ഫെയിം ഉണ്ടാകും അങ്ങനെ തന്നെ. അവിടെ തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നതും ഒരു സ്ട്രെങ്ത് ആയിട്ട് ക്രിസ്ത്യാനി വന്നിട്ടുണ്ടെങ്കിൽ വിഡ്ഡി വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കണവരും ഏത് ജീൻസ് മാറി വന്നതാണെങ്കിൽ 20th സെഞ്ച്വറിയിൽ തോൽക്കാൻ പഠിച്ച് വന്നതാണ് അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ കാണിക്കേണ്ടവരില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സിൻ്റെയും ചേർച്ചയോടെ അല്ല പോണേ, കുറച്ച് വ്യത്യാസത്തിൽ കാണിക്കണേ. ഒന്ന് മനസ്സിലാക്കി കണ്ടു നോക്കുക എന്താണെന്ന്. പിന്നെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ വിപരീതം ചെയ്ത് വിഡിത്തം ഒഴുകി പരസ്പരം വിലയില്ലാണ്ട് മരുന്ന് കൂട്ടി സ്വയം മരുന്ന് കൂട്ടി വാങ്ങിച്ച് പരസ്പരം അട്ടഹസിച്ച് ചിരിച്ച് മരുന്ന് കൂട്ടി ചത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കണ രീതിയല്ല, ജീവിക്കാനുള്ള ആഗ്രഹമല്ല വരുന്നത്, പുഴുത്ത് നാറി ചാവാൻ ചെയ്യും, തൂറിക്കേണ്ടി വരും നിങ്ങൾ സ്വയം. മനസ്സിലായ? പിന്നെ ഞാൻ പറയാം, എൻ്റെ മിററിൽ കാണാൻ മുഖം പലതും ഉണ്ടോ, പല രീതിയിലും കിട്ടും. അതെപ്പോഴും എനിക്ക് എൻ്റെ മൊബൈൽ സെൽഫ് പിക്ചറിൽ ഒപ്പിയെടുക്കാൻ പറ്റില്ല. മനസ്സിലായ? മിററിൽ കാണുന്നത് നാച്ചുറലായിട്ട് വരുന്നത് അതെപ്പോഴും പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. മിററിൽ കാണുന്ന സാധനം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ പുറത്തെപ്പോഴും പോകും. അതെപ്പോഴും ഞാൻ കാണണമെന്നില്ല സ്വയം. അപ്പോൾ അത് മൊബൈൽ പിക്ചറിൽ ഒപ്പിയെടുക്കുമ്പോൾ അത് വേറെ രീതിയിലാവും വരാം. എപ്പോഴും അത് തന്നെ വരണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ പഠിക്കുക. എപ്പോൾ ആരും എന്തെപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എപ്പോൾ വരുമ്പോഴാണ് അത് കിട്ടണമെന്ന്.